ഫസ്റ്റ് ടൈം ആണ് വന്നിരിക്കുന്നത്. അല്ല ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഞാനും ഈ സാരി ഇതുവരെ കണ്ടിട്ടില്ല. ടെസറിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ്. ഹാൻഡ് വർക്ക് യൂണിക് ആയിട്ട് നമ്മുടെ ഹാൻഡ് പ്രിന്റഡ് സാധനങ്ങളാണ്. മോഡലില് ഇത് ബംഗാൾ കോട്ടൺ, ഇത് ഹാൻഡ്ലൂം കോട്ടൺ. 15 ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ബ്രാൻഡാണ് എലൻ ബ്യൂട്ടി. ഇത് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് വിവാനോട. M തൊട്ട് 3XL വരെ വരുന്നത് 2x2 മെറ്റീരിയൽസ്. ഇത് ഫുള്ള് കാണുന്നത് അല്ലേ? നിങ്ങളുടെ ഓൺ ബ്രാൻഡിംഗ് ആണ് വരുന്നത്. അപ്പൊ ബ്രാൻഡിന്റെ പേര് ലിയോ മാർട്ടി. ഇത് ഡയബിൾ സാരീസ് കേട്ടോ. അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ചെറിയ ടീഷർട്ട് അല്ലേ? ഇതാക്കാൻ സ്പെഷ്യൽ കണിക്കൊന്ന ഫീഡിംഗ് ഓപ്ഷൻ. ജ്യോതിക സാരീസിൽ പ്രിന്റഡ് വന്നിട്ട്. എന്ത് സാരീസ്? ജ്യോതിക. ഇത് ഫുൾ യൂണിഫോം സെക്ഷൻ. പിന്നെ സ്പെഷ്യൽ വിത്ത് ദുപ്പട്ട നൈറ്റി. മഫത്ലാലിന്റെ ബെഡ്ഷീറ്റുകൾ കേട്ടോ. ഈ ഫുള്ള് കണ്ടോ? കാണാണെങ്കിൽ ഇങ്ങനെ കാണണം. 0 to 100 പാഡിംഗ് ടൈപ്പ് ആണ്. പാഡിംഗ് ടൈപ്പ്. ഓക്കെ. രംഗോലിയിലാണത്. കോൺട്രാസ്റ്റ് ബാട്ടിക്. ഞങ്ങളുടെ ദിൽബർ ഒന്ന് എടുത്തോളാൻ. ഈ ദിൽബറിനെ ഇവിടെ ഫർണിഷിംഗ് ബ്ലാങ്കറ്റ് ഐറ്റംസ് ഒക്കെയാണ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം മാർക്കറ്റിൽ അതും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 60,000 സ്ക്വയർ ഫീറ്റിൽ 5 ഫ്ലോർ മൊത്തം കളക്ഷൻസ്. അതിൽ 2 ഫ്ലോർ ഗോഡൗൺ ആണ് കേട്ടോ. ബാക്കി 3 ഫ്ലോർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റ് റോഡ് അല്ലെങ്കിൽ ബ്രോഡ്വേ എന്നൊക്കെ പറയാം. എറണാകുളം ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അവിടെ ഗോപാലപ്രഭു റോഡ് ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പിലേക്കാണ്. നോവൽറ്റി 5 ഫ്ലോർ മൊത്തം കളക്ഷൻസ് ആണ്. ഇതാ ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കാർ പാർക്ക് ചെയ്യാം. ഓൾറെഡി കുറേ പേര് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം, നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ചെരുപ്പ് കണ്ടാൽ അറിയാം ഇവിടെ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടെന്ന്. 5 ഫ്ലോർ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പല സ്ഥലത്തായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും കസ്റ്റമേഴ്സ് കൊണ്ട് തിരക്കുണ്ട്. പക്ഷേ 5 ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇനി ഏത് ഫ്ലോറിലാണ് പോകേണ്ടതെന്ന് നമുക്ക് ചോദിക്കട്ടെ. ഈ ഫ്ലോറിൽ മൊത്തം എന്തൊക്കെയോ കളക്ഷൻസ് ഉണ്ട്. ഹായ് ഹരി. ഹായ്, എന്താണ് വിശേഷം? സുഖം. ഇവിടെ എന്തൊക്കെ ഫീസ്റ്റ് എന്തോ പ്രീ ബുക്കിംഗ് അങ്ങനെ സംഭവങ്ങളൊക്കെ. എക്സ്പീരിയൻസ് സെന്റർ അത് 3rd ഫ്ലോറിലാണ്. അതായത് കസ്റ്റമർക്ക് വന്ന് കണ്ട് പ്രോഡക്റ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കി ബുക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിടയിൽ ഡിസ്പാച്ചിങ് കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അത് കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻ. 3rd ഫ്ലോറാണ് അത് വരുന്നത്. നമുക്ക് ജസ്റ്റ് കാണാം. ഓക്കെ, ആക്ച്വലി മൊത്തം 5 ഫ്ലോർ ആണ്. 2 ഫ്ലോർ മൊത്തം ഗോഡൗൺ, ബാക്കി 3 ഫ്ലോർ മൊത്തം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഒരു ഭാഗം അത് കുറച്ചുകൂടിയും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയിട്ട് പറയാം. അപ്പം 3ാമത്തെ ഫ്ലോറിൽ പോവാം. എക്സ്പീരിയൻസ് സെന്റർ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൗണ്ടർ ആണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരു ബുട്ടിക്ക് പോലെ അല്ലേ? പക്ഷേ ചെയ്തെടുത്തേക്കാം നമ്മൾ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാം. അതായത് സെറ്റ് വൈസ് വരുന്ന ഐറ്റംസ് ആയിരിക്കും. അതായത് സാരീസ് ആയാലും ചുരിദാർ മെറ്റീരിയൽ ആയാലും അതുപോലെ റെഡിമെയ്ഡ് നമുക്ക് മേവാന എന്ന് പറഞ്ഞ ബ്രാൻഡുകൾ. ഈ ബ്രാൻഡുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് പറയാം. ഇവര് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യേണ്ട അതിന്റെ ബ്രാൻഡ്സ് ഏതൊക്കെയാ? 15ഓളം ബ്രാൻഡുകൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡീലറാണ്. അതായത് നോവൽറ്റി എറണാകുളം, കൊല്ലത്ത് മാത്രമാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം കിട്ടുള്ളൂ. എറണാകുളം, കൊല്ലം 2 ഷോപ്പുണ്ട്. അതുകൂടി നോട്ട് ചെയ്യണം. ഏതൊക്കെ ബ്രാൻഡ്സ് വരുന്നത്? ബ്രാൻഡ് വരുന്നത് നമുക്കൊന്ന് വെറൈറ്റി, അതായത് സാരീസിലും ഉണ്ടാവും ചുരിദാർ മെറ്റീരിയലും ഉണ്ടാവും. ഓക്കെ, വെറൈറ്റി, പ്രീതി സാരീസ്, ബാങ്കേ ബ്യൂട്ടി സാരീസ്, ഫാൻസി ഫെമി, പ്രീതി, മെവാന എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ ബ്രാൻഡാണ്. ഓക്കെ, അങ്ങനെ ഓരോരോ പിന്നെയും വേണ്ടിട്ട് ഓരോന്ന് ബ്രാൻഡുകൾ കുറെ ഉണ്ട്. 15 ബ്രാൻഡുകളുണ്ട്. അതായത് ലേഡീസിന്റെ ആയാലും ജെന്റ്സിന്റെ ആയാലും അപ്പൊ ഈ ബ്രാൻഡ്സുകളൊക്കെ ഇവര് ഓൺ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് സെലക്റ്റീവ് കളക്ഷൻ. നോർമൽ സെക്ഷനുള്ള കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമല്ല. നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് ഇങ്ങടെ ഫെസ്റ്റിവൽസ് വരാൻ പോകണം. ഈ ഫെസ്റ്റിവൽസിന് കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻ നമ്മുടെ ഷോപ്പിലേക്ക് വെക്കണമെങ്കിൽ അതിന് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രീ ബുക്കിംഗ് ആണ്. കണ്ട് ഫീൽ ചെയ്ത് പ്രോഡക്റ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്ന് കാണിച്ചേ. അപ്പൊ വെറുതെ പറഞ്ഞ കാര്യമില്ലല്ലോ, നമുക്ക് ഓരോ പ്രോഡക്റ്റിനെ കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. വെറൈറ്റിയിൽ വരുന്ന ബ്രാൻഡിൽ വരുന്ന ഓർഗൻസ മെറ്റീരിയൽ വരുന്ന വെറൈറ്റി എന്നുള്ള ബ്രാൻഡ്. ഇവരുടെ വെറൈറ്റി ബ്രാൻഡിൽ ഓർഗൻസ മെറ്റീരിയലിൽ ഫുൾ സാരി കളക്ഷൻസ് ആണ്. അതിൽ കളേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്തോ 3 to 4 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പാച്ചിങ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതെല്ലാതും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല. അല്ലാത്ത കുറെ കളക്ഷൻസ് നമുക്ക് തിരിഞ്ഞു നോക്കി അറിയാം. ഷോപ്പ് ഈ കാണുന്നത് മാത്രമല്ല, വലിയൊരു ഷോപ്പാണ്. വലിയൊരു ഷോപ്പിന്റെ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണാം. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ അതാ ഫുൾ പല മോഡൽസ്, പല രീതിയിൽ പല ഡിസൈൻസിൽ വരുന്ന കളക്ഷൻസ് ആണ്. പ്രീ ബുക്കിംഗ് ആണ്. പെട്ടെന്ന് വന്നാൽ 4 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ഇത് കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ഇത് മാത്രമല്ല, ഈ കാണുന്ന സാരീസൊക്കെ
ഫുൾ നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ എല്ലാം സെയിം തന്നെ. ഇതെല്ലാം വെറൈറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഐറ്റംസ് ആണ് സാരീസ്. വെറൈറ്റി അത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റീറ്റെയിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്, പക്ഷെ ഇത് ഹോൾസെയിൽ റേറ്റിന് കിട്ടില്ല. ഇല്ല, നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഇവിടുന്ന് എറണാകുളം ഷോപ്പിൽ നിന്നും കൊല്ലം ഷോപ്പിൽ നിന്നും മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ ഇത് അവൈലബിൾ അല്ല. കാരണം ഇത് ഇവരുടെ ഓൺ ബ്രാൻഡാണ്, ഇവർ ഓൺ ഡീലേഴ്സ് ആണ്. ആ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ബ്രാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് പട്ട് സാരി അടുത്ത ബ്രാൻഡ് ഫാൻസി ഫെമി അല്ലേ. ഇത് കസ്റ്റമേഴ്സിന് വന്ന് കണ്ട് ഫീൽ ചെയ്ത് തന്നെ വാങ്ങാന്നുള്ളതാണ്. അതെ, ഡയറക്റ്റ് വന്ന് ആ ഒരു കളക്ഷൻ തൊട്ട് ഫീൽ ചെയ്ത് അതിന്റെ കളേഴ്സ്, അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ട് നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കളേഴ്സ് അവൈലബിൾ പല രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ടോ കോൺട്രാസ്റ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ഫുൾ അതിന്റെ കളക്ഷൻസ് എന്ന് വെച്ചാൽ ഏതാ ബ്രാൻഡ്? പ്രീതി ഫാൻസി ഫെമി. സോറി, ഹൈറ്റ് ഉണ്ട് വെച്ചോ, എനിക്ക് ഹൈറ്റ് കുറവാണ്. ബാങ്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന സാരീസ് ആണ്. ഓക്കെ, അതിന് കളേഴ്സ് ഒരുപാടുണ്ടാവും. ബ്രാൻഡ് കേട്ടോ. അപ്പൊ അതിന്റെ കളേഴ്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇതൊക്കെ ടെസറിൽ വരുന്നതല്ലേ, സെമി ടെസറിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ബുട്ടിക് രീതിയിലുള്ള കളക്ഷൻസ് ആണ്. എറണാകുളത്ത് മാത്രമല്ല കൊല്ലത്തും സെയിം എക്സ്പീരിയൻസിന്റെ നിലവിൽ വർക്കിംഗ് ആണ്. അതും ഈ എറണാകുളത്തുള്ള പോലെ തന്നെ 5 ഫ്ലോർ മൊത്തം നമുക്ക് കൊല്ലത്തും നമുക്ക് കാണാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ നമ്മുടെ ഫ്ലോർ വരുന്നത്. 16 സോറി 60. ഞാൻ 16 എന്ന് പറയുമ്പോ ഒരു ഫ്ലോറിന്റെ മാത്രമേ ആവുള്ളൂ. ഇവിടെ എറണാകുളം ആയാലും കൊല്ലം 60,000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 60,000 കളക്ഷൻസ് നമ്മൾ ഈ പറഞ്ഞ ഷോപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിവൽ അങ്ങനെ നമുക്ക് പൊളിക്കാം. അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കുകയാണെങ്കിൽ ഏത് ഫാൻസി സെമി ഒരെണ്ണം എന്തായാലും ഓപ്പൺ ചെയ്യാം. ഫാൻസി സെമി എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പാറ്റേൺസ് മാറി വരും ഫാൻസി സെമിയിൽ കേട്ടോ. മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ സിൽക്കി ടൈപ്പ് അവന് ഫാൻസി സെമിയിൽ വരുന്ന കളക്ഷൻസ് പല കളേഴ്സ് ഒരുപാട് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റൂട്ടോ. ഇതൊക്കെ കാണുന്നത് മൊത്തം ഫാൻസിയിൽ വരുന്ന കളക്ഷൻസ് ആണ്. കുറച്ച് സെമി ആയിട്ട് എന്നാൽ അഫോർഡബിൾ റേഞ്ചിന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ആണ്. കുറേ സാരീസ് മാത്രമല്ല, ഇവിടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, റെഡിമെയ്ഡ് കുർത്തീസ് എല്ലാം അവൈലബിൾ ആണ്. ഇത് നമ്മുടെ അടുത്ത ബ്രാൻഡാണ് പ്രീതി എന്നുള്ള ബ്രാൻഡാണ്. ഈ പ്രീതി ഇവരുടെ ഓൺ ബ്രാൻഡാണ്. വീണ്ടും എടുത്ത് പറയാണ്, ആ ഓൺ ബ്രാൻഡിൽ അറിയണവർക്ക് അറിയട്ടായിരുന്നു, കച്ചവടക്കാർക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ അവരുടെ കളക്ഷൻസ് ആണ്, പ്രീതി ബ്രാൻഡിന്റെ കളക്ഷൻസ്. അതില് ഇതൊക്കെ ത്രെഡിൽ വരുന്നതാണ്. ത്രെഡ് അല്ല, കോപ്പറിൽ വരുന്ന കളക്ഷൻസ്. നമുക്ക് ഒരുപാട് കളേഴ്സ് എല്ലാത്തിനും അവൈലബിൾ ആണ്. ഇത് ഫുൾ ഒന്ന് നോക്കിയൊക്കെ, ഇത് ഫുൾ വരുന്നത് പ്രീതി ബ്രാൻഡിന്റെ സാരീസ് ആണ് അവൈലബിൾ. ഇനി നമുക്ക് കുറച്ച് കുർത്തിയിലേക്ക് വരുമ്പോൾ മെവാന എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഓക്കെ, കുർത്തീസ് മെവാൻ ബ്രാൻഡിന്റെ മെവാന ബ്രാൻഡിന്റെ കുർത്തീസ്. അത് ഇവിടെ മാത്രമാണ്. അതുപോലെ കൊല്ലത്ത് എന്ന് വെച്ചാൽ നോവൽറ്റിക്കാരുടെ ആണ്. വേറെ ഒരു കിട്ടില്ല ആ ഒരു കാര്യം. ഷോപ്പുകളിലേക്ക് വേണമെങ്കിൽ ഇവിടെ നോവൽറ്റി തന്നെ. അതിന് കുറച്ച് കളക്ഷൻസ് ഒന്നും നമുക്ക് ഓടിപ്പിച്ച് കാണാം. ഇതൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ കുർത്തീസിൽ വരുന്നതാണ്. ഇനിയിപ്പോ റേറ്റിന്റെ കാര്യങ്ങൾ, റേറ്റ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ ടീം ഉണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നത്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനും അവരെ വിളിക്കണം. അല്ലാണ്ട് നമുക്ക് റേറ്റ് കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഹോൾസെയിലാണ്. മാർജിൻ ഇട്ട് ഇപ്പോൾ റീറ്റെയിൽക്കാരെ കാണുന്ന വെച്ചാൽ അവർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഇത്ര മാർജിൻ ഇട്ട് വിൽക്കണ്ട. അതുകൊണ്ട് നമ്മൾ റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ജൂട്ടിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആയിട്ട് മെറ്റീരിയൽ അടിപൊളിയാട്ടോ. അതൊക്കെ ഞാൻ അതാ പറഞ്ഞ, നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് അത് നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ കൊല്ലത്തേക്കായാലും പോവാം. ഇനി വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ആയാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടേക്ക് എത്തും, ആ കാര്യത്തിൽ ഉറപ്പ്. അപ്പൊ ഇത് കുറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ടച്ച് ആൻഡ് ഫീൽ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ ഒരു ക്വാളിറ്റിയും ഫിനിഷിങ്ങും. ടച്ച് ചെയ്യുമ്പോൾ അതിനേക്കാളും സുഖമല്ലേ, എന്താ പഞ്ഞിക്ക് പിടിച്ച മാതിരിയാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അല്ലത് അത് 2 പീസ് സിംഗിൾ പീസ് അതൊക്കെ വരുന്നുണ്ട് അല്ലേ ഇതില്. ഓക്കെ, ഇനി ഇതൊക്കെ കുറച്ചുണ്ട്. ഇനി ഡെനിമിന്റെ കോളർ ടൈപ്പ് ആയിട്ട് ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. A ലൈനിലാണ് ഇത് വരുന്നത്.
ഡെനിമിന്റെ ഇതും സെയിം ബ്രാൻഡിലാണ് മെവാന എന്ന് പറഞ്ഞ ബ്രാൻഡ് മൊത്തം നമുക്ക് എക്സ്പീരിയൻസ് സെന്റർ വെച്ചേക്കുന്ന എല്ലാം തന്നെ മെവാന എന്ന് പറഞ്ഞ ബ്രാൻഡ്. മെവാന അതല്ലാത്ത കുറെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഈ ബ്രാൻഡ്സ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട്. കഴിഞ്ഞ വീഡിയോക്ക് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഇതില്ലായിരുന്നു. ഇല്ല അതെന്ന് വെച്ചാൽ അല്ല ആക്ച്വലി അതല്ല സംഭവം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. എന്നുവെച്ചാൽ ഇവരെല്ലാം കൊല്ലം ഈ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ എല്ലാം കൊല്ലം ഒന്നെങ്കിൽ ചുടിദാർ ഫീസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെന്റർ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇല്ലേ ഉണ്ടാവും. എല്ലാ ഈ കസ്റ്റമേഴ്സിന് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ എല്ലാ ടൈമിലും കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വെറൈറ്റീസ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നോണ്ടിരിക്കും. അതിപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാം കൊല്ലം എല്ലാം അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ ഓരോരോ ഫെസ്റ്റിവൽസിന് കസ്റ്റമേഴ്സ് എന്താണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇനി അടുത്തേക്ക് കിടക്കാം നമുക്ക്. വെറൈറ്റിയുടെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ആണ്. വെറൈറ്റിയുടെ ചുരിദാർ മെറ്റീരിയൽസ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബ്രാസോ ദുപ്പട്ട 3D സ്റ്റൈലില്, അതുപോലെ ക്രോഷ്യ വർക്ക് ലേസ് വന്നിട്ടുള്ള വർക്കുകൾ കാര്യം അതിന്റെ കളേഴ്സും അവൈലബിൾ. അത് ഇതിപ്പോ ഈ ബ്ലാക്കിൽ തന്നെ നമുക്ക് ഇത് വെച്ചോ, ബ്ലാക്കിൽ തന്നെ നമുക്ക് പിങ്കും അതുപോലെ ഇത് രണ്ട് ഷെയ്ഡ്സ് കോൺട്രാസ്റ്റ് ആണ് മാറി വരുന്നത്. അതെ ബേസ് വരുമ്പോ നമുക്ക് ബ്ലാക്ക് ആണ്. ഇത് കേട്ടോ വെറൈറ്റി ബ്രാൻഡിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അതിന്റെ ഇത് ഫുൾ വെറൈറ്റി അല്ലേ? ഇത് ഫുൾ വെറൈറ്റിയുടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് ഫുൾ വെറൈറ്റിയുടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് മാത്രമല്ല ഇവിടെയും കുറെ നമുക്ക് പെരുന്നാൾ പ്രമാണിച്ചിട്ടായിട്ട് കുറെ തിളങ്ങണതും മിന്നണതും അങ്ങനത്തെ ഒക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഒക്കെ എംബ്രോയിഡറി എല്ലാ കളക്ഷൻസും എല്ലാം പാർട്ടി വെയറിൽ വരുന്നത്. അപ്പൊ അൺസ്റ്റിച്ചഡ് ആയി, റെഡിമെയ്ഡ്സ് ആയി, സാരീസ് ആയി, അങ്ങനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കും. അപ്പൊ ഈ 5 ഫ്ലോർ മൊത്തം കിടന്ന് നടക്കണ്ട, നമുക്ക് എക്സ്ക്ലൂസീവ് നമ്മുടെ ഷോപ്പിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ചെയ്താൽ എക്സ്പീരിയൻസ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് നേരിട്ട് വരാം, എക്സ്പീരിയൻസ് ചെയ്യാം. 3-4 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഡെസ്പാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് എല്ലാം ഷോപ്പിലേക്ക് ഒരേപോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ 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 ഇതൊക്കെ കണ്ടോ നമുക്ക് പക്ക കോട്ടണിൽ ഇക്കത്തിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള കളക്ഷൻസ്. ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പോച്ചപ്പള്ളി ആ ഒരു സ്റ്റൈലിൽ വരുന്നത് കേട്ടോ. ഇത് ദുപ്പട്ട ബേസ് വരുന്നത് വൈറ്റ്. അങ്ങനെ നമുക്ക് ഇപ്പൊ അടുത്ത് സമ്മർ വരാനും പോവാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ തുടങ്ങി, ഇപ്പോഴും ചൂട് തുടങ്ങി. കാലാവസ്ഥ എവിടേക്കാ പോണെന്ന് ഒരു പിടുത്തില്ല. അപ്പൊ സമ്മറിനായി, ഫെസ്റ്റിവൽസിനായി, ഈദ്, വിഷു, പിന്നെ പറയടോ ഈസ്റ്റർ വരുന്നുണ്ട്. എല്ലാ കളക്ഷൻസും ഒരേപോലെ എല്ലാതും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയും കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് സെയിം മാനിക്യൂരിൽ വെച്ച സെയിം ഇത് തന്നെയല്ലേ? സെയിം അത് തന്നെ, കുറച്ചുകൂടിയും കുറച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ വെറൈറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതുപോലെ മെവാന എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പിൻടെക്സിൽ വരുന്നുണ്ട്, ഫ്ലീറ്റ് വർക്കിൽ വരുന്നുണ്ട്, അതുപോലെ സാരീസ് പ്രിന്റ് വരുന്നുണ്ട്, ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ടാവും. അതുപോലെ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് വരുന്നത് തന്നെ. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ആ ഒരു കളക്ഷൻ. ഇനി നമുക്ക് വേറെ ചുരിദാർ മെറ്റീരിയലിന്റെ വലിയൊരു ലോകമാണ്, വലിയൊരു ലോകം എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ മൊത്തം അതായിരിക്കും. ഇതൊക്കെ ചെറിയ ഭാഗം എന്ന് വെച്ചാൽ ചെറുത് പറയുമ്പോ നമ്മുടെ ഈ 10 പേരില് അപ്പൊ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഈ ഫുൾ കാണുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ അല്ലേ? അൺസ്റ്റിച്ച്. അപ്പൊ ഇതെല്ലാതും കാണിക്കാൻ പോസിബിൾ അല്ല, നല്ല തിരക്കുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മുക്കിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് എന്തെങ്കിലും കാണിക്കാം. എവിടെന്നെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമെന്നോട്ടെ. ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ആ ഐറ്റം വരെ ഫുൾ അത് തന്നെയാ? അൺസ്റ്റിച്ചഡ് തന്നെയാ? ഇവിടെ വരെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ വന്നത്. ഇവിടെ വരെ അതും നിങ്ങളുടെ ഓൺ ബ്രാൻഡിന്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടില്ലല്ലോ. ജിത്തു ഹായ്. അപ്പൊ തുടങ്ങാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ തന്നെ ഈ ബുക്കിൽ നിന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വലിച്ചു വരി വിട്ടിട്ടുണ്ട്. യെസ്, ഫസ്റ്റ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതേതാ? വെറൈറ്റി എന്നുള്ള ബ്രാൻഡ് അല്ലേ? വെറൈറ്റി എന്നുള്ള ബ്രാൻഡിന്റെ. ഇവിടെ നിന്നാണ് രണ്ട് സൈഡ് നോക്കുമ്പോഴും ദാമൻ പോഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തും വരുന്നുണ്ട്, ഇപ്പുറത്തും വരുന്നുണ്ട്. ഇത് ദുപ്പട്ടയാണോ? അതാണോ ദാമൻ പോഷൻ? ഇത് ടോപ്പ്, ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ദുപ്പട്ട വരും. ആള് മാറ്റണോ? ഇതാ ഞങ്ങൾ 8 വരെ കാണിച്ചു തരുന്നു. ഇനി അത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ടാൽ മതിയെന്നല്ലേ? ഇതിന് എത്ര കളേഴ്സ് ഉണ്ടാവും? എങ്ങനെയാ? കളർ ഉണ്ട് 12-15 കളറുകൾ. അപ്പൊ ഈ 12-15 കളർ മൊത്തം എടുക്കണോ? മൊത്തം എടുക്കണ്ട, നമുക്ക് ചൂസ് ചെയ്യാം. ഒരു 4 കളർ എങ്കിലും 3-4 കളർ എന്തായാലും ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതിന്റെ കളക്ഷൻസ് ആണ്. അതില് ഉള്ളിലുള്ള വർക്കുകൾ മാറ്റി വരും. കുറച്ച് വലിയതായിരിക്കും, കുറച്ച് ചെറിയ ബൂട്ട വർക്ക്സ് ആയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. ചാർക്കോൾ വർക്ക് എന്ന് പറയണ അല്ലേ? ചാർക്കോൾ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഫുൾ ഹെവി പീസ് ആണല്ലോ. ശരിക്ക് ഇതിന്റെ ഈ വർക്ക് സൂം ചെയ്ത് കാണണം, അത്ര മാത്രം ഉണ്ട് കാണാൻ. കണ്ടോ?
നല്ല ഫുൾ ഹെവി ബീഡ്സ് ആയിട്ട് കേട്ടോ. അതായത് ഒരു പഞ്ചസാര മുത്ത് പോലെ ഇങ്ങനെ വെതിരി കിടക്കണം. വീനെക്കില് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് വിത്ത് ഫുൾ ദുപ്പട്ട അല്ലേ. അപ്പൊ വിടുത്തും ലെങ്ത് എല്ലാം അതും പക്ക. അത് 1 സൈഡ് അല്ല 2 സൈഡ് ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ സെറോസ്കി ഡയമണ്ട് വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സ് നോക്കി നല്ല അടിപൊളി ഷെയ്ഡുകളൊക്കെ വരുന്നത് കണ്ടോ. ബ്ലൂ, പിങ്ക്, ഇങ്ങനെ നല്ല നല്ല കളക്ഷൻസ്. ബ്ലാക്ക് ഇത് പിങ്ക് ഇല്ല, വൈൻ ഷെയ്ഡാണ്, മജന്ത ഷെയ്ഡ്, പിന്നെ മറൂൺ. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ 4 കളക്ഷൻസ് മൊത്തം എടുക്കണം എന്ന് നിർബന്ധമാണ്. ഹോൾസെയിൽ അങ്ങനെയാ കൊടുക്കുള്ളൂ അല്ലെ. ഇത് 2 പീസായിട്ട് അങ്ങനെ ഇത് സെറ്റ് ആയിരിക്കും. ഈ 4 കളർ മൊത്തം എടുക്കണം. സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും വരുന്നത്. അടുത്ത എക്സ്ക്ലൂസീവ് നോക്കുകയാണെങ്കിൽ പറഞ്ഞോ. ഷിമ്മറിൽ വന്നത് ഞാൻ പിടിക്കാം, പറഞ്ഞോ. ഷിമ്മർ ക്രഷ് ആണ്. ക്രഷ് ഷിമ്മറിൽ ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് വരുന്നത്. വെറൈറ്റി ബ്രാൻഡ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ, നമ്മുടെ ഓൺ ബ്രാൻഡ് ആണ് വരുന്നത്. വെറൈറ്റി. അപ്പൊ ഇതില് കളേഴ്സ് വരുന്നത് നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് കണ്ടോ. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഒക്കെ പെട്ടെന്ന് ചറവറാന്ന് വെച്ചാൽ നല്ല നല്ല ഷെയ്ഡുകൾ അങ്ങോട്ട് എടുത്തോ. ഒക്കെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണല്ലേ. ഇതാ ഇത് ഇപ്പൊ ഈ സംഭവം അവിടെ ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിൽ ഇതില്ല. എക്സ്പീരിയൻസ് സെന്ററിൽ വേറെ അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ഇവിടെയുള്ള ഐറ്റങ്ങൾ അവിടെ ഉണ്ടാവില്ല. അത് രണ്ടാണ് അല്ലെ. ഓക്കെ, ഇത് ട്രെൻഡ് ആണ്. നമ്മുടെ ഓൺ ബ്രാൻഡ് ആണ്. ബനാറസില് ഞാൻ പഠിക്കാം. ബനാറസില് ദുപ്പട്ട മിറർ ബ്രാസോർ അല്ലേ. ഫുൾ ഹെവി മിറർ വർക്ക്. അതും ചെറിയ നിറഞ്ഞിരിക്കുകയാണ്. ഇതിലാവുമ്പോ എങ്ങനെയാ കളേഴ്സ്? എനിക്ക് തോന്നുന്നു വൈറ്റിന് ഇതായിരിക്കും. സിംഗിൾ കളറിലാണ് വന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ. അപ്പൊ 4 പീസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത് 4 അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ഇതൊരു സിംഗിൾ ഷെയ്ഡ് അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതിലേക്ക് വേറെ കളർ ഓപ്ഷൻ ഇതൊന്നും വരുന്നില്ല. അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തതൊരു ബ്ലാക്ക്, നല്ലൊരു ഹെവി എംബ്രോയിഡറി വർക്ക് കണ്ടോ. നല്ല ഫുൾ എംബ്രോയിഡറി. അത് നല്ല ബ്ലാക്കിലെ ഒരു പ്രിറ്റി കളക്ഷനാണ് വരുന്നത് കേട്ടോ. ഇതില് ബ്രാസോരോ ദുപ്പട്ട വരുന്നത്. ഇതിലും എങ്ങനെ വാവ് മഞ്ഞ നോക്കിയ ദുപ്പട്ട, അതാ അതിനേക്കാളും അടിപൊളി കണ്ടോ. ബ്ലാക്ക് ബേസ് വരുമ്പോ അതില് കളേഴ്സ് ഇങ്ങനെ ദുപ്പട്ടയുടെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതില് 4 എണ്ണം എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ 2 എണ്ണം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് നേരിട്ട് വരാം, വീഡിയോ കോൾ ചെയ്തിട്ട് കളക്ഷൻസ് ഒക്കെ കാണാം. കടയിൽ നല്ല നല്ല കളക്ഷൻസ് കൊണ്ട് വെക്കുക. പെട്ടെന്ന് സെയിലായി പോണ ഐറ്റംസ് ആണ്. ഇത് വരുന്നത് പക്ക ക്രോഷ്യേര ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ആ ഒരു ദാമന്റെ പോർഷൻ കണ്ടോ. ഇതൊക്കെ ക്രോഷ്യേര ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോ ജോർജറ്റിന്റെ മെറ്റീരിയല്, അതും 2 ടോണിലാണ് വരുന്നത് കേട്ടോ. 2D സ്റ്റൈലിലാണ് വരുന്നത്. ദുപ്പട്ട പാൻറ് വരുമ്പോൾ ഈ കളറാണ് വരുന്നത്. ഇതിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല നല്ല കളർ ഷെയ്ഡ്സ് തന്നെ. ഓപ്പൺ ചെയ്താൽ ആ കളർ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അത്രയും നല്ല നല്ല ഷെയ്ഡുകളാണ് കണ്ടോ. ഷെയ്ഡ്സ് കണ്ടോ, നല്ലൊരു പ്രിറ്റി ഷെയ്ഡ്സാണ് വരുന്നത് കേട്ടോ. ടോട്ടൽ 4 എണ്ണം. എന്തായാലും ഏതെടുക്കുമ്പോൾ അതിൽ 2 അല്ലെങ്കിൽ 4 എന്തായാലും നിർബന്ധമാണ്. അത് എത്രയൊക്കെ ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് ചൂസ് ചെയ്താൽ മതി. അടുത്ത വിഷു വരെയാണ്. അപ്പൊ കുറച്ച് എല്ലാ ഫെസ്റ്റിവൽസിലുള്ളത് ഇവിടെ അവൈലബിൾ അല്ലേ. അതിൽ അടിയിലാണ് ഇതിന്റെ ഒരു പ്രിന്റ് കേട്ടോ. ഈ പ്രിന്റ് ഒന്നും അങ്ങനെ വാഷ് ചെയ്താൽ പോവാൻ ഒരു ചാൻസും ഇല്ല. അതില് ഓൺ ബ്രാൻഡ് ആയിട്ട് ചെയ്യണ ഐറ്റങ്ങൾ. വെറൈറ്റി പൊടവ. ഓർമ്മയുണ്ട്. പൊടവ ബ്രാൻഡിന്റെ ഇവരെ ഓൺ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതില് മെൻസ് വെയറും പിന്നെ മെൻസ് വെയറും അതുപോലെ ലേഡീസിന്റെ. മെൻസ് വെയറിൽ വരുമ്പോ ധോത്തീസ് വരുന്നത്. ധോത്തി വൈറ്റും ഓഫ് വൈറ്റും വരുന്നുണ്ട്. ലേഡീസിനാണെങ്കിൽ സാരീസ് അൺസ്റ്റിച്ചഡും പിന്നെ റെഡിമെയ്ഡ് കുർത്തീസ് അങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവർക്ക് പൊടവയില് തന്നെ. ഇത് ഫുൾ അതിന്റെ പല പല പ്രിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫുൾ വിഷു കളക്ഷൻ, വിഷു ബേസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് അല്ലേ. അത് വിത്ത് ദുപ്പട്ടോട് കൂടിയിട്ടല്ലേ ഇത് ഫുൾ വരുന്നത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ ഈ കാണിച്ചത് മൊത്തം. അടുത്തത് നോക്കിയേ. അടുത്തത് സെൽഫിലാണല്ലേ അതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. സെമി ടെസറിൽ ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബോക്സിന്റെ ഇങ്ങനെ ഡീറ്റെയിലിംഗ് വിത്ത് ദുപ്പട്ട. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആട്ടോ. ഇപ്പൊ കാണിക്കുന്ന മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അതിൽ നല്ല നല്ല കളേഴ്സും വരുന്നുണ്ട്. ഇതൊരു കളറായില്ലേ. ഇനി അടുത്തൊരു കളറ് ഗോൾഡില്
ഒക്കെ വെറൈറ്റി ബ്രാൻഡിൽ വരുന്നതാണ്. റേറ്റാണ് ഞാൻ നോക്കിയത്. ഈ റേറ്റ് MRP റേറ്റ്, അത് വിൽക്കാനുള്ള റേറ്റ് ആയിരിക്കും അല്ലേ? ഇത് വിൽക്കാനുള്ള റേറ്റ്. ഇത് വിൽക്കാനുള്ള റേറ്റാ. ഇത് ഇവിടുത്തെ റേറ്റ് അല്ല. ഇനി എവിടെയെങ്കിലും നിങ്ങൾ റേറ്റ് കണ്ടെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ റേറ്റ് അല്ല, അത് വിൽക്കാനുള്ള റേറ്റ് ആണ്. MRP പ്രൈസ്. നമുക്ക് ഇവിടെ അതിനേക്കാളും നല്ല കുറവിനായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സെമി ടെസറിൽ വരുന്ന കളക്ഷൻ. പിന്നെ വരുന്നത് നേരത്തെ കണ്ടത് നമ്മൾ ഗോൾഡിലായിരുന്നു, ബനാറസിയിൽ. ഇത് സിൽവറിൽ ടച്ച് വരുന്നത് അല്ലേ? ഇത് എംബ്രോയിഡറിയാ. പക്ഷെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ആ ഒരു ബനാറസി ഫീൽ ഉണ്ട്. അടുത്ത് വരുമ്പോൾ തുണി മാറി മൊത്തം ക്രഷാണ്. ശരിക്കും അവിടെ ദൂരത്തുനിന്ന് ആ ഒരു കവറിലിട്ട് വെക്കുമ്പോൾ അത് ഷിമ്മറല്ല ഫീൽ ചെയ്ത് കേട്ടോ. പക്ഷെ എടുത്തപ്പോൾ ഷിമ്മറാണ്. ക്രഷ് ഷിമ്മറിൽ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരിക. ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട്. അതിൽ വരുന്ന കളേഴ്സാണ് ഈ കളേഴ്സുകൾ. ഇതാ ഒരു കളറും കൂടി ഉണ്ട്, ഒരു വൈൻ ഷെയ്ഡ്. നല്ല കളേഴ്സാണ് കേട്ടോ. ഫുൾ ത്രെഡ് വർക്കാണ്. ഈ കാണുന്നതാണ് കളേഴ്സുകൾ. അപ്പോൾ ഇത് അതിന് കളേഴ്സ്. പിന്നെ വരുന്നത് എല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലേ? ഓർഗൻസയിൽ. ഓർഗൻസ് ഇത് കോൺട്രാസ്റ്റ് ആണ്. ഞാൻ ഇത് പിടിച്ചോളാം. ഇത് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി ദുപ്പട്ട കണ്ടോ. കോൺട്രാസ്റ്റ് 2D സ്റ്റൈല്. ബേസ് വരുമ്പോൾ ഇത് ബ്ലാക്ക് ആയിരിക്കും ടോപ്പ് വരുന്നത്. നമുക്ക് പാൻറ് വരുന്നത് യെല്ലോ ഷെയ്ഡ്. അങ്ങനെയായിരിക്കും കളക്ഷൻസ്. ഇതിൻ്റെ കളക്ഷൻ ഒക്കെ കോൺട്രാസ്റ്റ് അല്ലേ? ഇതിൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഇത് ഇത്ര ഷെയ്ഡ്സ് അവൈലബിളാണ്. ഒക്കെ കോൺട്രാസ്റ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് സ്റ്റിച്ചഡ് കേട്ടോ, ഓർഗൻസയിൽ. പിന്നെ വരുന്നത് പക്കാ കോട്ടൺ ചുങ്കിടിയിൽ അല്ലേ? രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ചുങ്കിടിയുടെ ടോപ്പും കലംകാരിയുടെ ബോട്ടം. അത് രണ്ടും കൂടിയിട്ടുള്ള ഫ്യൂഷനാണ് ദുപ്പട്ടയിൽ കാണുന്നത് കണ്ടോ. കലംകാരി വിത്ത് ചുങ്കിടി. അങ്ങനെ ഇതായിരിക്കും ലുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. ഇതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത്. ഇത്രയും കളേഴ്സ് അവൈലബിളാണ്. ഇതാ സുഹാഗ് ബ്രാൻഡ്. രണ്ടാമത്തെ ഒരു ബ്രാൻഡ് കേട്ടോ. നേരത്തെ കണ്ടത് മൊത്തം വെറൈറ്റി. ഇത് വരുന്നത് സുഹാഗ് ബ്രാൻഡിന്റെ. ഇടയിൽ പുടവ കാണിച്ചു, അത് വിട്ടുപോയി നമ്മൾ. അപ്പൊ 3 ബ്രാൻഡ് അൺസ്റ്റിച്ചഡിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? പുടവ, വെറൈറ്റി, പിന്നെ സുഹാഗ്, പിന്നെ ഒരു ദീപ്തിയും കൂടി ഉണ്ട് അല്ലേ അൺസ്റ്റിച്ചഡില്. അങ്ങനെ മൊത്തം 4 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇത് നോക്കിയേ, ദുപ്പട്ട ഫുൾക്കാരിയിലാണ് കേട്ടോ. ഫുൾക്കാരി ദുപ്പട്ട ഫുൾ. ഇതൊന്നും പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ വർക്കാണ്. ഫുൾക്കാരി ദുപ്പട്ട എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കേട്ടോ. കണ്ടോ ബ്ലാക്കില്. അപ്പൊ ബേസ് വരുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും. ദുപ്പട്ടയുടെ കളറ് മാറും, ബോട്ടത്തിന്റെ കളറും മാറും. ബോട്ടത്തിന്റെ കളർ ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ദുപ്പട്ട വരിക. അപ്പൊ ഇത് ഫുൾക്കാരി, അതും കുറച്ച് ഹെവി കൂടിയാണ്. അതെ, കൂടുതൽ അവിടെ ആണ് കൂടുതൽ അതിന്റെ കളക്ഷൻസ് വരുന്നത്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് എടുക്കൂ കുട്ടി വേഗം. യെസ്, നേരത്തെ കണ്ടത് നമ്മളെ വർക്ക് ഇല്ലാത്തതായിരുന്നു. ഇത് അതെ ഇതല്ലേ. പിന്നെ കുറച്ച് തിളക്കവും ഉണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടി വെയർ ഐറ്റം നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ. അപ്പൊ ഇതിന്റെ യോക്കിലാണ് ഇതിന്റെ ഫുൾ ഹാൻഡ് വർക്ക്സ് വരുന്നത്. ദുപ്പട്ട ഈ ഹാൻഡ് വർക്ക് നോക്കിയാൽ അതിനേക്കാളും അടിപൊളിയാ. നല്ല രസമായിട്ടുണ്ട് ഈ ഹാൻഡ് വർക്ക്. അങ്ങനെ ഹാൻഡ് വർക്ക് വേറെ വെറൈറ്റീസ് ആയിട്ട് വരും, ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ അത് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇത് ദീപ്തി അല്ലേ? ഇത് പുടവ. പുടവ. അപ്പൊ ഏതൊക്കെ നമുക്ക് കേരള ട്രഡീഷണൽ വേറെ കണ്ടു അതൊക്കെ പുടവ. ഇനി മാറില്ല അല്ലേ? അതിന്റെ ഡിഫറെന്റ് ഇതിന്റെ വർക്കുകൾ കേട്ടോ. ഇത് കണ്ടോ, ഹാൻഡ് വർക്ക്സ് ചെയ്തിട്ടുള്ളതാ. ഫുൾ ഹാൻഡ് വർക്ക്സ് ഓക്കിൽ വരുന്ന വർക്ക്. ഇനി ദീപ്തി. ഇതാണ് നമ്മുടെ 4ാമത്തെ ബ്രാൻഡ് ദീപ്തി. അത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൽ വരുന്ന പ്യുർ കോട്ടണിൽ കേട്ടോ. പ്യുർ കോട്ടണിൽ വിത്ത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട. ഇതിൻ്റെ കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സ് വരുമ്പോൾ 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കളേഴ്സ്. നല്ല കളേഴ്സ് അല്ല ഒക്കെ, നല്ല കളറുകൾ, നല്ല വെറൈറ്റി കളേഴ്സ്. അപ്പോൾ ഇത് ഫുൾ നമുക്കൊരു കോട്ടൺ, പക്ക കോട്ടണിൽ വരുന്ന കളക്ഷൻ. പേര് വരുന്നത് ദീപ്തി ബ്രാൻഡ് കേട്ടോ. 4ാമത്തെ ബ്രാൻഡാണ്. ഇത് പക്ക പട്ടില് പെടണത് അല്ലേ? ഫാൻസി ഫെമി. നമ്മൾ നേരത്തെ അവിടെ ഒരു എക്സ്ക്ലൂസീവ് സെന്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ നമ്മളിത് കണ്ടു. ആ ഒരു ബ്രാൻഡ്, ആ സെയിം ബ്രാൻഡ് തന്നെ ഒന്നുകൂടി പരിചയപ്പെടുന്നത്. അപ്പോൾ 5ാമത്തെ ബ്രാൻഡായി കേട്ടോ. അൺസ്റ്റിച്ചഡിൽ തന്നെ 5 ബ്രാൻഡ് അവൈലബിൾ ആണ്. അതിൽ ഇത് ഫെമി എന്നുള്ള ബ്രാൻഡാണ് വരുന്നത് കേട്ടോ.
ഇതില് ദുപ്പട്ട വരുമ്പോ ദുപ്പട്ട പ്ലെയിൻ ആയിരിക്കും, എന്നാലും അത് ഫുൾ വർക്കാണ്. ബോർഡർ വരുന്നുണ്ട്, ബോർഡറിലാണ് വർക്ക് വിത്ത് ടെസൽസ്. ഇതിന്റെ കളേഴ്സ് ബ്ലാക്ക്, റെഡ്, മറൂൺ. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ടും മറൂൺ തന്നെയാണ്, പക്ഷെ രണ്ടും ഡിഫറെന്റ് ടൈപ്പുള്ള മറൂണാണ്. രണ്ടും ഡിഫറെന്റ് മറൂണാണ്. ഇതൊരു റെഡിൽ പെട്ട മറൂൺ, ഇതൊരു കുറച്ച് ഡാർക്ക് ബ്രൗണിൽ പെട്ട മറൂണാണ് വരുന്നത് കേട്ടോ. എന്തായാലും ഇത് അടിപൊളിയാണ്. ഇനിയാണ് നമ്മുടെ പ്യുർ ജോർജറ്റിൽ വരുന്ന കളക്ഷൻ. പ്യുർ ജോർജറ്റിൽ വെറൈറ്റി ബ്രാൻഡിന്റെ ക്രഷ് ജോർജറ്റ് കേട്ടോ. ക്രഷ് ജോർജറ്റിൽ ഇതാണ് വർക്ക് വരുന്നത്. ലേസ് വർക്ക് ഫുൾ ഓവറോൾ അടി വരെ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ജിഗ്ജാക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് വേണമെന്ന് അത് യൂസ് ചെയ്യാനും കംഫർട്ടബിൾ ആണ്. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയൽ. നല്ല നല്ല കളർ അല്ലേ. എന്നാൽ സട്ടലായിട്ട് നിൽക്കുന്ന ഷെയ്ഡുകളാണ് ഒക്കെ വരുന്നത്. ഫുൾ ഹെവി പീസ്. ഇത് ക്രഷ് ജോർജറ്റിൽ. ഇനി വരുന്നത് സൂപ്പർ മെറ്റീരിയൽ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ ഈ മെറ്റീരിയൽ ഒക്കെ. ഇതിലൊക്കെ ലൈനിങ് ഉണ്ടാവില്ലല്ലോ. ലൈനിങ് ഇത് ബോട്ടം അല്ലേ? അല്ല, ചിലതിൽ മാത്രമേ ലൈനിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് യോക്കിലത്തെ വർക്ക് കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടുണ്ട് അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് എടുത്തറിയില്ല. എന്നാൽ ചെറുതായിട്ടൊരു മിറർ വർക്ക് നമുക്ക് ഫുൾ ഓവറോൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളേഴ്സാണ് ഈ കാണുന്നത്. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കേട്ടോ. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഷെയ്ഡ് കേട്ടോ, ഈ ഓറഞ്ച് ഇതൊക്കെ സൺസെറ്റിന്റെ ഷെയ്ഡ്. പിന്നെ അടുത്തത് ഹാൻഡ് വർക്ക്. ഇത് നിങ്ങളുടെ ഓൺ ഹാൻഡ് വർക്ക് തന്നെയല്ലേ വരുന്നത്? ആ, ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുക. അപ്പോൾ ഇത് ബ്രാൻഡ് വെറൈറ്റി അല്ലേ, ഹൈലൈറ്റ് അല്ലേ? ആ, ക്രോഷിയർ ലേസിന്റെ ക്രോഷിയർ വർക്ക്, ലേസിന്റെ വർക്ക് വരുന്നുണ്ട്. നടുക്കില് സീക്വൻസ് വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക്. അതിന്റെ കളേഴ്സ് വരുമ്പോ വൈൻ ഷെയ്ഡ്. അപ്പൊ ഈ ഹാൻഡ് വർക്കും ഇവരുടെ ഓൺ തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽസും ഓൺ തന്നെയാണ്, ഹാൻഡ് വർക്ക് ഓൺ തന്നെയാണ്, ബ്രാൻഡും ഓൺ തന്നെയാണ്. ഓൺ ബ്രാൻഡിൽ ചെയ്യുന്നതാ. ക്രഷ് ഇപ്പൊ ഇത്തിരി കൂടുതൽ നിൽക്കുന്നുണ്ട് അല്ലേ, മൂവിങ് വരുന്നത്. ആ, ഇത് കോൺട്രാസ്റ്റിലാട്ടോ ക്രഷ് മെറ്റീരിയലില് വരുന്നത്. ഇതിൽ വർക്ക് വരുന്നുണ്ട്. ഇത് ഫുൾ ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് അല്ല, കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ്. അത് എന്താ പറയുക, ത്രെഡോട് ചെയ്തിട്ടുള്ള കൈകൊണ്ടുള്ള ഹാൻഡ് വർക്കാണ്. അതുപോലെ തന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ട വൺ സൈഡാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. വൺ സൈഡാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് പോലെ നമുക്ക് തോന്നിക്കണം, പക്ഷേ ഫുൾ ഹാൻഡ് കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അതിൻ്റെ കളേഴ്സ് നോക്കിയാൽ നല്ല നല്ല കളേഴ്സ്. ഇതിൽ 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണം ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ കളേഴ്സ്. ഇതാ ഇത്ര കളേഴ്സ് അവൈലബിളാണ്. അപ്പോൾ ഈ 5 കളർ മൊത്തം എടുക്കണം. 4 ഉണ്ടെങ്കിൽ 4 മൊത്തം എടുക്കണം. 3 ആണെങ്കിൽ 3 എടുക്കണം. 8 ആണെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഏത് ചോയ്സ്? എന്ന് വെച്ചാൽ 8 കളർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് 4 എണ്ണമായിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ 5 ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ എടുക്കണം. ഇതിവിടെ തീരില്ല. തീരാനേ അതന്നെ ഇത് ഇവിടെ തീരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു കളക്ഷൻസിലേക്ക് പോകാം. ഇനി നമുക്ക് എങ്ങനെ പോട്ടെ? അങ്ങനെ. അപ്പൊ ശരി, അപ്പൊ ബൈ. ഈ ഒരു സെക്ഷൻ ഫുൾ റെഡിമെയ്ഡ് കൗണ്ടറിന്റെ സെക്ഷനാണ്. റെഡിമെയ്ഡ് മീൻസ് റെഡിമെയ്ഡ് ചുടിദാർ, അതിൽ 2 പീസ് 3 പീസ് സിംഗിൾ പീസ് അങ്ങനെ. അപ്പൊ ഇവിടുത്തെ ചേച്ചിയാണിത്. ഹായ് ചേച്ചി, പെട്ടെന്ന് സാധനങ്ങൾ കാണിച്ചു തന്നെ നമുക്ക്. ഇത് എന്തൊക്കെയാ വെറൈറ്റീസ് ഉള്ളത്? ഇത് റോമൻ സിൽക്കിന്റെ കുർത്തിയാണ്. M തൊട്ട് XXL വരെ വരും. അത് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അതാണ് M2 XXL എന്ന് പറയുന്നത്. അപ്പൊ എടുക്കുമ്പോൾ ഹോൾസെയിൽക്കാർക്ക് അറിയാം, എന്നാലും പറയാണ് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റ്. സെയിം കളർ, സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ. ഇതെല്ലാം റോമൻ സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ആണ്. പല ഡിസൈൻസ്, പല യോക്കിൽ വരുന്ന വർക്കുകൾ ഒക്കെ എംബ്രോയിഡറി വർക്കിന്റെ നല്ല നല്ല വെറൈറ്റീസ് ആട്ടോ. അത് യോക്കിൽ അടിപൊളി നെക്കിൽ വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ റോമൻ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സിംഗിൾ കുർത്തീസ് ആണ് വരുന്നത്. കണ്ടോ, നല്ല നല്ല കളക്ഷൻസ് അല്ലേ? ഇതും നല്ല കളക്ഷനാണ്. ഇതൊക്കെ റോമൻ സിൽക്കാ? എല്ലാം റോമൻ സിൽക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് നെറ്റ് കോട്ടയിൽ തന്നെയാണ്. നെറ്റ് കോട്ടയിൽ എംബ്രോയിഡറി വർക്ക് കേട്ടോ. സൈസ് അത് തന്നെ M2 XXL. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, ഒരു തവണ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏകദേശം എന്താ ഐഡിയ എന്നുള്ളത്. ഇത് ഫുൾ എംബ്രോയിഡറിയിൽ വരുന്ന വർക്കുകൾ കേട്ടോ. പിന്നെ ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഇത് കളേഴ്സ് അല്ലല്ലോ വരെ സെയിം ഇല്ല, ഒരു കളർ തന്നെ 4 സൈസ്. അപ്പൊ അങ്ങനെ 4 കളേഴ്സ് ഇപ്പൊ ഉണ്ട്. ഈ 4 കളേഴ്സ് അങ്ങനെ എടുക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഫുൾ നമുക്ക് കുർത്തീസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഏതാ ബ്രാൻഡ്? ഇത്
ഇത് ഇത് നമ്മുടെ ബ്രാൻഡ് തന്നെ. ഇത് സാധാ ബ്രാൻഡിൽ വരുന്നത്. നിങ്ങളുടെ ഈ ബ്രാൻഡ് വരുന്നത് മെവാനോ വരുന്നുണ്ട്, വിവാനോ വരുന്നുണ്ട്, പിന്നെ ദീപ്തി വരുന്നുണ്ട്. അതാണ് ഇവരുടെ റെഡിമെയ്ഡിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കോട്ട് സെറ്റുകളും കാണിക്കാം. കോട്ട് സെറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അതിന് വിത്ത് പാൻറ് അടക്കം വരുന്ന ഒരു കളക്ഷൻ. ഇങ്ങനെ ഇത് കോട്ട് സെറ്റിന്റെ ഇതും M2XXL ഇതും സെയിം തന്നെ, അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കോട്ട് സെറ്റും ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കാണ്. അതിൽ നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫുൾ എംബ്രോയിഡറിയുടെ നല്ല നല്ല വർക്ക്സ്. എന്താ പ്രിറ്റിയില്ല, അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ പ്രിൻറ്റ്സ് ഒക്കെ എംബ്രോയിഡറിയിലെ ഫിനിഷിങ് നോക്കുക, അതിൻ്റെ എന്താ രസം ഫിനിഷിങ് ഉണ്ടോ. അതുപോലെ ഇതൊക്കെ ഏതെടുത്താലും നമുക്ക് സൈസ് മീഡിയം ടു XXL സൈസ്, മീഡിയം ലാർജ് XL XXL അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഹോൾസെയിലാണ്, കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, റീറ്റെയിൽ ഇല്ല. പിന്നെ ഇത് നോക്കിയാൽ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഷെയ്ഡ്, ഇതിന് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. വൺ സൈഡ് ഇങ്ങനെ ഫുൾ സൂപ്പർ. അതേപോലെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ അടിയിലും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൻറ്റിലും ലൈനിങ്ങും ഉണ്ട്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് സൈഡിൽ പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ത്രൂ ആയാലും. അപ്പോൾ സമയം എത്ര മണി തൊട്ടാണ് ഷോപ്പിൽ? നമുക്ക് 9:30 തൊട്ട് ഒരു 7:30 വരെ. 7:30 വരെ. സൺഡേ ഇപ്പോൾ സീസൺ സമയം ആയതുകൊണ്ട് സൺഡേ ഓപ്പൺ ആയിരിക്കും. അല്ലാത്ത സമയത്താണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. ഫെസ്റ്റിവൽ സമയത്ത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇവിടെ പോകുന്നോ എവിടേക്കാണ് നമ്മുടെ എറണാകുളത്ത്, അതും ബ്രോഡ്വേയിൽ കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റില് ഹക്കോബയിൽ കേട്ടോ, അതും ജയ്പൂരി സ്റ്റൈലില്. എന്താ രസല്ലേ. ഇത് ദീപ്തി ബ്രാൻഡാണ് നമ്മുടെ ദീപ്തി ബ്രാൻഡ്. ദീപ്തി ബ്രാൻഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ നല്ല നല്ല കളക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫെസ്റ്റിവലാണ്, വീട്ടിലിരിക്കാൻ അങ്ങനെ തോന്നില്ല, ഇറങ്ങിക്കോ ഇവിടെ വീട്ടിൽ നിന്ന്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഫുൾ ഹക്കോബയിലാട്ടോ. ഹക്കോബയിൽ ഇങ്ങനെ സട്ടലായിട്ടുള്ളതുണ്ട്. ഷിഫോണില് പറഞ്ഞോ, അംബർല വീനെക്ക് വർക്ക് വരുന്നത്. അതിന്റെ കളക്ഷൻസ് ഉണ്ട്. അതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി പോയി. ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ അല്ലേ വരുന്നത്. ഇനി ഇതിൽ തന്നെ ഇത് രണ്ടും സെയിം അല്ലേ? ഇത് വർക്ക് സിമ്പിൾ ടൈപ്പ്, ഇതെല്ലാം ഇത് ഇപ്പോൾ തെളിവായിട്ടോ ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണെന്നുള്ളത്. ഈ മെറ്റീരിയൽ സെയിം ആണ്, പക്ഷേ ഇതിന്റെ ഫ്രണ്ടിലത്തെ വർക്ക് ഡിഫറെൻ്റ് ആണ്. ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ആലിയ കട്ട് സ്റ്റൈലിലാണ് വരുന്നത്, അതും ഹാൻഡ് വർക്ക് മിറർ വർക്കോട് കൂടിയിട്ട്. ഇതും നോക്കിയാൽ വീനെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നത്. അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസ് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ വിവാനോടെ കേട്ടോ, വിവാൻ്റെ തന്നെ കോട്ടൻ്റെ ഡെയിലി വെയർ കളക്ഷൻസ്, ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. കോട്ടണിൽ നല്ല നല്ല കാന്ത പ്രിന്റിൽ വരുന്നുണ്ട്, ജയ്പൂരി സ്റ്റൈലിൽ വരുന്നുണ്ട്, ജയ്പൂരി പ്രിന്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിംഗിൾ കുർത്തീസ് ആണ് വരുന്നത് കേട്ടോ. ഇതിലും സൈസസ് വരുമ്പോൾ മീഡിയം ലാർജ് XL XXL അല്ലേ, അങ്ങനെ കോട്ടണിൽ കേട്ടോ. സൂപ്പർ അല്ലേ, അടിപൊളി കണ്ടോ. കോട്ടണിൽ വിത്ത് ലൈനിങ് ആണ്, അതും കൂടി നോട്ട് ചെയ്യണം അല്ലേ. വിത്ത് ലൈനിങ്. ചില കോട്ടൺ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതൊക്കെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. എ ലൈൻ സ്റ്റൈലിൽ വരുന്നുണ്ട്, ബട്ടൺ ഫ്രണ്ടിൽ വരുന്നുണ്ട്, കോളർ നെക്ക് വരുന്നുണ്ട്, റൗണ്ട് നെക്ക് വരുന്നുണ്ട്, പോക്കറ്റിൽ അങ്ങനെ. അപ്പൊ ഇത് ഫുള്ള് വരുന്നത് നമുക്ക് കോളർ നെക്കിൽ സൈഡിൽ പോക്കറ്റ് ആയിട്ട് ജസ്റ്റ് കുർത്തിയായിട്ട് യൂസ് ചെയ്യണ്ട, സിംഗിൾ ആയിട്ട് ഒരു ഡ്രസ്സ് പോലെ ഇട്ട് ഇങ്ങനെ നടക്കാം. പാന്റ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് അതിൽ വേറെ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കോട്ടന്റെ. ഇത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് നമ്മൾ കൂടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ, സ്ലീവ്ലെസ്. ഇപ്പൊ ഒരുവിധം എവിടെ നോക്കിയാലും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കോളറും ഇങ്ങനെ ഒന്നും പാൻറ്റൊന്നും വേണ്ട, ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഷോർട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കാം. അതിന്റെ നല്ല നല്ല പ്രിന്റ്സ് അവൈലബിൾ ആണ്. അതും കാന്തയിൽ വരുന്നുണ്ട്, ജയ്പൂരി സ്റ്റൈലിൽ വരുന്നുണ്ട്, വിവാനോ ബ്രാൻഡിന്റെ കേട്ടോ ഇവരുടെ കുർത്തീസ് ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കുള്ള സ്ലീവ് ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ ഇനി നമുക്ക് ത്രീ പീസിൽ നോക്കുകയാണെങ്കിൽ ഇത് സെൽഫ് ഡിസൈൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. സെൽഫ് ഡിസൈൻ ഉണ്ടല്ലേ, സെൽഫ് ഡിസൈൻ ഉണ്ട്, കോട്ടണും കൂടിയാണ്. സെൽഫ് ഡിസൈൻ ആണ്, കോട്ടൺ ആണ്, അതിൽ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഷോള് ഇതൊന്ന് എന്റെ മേത്തേക്കൊന്ന് ഇട്ടാ, ഷോള് ഉൾട്ട ഇങ്ങനെ. എന്നാലും അതിന്റെ ഇതിന്റെ കറക്റ്റ് ലുക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കാണിക്കണം. കണ്ടോ എന്ത് രസമല്ല വർക്ക്, അതിന്റെ ഫുൾ വർക്കോട് കൂടിയിട്ടല്ലേ. ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ. 3 പീസ് കളക്ഷൻ കേട്ടോ. എന്തായാലും മെറ്റീരിയൽ അടിപൊളിയാണ്. പിന്നെ ഹാൻഡ് വർക്കിൽ വരുന്നതാണ് ഇത്. നോക്കിയാൽ ഹാൻഡ് വർക്ക് പാർട്ടി വെയർ, ചന്ദേരി സിൽക്കിൽ, അതും പാർട്ടി വെയർ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട ടട്ടു ടോണിൽ വരുന്ന കളക്ഷൻ. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് കയ്യിലെടുത്ത് കുറച്ച് നമ്മൾ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഹാൻഡ് വർക്കിലും റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ റെഡിമെയ്ഡിൽ നമുക്ക് സ്ലീവിൽ നല്ല വർക്കാണല്ലോ.
കണ്ടോ സ്ലീവിൽ വർക്ക് ഉണ്ട്, ഓർഗൻസ ദുപ്പട്ടയും വരും. ഇതാ സ്ലീവിൽ അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്, അതും എംബ്രോയിഡറി വർക്കാണ് വിത്ത് നല്ലൊരു ഓർഗൻസ ദുപ്പട്ട. ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ വരുന്നത്. അതുപോലെ കാല് പ്ലെയിൻ ആണല്ലേ, പ്ലെയിൻ ആണ് വരുന്നത്. ഡിജിറ്റൽ ദുപ്പട്ട. ഇത് നോക്കിയ ആപ്ലിക് വർക്ക് അല്ലേ, ആപ്ലിക് വർക്ക്, വീനെക്ക് ആപ്ലിക് വർക്ക്. അതുപോലെ സ്ലീവിൽ നോക്കി, ഇതൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഷോപ്പിൽ വെക്കേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് സെയിലായി പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു വൺ സൈഡ് ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ആ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു ഒറ്റ കളറിലല്ലേ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 3-4 കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പാറ്റേൺസ് കാണിക്കുന്നത് അതിന്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഹെവി മിറർ അല്ലേ, മിറർ ഹെവി റോമൻ സിൽക്കിൽ വരും അത്. ഇത് ഹെവി മിറർ. അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിലും മിറർ വർക്ക് വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ട, അതും ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ആ ഒരു ദുപ്പട്ടയിൽ വരുന്നത്. അപ്പൊ കോൺട്രാസ്റ്റ് നല്ല രസല്ലേ. എങ്ങനെയുണ്ട് ചേച്ചി ഭംഗിന്റെ? വെറൈറ്റി ആണ്, കൂടുതൽ ചോദിച്ചു പോണത് ഈ വീനെക്ക് മോഡൽ, ഈ മോഡലാണ് വരുന്നത് അല്ലേ. ഇത് കുറച്ച് കളർ സെലക്ഷൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ കളേഴ്സ് അല്ലേ. ഏതെടുത്താലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി അതിനുണ്ട് കേട്ടോ. അത് ഹെവി ഫുൾ ഒറിജിനൽ മിറർ ആട്ടോ ഈ കാണുന്നത്, ഒറിജിനൽ മിറർ. അതുപോലെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും പറയാണ്, സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് വരാം. ഡയറക്റ്റ് വരുമ്പോൾ എന്താ വെച്ചാൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ. പിന്നെ ഇവിടെ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീണ്ടും പറയാണ്, ഇത് എറണാകുളമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലത്തേക്കും പോവാം. അപ്പം അങ്ങനെ 2 ഷോപ്പ് നിറയെ, അതും 60,000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ബിഗ് ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു ദുപ്പട്ട കേട്ടോ. ഇത് നോക്കിയാൽ ഹക്കോബയിൽ ഫുൾ ഡിജിറ്റൽ, അത് ഹക്കോബയിൽ ഡിജിറ്റൽ വിത്ത് ദാമൻ. അതുപോലെ 2 ടോൺ ആയിട്ട്, 2 ടോൺ മീൻസ് 2D സ്റ്റൈലിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. നല്ല കളർ അല്ലേ, മഞ്ഞ ഇപ്പൊ കൂടുതൽ പോകുന്നുണ്ട്, ഹൽദിക്ക് വേണ്ടിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അല്ലേ, മാമ്പഴ കളറ്. ഇതേ കളക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ തന്നെ ഒരു ദിവസത്തേക്കുള്ളത് ഉണ്ടാവും, അത്രമാത്രം ഉണ്ട് കളക്ഷൻസ്. നോക്കിയേ ഇത്. ഓ ബ്ലാക്ക് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് അല്ലേ. ബ്ലാക്ക് മോഡൽ, സെമി മോഡല് വിത്ത് ദുപ്പട്ട. ഇത് 3 പീസ് ആണ് കേട്ടോ വരുന്നത്, സെമി മോഡല്. ഇതല്ല, ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം നമുക്ക് ഫുൾ കുർത്തീസ്. ഇനി കുറച്ചുകൂടി കാണിക്കാനുണ്ടായിരുന്നു, കാണിക്കാൻ കുറച്ചുകൂടി അല്ല, കുറച്ച് കൂടുതൽ കാണിക്കാണ്ട് എത്തൊക്കെ ഇപ്പൊ കാണിച്ച് തീർക്കൂല ചേച്ചിയെ. ഇത് സിംഗിൾ എ ലൈൻ ആയിട്ട് വരുന്ന കോട്ടണില്, അതിന്റെ യോക്ക് നോക്കി അടിപൊളി. ഇതൊക്കെ ഇവരുടെ ഓൺ മാനുഫാക്ചേഴ്സ് ആണ് കേട്ടോ, ദീപ്തി ബ്രാൻഡിൽ ചെയ്യുന്ന ദീപ്തി ബ്രാൻഡിൽ ചെയ്യുന്ന. ആ കെട്ട് തന്നെ ഇതിലത്തെ ഒരു കെട്ടിലത്തെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കളക്ഷൻസ് തന്നെ. ഇനിയും കളക്ഷൻസ് അതേ ചേച്ചി അവിടെ നിങ്ങളുടെ വാരി കൊണ്ടുവരാണ്, ഇഷ്ടം പോലെ കെട്ട് കാണിക്കാൻ. കോട്ടണിൽ വന്ന വീനെക്ക് മോഡൽ വന്നത് ദീപ്തിയില് അല്ലേ, ദീപ്തിയില് ഇതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ കളറാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ചേച്ചി ഇങ്ങനെ എടുത്തുകൊണ്ട് വെറൈറ്റി ചോദിച്ചാൽ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റി ബ്രാൻഡ് ഉണ്ട് അല്ലേ. അതെ, ഇപ്പോഴത്തെ മോഡല് സെന്ററിൽ മാത്രം പ്ലേറ്റ് വന്നത്. ആഹാ അടിപൊളിയാണല്ലോ. ഇത് ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ, എന്ത് രസമല്ലേ. ഞാൻ കണ്ടിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അയ്യോ എന്ത് രസമാണ് നോക്കിയേ, സൂപ്പർ ആയിട്ടില്ലേ. അതും മെറ്റീരിയൽ അടിപൊളിയാണ്, അതിന്റെ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫീൽ ചെയ്യുക. ഇതൊക്കെ പാന്റോട് കൂടിയിട്ട് പാന്റ് ഇല്ല, ഓൺലി കുർത്തി മാത്രം. അത് മതി, പാന്റ് കൊടുക്കണ്ട. കംഫർട്ടബിൾ ഇത് ഇങ്ങനെ ഇടുന്നതാണ് ഇതിന്റെ ഒരു സ്റ്റൈൽ കേട്ടോ. ഇത് സിംഗിൾ ഒരു ഡ്രസ്സ് പോലെ ആയിട്ട് ഇടാൻ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അതിന്റെ തന്നെ ഒരു സ്ലിറ്റ് മോഡൽ. ഇതാകുമ്പോ ഫ്രില്ല് തന്നെ, ഇതാകുമ്പോ ഒരു ഫ്ലീറ്റ് വരുന്നുണ്ട്. ഫ്ലീറ്റ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിലായാലും നമുക്ക് യൂസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ് കംഫർട്ടബിൾ, മൊത്തത്തിൽ ഇവിടെ നല്ല തുണിയുണ്ട്, അപ്പൊ അത്യാവശ്യം കംഫർട്ടബിൾ കൂടും. അതിന്റെ തന്നെ ഇപ്പൊ അങ്ങനെ വേണ്ട നമുക്ക് ഈ ഒരു മോഡൽ വേണമെന്ന് വെച്ചാൽ ഈ ഒരു മോഡലും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ സെയിം ആ ഒരു കംഫർട്ടബിൾ മെറ്റീരിയൽ വരുന്ന റയോണിൽ തന്നെ വന്നത് സെന്ററിൽ പ്ലേറ്റ്. ഇത് വേറെ. ഓ എന്താ രസമല്ലേ, അത് നല്ല ഭംഗിയില് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വർക്ക്, ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ. സിംഗിൾ ഒരു കുർത്തിയാണ് കേട്ടോ. സിംഗിൾ കുർത്തി വേണോ, 2 പീസ് വേണോ, 3 പീസ് വേണോ, കോട്ട് സെറ്റ് വേണോ, ഡ്രസ്സസ് വേണോ, അതിന്റെ ഇപ്പൊ ഈ കാണിച്ചതിന്റെ കളേഴ്സ് അല്ലേ, വീനെക്കിന്റെ കളർ ചേഞ്ചുകൾ. ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള കളേഴ്സ് എടുത്താൽ മതി, അങ്ങനെ എല്ലാം എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തെടുക്കാം. അതെടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അതൊരു ഒറ്റ കെട്ടായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ലൂസ് അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ വലിക്കാൻ പറ്റില്ല. വന്ന് കാണാം, കണ്ട് അത് ഫുൾ സെറ്റ് അങ്ങനെ തന്നെ എടുക്കാം അല്ലേ. ഇത് എന്തിന്റെ സംഭവം? ഇതും ദീപ്തിയിൽ തന്നെ വന്നത്. നമ്മൾ വർക്ക് ചെയ്തിട്ട്
റയോണില് അല്ലേ? റയോണിന്റെ അംബ്രല ടൈപ്പ്, അംബ്രേല സ്റ്റൈലില്. ഇത് ഫുൾ ഇങ്ങനെ നന്നായി ഫ്ലീറ്റ് ഇട്ടിട്ട് നല്ല തുണിയോട് കൂടിയിട്ട് നല്ല ഇത് റയോണിന് അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ടബിൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ റയോണിൽ ഇങ്ങനെ അനാർക്കലി സ്റ്റൈലില് ഫ്രിൽ വർക്ക് വരുന്നത്. ഇത് വർക്ക് ഉള്ളതാണെങ്കിൽ ഇത് വർക്ക് ഇല്ല. റയോണിന്റെ ഡോറി ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഫുൾ ഇങ്ങനെ ഷേപ്പ് അടിക്കും. ഇങ്ങനെ ഈ രണ്ട് വള്ളി വരിക്കും, രണ്ട് സൈഡ് ഇങ്ങോട്ട് വലിക്കാം. ആഗ്രഹമൊക്കെ ഉണ്ട് അതുപോലെ ആവണമെന്ന്, രണ്ട് സൈഡൊക്കെ വലിക്കുമ്പോൾ ഷേപ്പ് ആവണമെന്ന്, പക്ഷെ നടക്കില്ല. അപ്പൊ അങ്ങനെ ഷേപ്പിലിട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഡോറിയൊക്കെ ഉള്ള അതിന്റെ കളക്ഷൻസ്. ഇതിന്റെ അല്ലേ കളേഴ്സ് അല്ലേ? ഇത് ഈ ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. റോമൻ സിൽക്കിൽ വർക്ക് വരുന്നത്, വർക്ക് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള വർക്ക്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത്. ചെറിയ ചെറിയ ഇങ്ങനെ ഡോബീസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? സെൽഫ് വർക്ക് കൊടുത്തിട്ട് വന്നിട്ട്. ആ അപ്പൊ ഇങ്ങനെ ഇനിയും ഉണ്ട് കളക്ഷൻസ് കാണിക്കാനായിട്ട്. നമുക്ക് ഇനി അടുത്ത ഒരു കളക്ഷനിൽ കടക്കണം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുക, ഇത് തീരില്ല. ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് തീരില്ല, പക്ഷെ നമ്മളിവിടെ നിന്ന് നിർത്തി പോണം, അതാണ്. അപ്പൊ അടുത്തേക്ക് പോവാം നമുക്ക്. ഇത് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കേട്ടോ. അതും ഇതൊക്കെ ഫ്രീ സൈസസ് ആ വരുന്നത്. ഇത് സൈസ് വരുന്നത് 34 തൊട്ട് 40 വരെ, 34, 36, 38, 40. അങ്ങനെ 4 എണ്ണത്തിന്റെ കെട്ട് എടുക്കേണ്ടത്, കെട്ടായിട്ട് എടുക്കണം. അത് സൈസ് ബേസ് ആയിട്ടാ വരുന്നത്. അങ്ങനെ അപ്പൊ ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് വിത്ത് പാഡഡ് ആയിട്ടാ വരുന്നത്. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ്. ഇതൊക്കെ നോക്കിയേ, ഫുൾ കോട്ടന്റെ വരുന്നുണ്ട്. അങ്ങനെ പല പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ അത് വിഷുവിന്റെ കളക്ഷൻ അല്ലേ? അത് വിഷുവിന് കളക്ഷൻ ആയിട്ട് വന്നേക്കണത്. സ്ലീവില് ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കണത്, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് സ്ലീവില് സെയിം ഡിസൈൻ തന്നെ വരുന്നത്. അവിടെ നിന്ന് നിവർത്തി കാണിച്ചോ, അവിടെ നിന്ന് നിവർത്തി കാണിച്ചേ. ആ ഇത് ഇങ്ങനെ വിഷുവിന്റെ അല്ലേ? അതും സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണല്ലോ. ഇതൊക്കെ നല്ല പ്രിൻസസ് കട്ടിൽ വരുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലേ? ആ ഓക്കെ. അപ്പൊ അത് അങ്ങനെയായ ഇത് ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. ഇത് സെൽഫിൽ വരുന്നതാണ്. ഒരു സെൽഫ് ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും വിത്ത് പാഡഡ് ആണ് വരുന്നത്. അപ്പൊ ഇത് ഫുൾ ബ്ലൗസിന്റെ ഇത് കണ്ടോ, ഇത്രയധികം കളക്ഷൻസ് ഉണ്ട്. ഇത് നോക്കി, ഇത് ഫുൾ വർക്കാണ്. ഇതൊക്കെ ഫ്രീ സൈസ് ആയിട്ടാ വരുന്നത്. ഇതിന് സൈസസ് ഉണ്ടാവില്ല. നേരത്തെ സൈസസ് വരുന്നത്. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ് ഇത് മാത്രമല്ല കേട്ടോ. അതായത് ഈ കാണുന്നത് മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടോ, എന്തോരം സ്റ്റോക്ക് ആയിരിക്കുന്ന. അപ്പൊ അടിയിലും മുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസസ്. അപ്പൊ ഇനിയിപ്പോ ഫെസ്റ്റിവൽ വരാണെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാന്നല്ലേ. പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിൽ ഇങ്ങനെ വർക്കുള്ളത്, പ്ലെയിൻ ബ്ലാക്ക് എടുത്തേ, ഇതേ പ്ലെയിൻ ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെ, ഇങ്ങനെ വർക്ക് വേണമെങ്കിൽ വർക്ക്, അതൊക്കെ വന്ന് ചൂസ് ചെയ്യാം. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ്. അത് കൂടാണ്ട് നമുക്ക് സ്ട്രെച്ചബിളുടെ ഈ സൈഡാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് ഫുൾ ഈ സൈഡായിരിക്കണം അല്ലേ? ഇതെല്ലാം സ്ട്രെച്ചബിൾ സൈസ്. ഇവിടെ ഈ സൈഡ് ഫുള്ള് സ്ട്രെച്ചബിളുടെ. അപ്പൊ ബനിയൻ സ്റ്റഫ് ലൈക്ര അതിന്റെ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ലൈക്രയിൽ വരുന്നതാട്ടോ. ഇത് നമുക്ക് സൈസ് വരുന്നത് L, XL, XXL, പിന്നെ കുറച്ച് വലിയ സൈസ് ചോദിക്കണുണ്ട്. നമ്മള് XXL കൂടി ചെയ്യുന്നുണ്ട്. XXL വരെ ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിഞ്ഞങ്ങനെ നമ്മുടെ ദേഹത്തോടെ ഇങ്ങനെ കിടന്നോളും. പിന്നെ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം. ഡിസൈൻ അത് എങ്ങനെയാ? അതുപോലും 4 പീസ് എടുക്കണം അങ്ങനെയല്ല? അങ്ങനെയല്ല, നമുക്ക് കളർ ഇഷ്ടമുള്ള അനുസരിച്ച് അത് സ്ട്രെച്ചബിൾ കേട്ടോ. മറ്റേലും അങ്ങനെ പറ്റില്ല, അത് സ്റ്റിച്ചഡ് ആണ്. അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻസ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയൽ അല്ലേ? നല്ല സ്ട്രെച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മെറ്റീരിയൽ നല്ല. ചിലത് സ്ട്രെച്ച് ആകുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെയൊക്കെ നോക്കിയാൽ അപ്പുറത്തേക്ക് കാണാം. ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് കണ്ടോ. അതിന്റെ പല പല ഇതിൽ വരുന്ന കളക്ഷൻസ് ആണ് സ്ട്രെച്ചബിൾ. ഇതൊക്കെ ഫുൾ തിളക്കുള്ള സംഭവം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പാവടയുടെ കൂടെ ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ മോഡൽസ് ഡിസ്പ്ലേ അതെ ഡിസ്പ്ലേ മുകളിൽ കണ്ടോ ഫുൾ ഡിസ്പ്ലേ വെച്ചിരിക്കണത്. ഇത് ഫുൾ സ്ട്രെച്ചബിളുടെ അല്ല വരുന്നത്? സ്ട്രെച്ചബിളുടെ. ഇതിൽ കുറച്ച് ഡിസ്പ്ലേ ആളും വേഗം മുകളിൽ നിന്ന് എനിക്ക് എടുത്ത് തന്നത്. ഇതൊക്കെ നോക്കി ചേച്ചിയെന്ന് പറയട്ടെ കണ്ടോ. ഇട്ട് വരുമ്പോൾ ലുക്കായിരിക്കുന്നത്. ഫുൾ റെഡിമെയ്ഡ് ബ്ലൗസസിന്റെ മോഡൽസ് കേട്ടോ. അപ്പൊ ഇതൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിഷുവിന്റെ സമയത്തേക്ക് യൂസ് ചെയ്യാൻ. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ്. പാക്കിങ് ഇങ്ങനെയാ വരാം അല്ലെ? ഇത് ഫുൾ പാക്കിങ് ഇങ്ങനെയായിരിക്കും വരാം കേട്ടോ. അപ്പൊ അത് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയണത്. അപ്പൊ നേരിട്ട് വരാം. അതുപോലെ ഇനി നമുക്ക് 3XL റെഡിമെയ്ഡ് ബ്ലൗസ് കേട്ടോ. 3XL സാധാരണ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വണ്ണമുള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ 3XL ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 4XL കൂടി ചെയ്യാൻ വേണ്ടി നിക്കല്ല, ഞങ്ങള് റെഡി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൺ ദി വേ ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഓക്കെ ആയി. ഇത് കൂടാണ്ട് നമുക്ക് ഇനിയിപ്പോ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് കൂടി നോക്കാം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വെസ്റ്റേൺ വെയർ ഉണ്ട്. വെസ്റ്റേൺ വെയർ നോക്കുകയാണെങ്കിൽ ഫുൾ ബനിയനിൽ വേണ്ട, ക്രോപ്പിൽ വരുന്നുണ്ട്. ഇത് 5 സ്ലീവിന്റെ ടീഷർട്ട്. ഇതൊക്കെ എല്ലാം ടീഷർട്ട് ആ സൈഡിലും ഉണ്ട് കേട്ടോ.
ആ സൈഡിലും നമുക്ക് ടീഷർട്സ് വരുന്നുണ്ട്. ഇത് ഫുൾ ടീഷർട്സ് എന്ന് വെച്ചാൽ ടീഷർട്ട് വെസ്റ്റേൺ വെയറിൽ ഇപ്പൊ ടീഷർട്സ് മാത്രം ഈ സൈഡിൽ വരുന്നത്. ലോങ് ടൈപ്പിലുണ്ട് കേട്ടോ. ഇത് ലോങ് ടൈപ്പിൽ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത് അല്ലേ? സൈസ് വൈസ് ആണ് വരുന്നത്. M തൊട്ട് XXL വരെ വരും. ശരിക്കും ആ കുർത്തിയുടെ പോലെ തന്നെ. അപ്പൊ ഇത് വെസ്റ്റേൺ വെയറിൽ ഇതിന്റെ കൂടെ അടിപൊളി ഒരു ജീൻസ് ഇടാൻ വേണമെങ്കിൽ പിന്നെയും കുറെ ഉണ്ടല്ലേ. ഇതൊക്കെ കസ്റ്റമർ കണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുള്ള അതെ. ഇത് ഇങ്ങനെയാ വരുന്നത്. ഇതിന്റെ 3 സൈസ് ആയിരിക്കും. 3 സൈസ് XXL L XL XXL അങ്ങനെ 3 എണ്ണത്തിന്റെ സൈസ് ആണ് എടുക്കേണ്ടത്. ഇത് ചെക്കിന്റെ ഷർട്ട്. ഇതില് കളേഴ്സ് വരുമ്പോ ഇത് കോട്ടന്റെ വരുന്നത്. സൈസ് ഒരു സൈസാണ്, കളർ മിക്സ് ആയിട്ട് വരും. അങ്ങനെ ഒരു സൈസ് കളർ മിക്സ്. അപ്പൊ ഈ കളേഴ്സ് എല്ലാം എടുക്കണം. അപ്പൊ ഫ്രീ സൈസാ വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കളേഴ്സ് ടീഷർട്ട് ലോങ് ടൈപ്പ്. അപ്പൊ വെസ്റ്റേണിന്റെ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. പാൻസ് ഒക്കെ ഇത് ഭാഗത്താ. പാൻസ് ഒക്കെ മുകളിലേക്ക് ആ സൈഡിലാണ്. അപ്പൊ ഇത് മുകളില് ഇത് ഫുള്ള് അപ്പൊ ടീഷർട്ടിന്റെ കളക്ഷൻസ് പല മോഡൽസ് വരുന്നുണ്ടെന്നല്ലേ. ഇതിന്റെയൊക്കെ സൈസ് വൈസ് ആയിട്ട് വരുന്നു. ഒരു കളറ് 4 സൈസ് ആയിട്ട് വരും. അങ്ങനെ ഓക്കെ. ഇത് നോക്കട്ടെ. ക്രോപ്പ് ടൈപ്പ്. ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ. ക്രോപ്പ് ടൈപ്പ് ആവുമ്പോ മോഡൽ ഒന്ന് കളർ ചേഞ്ചിങ് ഉണ്ടാവും. ഒരു സൈസ് ആയിരിക്കും 4 കളറായിട്ട് കിട്ടും. 4 കളറ് ഡിഫറെന്റ് കളേഴ്സ്. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ ഓരോന്നോരോന്ന്. വെറൈറ്റി മാറിക്കൊണ്ടിരിക്കും. വെസ്റ്റേൺ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് പ്രൊഡക്ഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തായാലും പുറത്ത് വരുന്നതാണ്. പക്ഷെ വരുന്ന സാധനം ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ക്രോപ്പ് ടോപ്സ് വെച്ച് നോട്ടെ. ക്രോപ്പ് ടോപ്സ് ചിലവര് ബാക്കിൽ കട്ടും, ചിലവര് ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടും. അതൊക്കെ ഓരോരോ ഇഷ്ടം. ഇനി കുറച്ച് നമുക്ക് വേറെ ബോട്ടം വെയറിലേക്ക് അല്ലെങ്കിൽ വേറെ കളക്ഷൻസിലേക്ക് പോവാം. ഈ സൈഡും ഇത് തന്നെയാ വരുന്നത്. ഇതെല്ലാം വെസ്റ്റേണിന്റെ ലോങ് ടൈപ്പ്, അതായത് കുറച്ച് ബാക്ക് കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ജീൻസ് ഒക്കെ ഇടുമ്പോൾ ഇടുന്ന അങ്ങനത്തെ വെറൈറ്റീസ് ആണ്. പിന്നെ കുറച്ച് ഫ്രോക്ക് ടൈപ്പിലുണ്ട് ഇങ്ങനത്തെ ലോങ് ടൈപ്പ് ടൂണിക് സ്റ്റൈലില്. അതെ, അതായത് ഇങ്ങനെ ഫ്രോക്ക് ആയിട്ടുള്ള മോഡൽസ് വരും. ഇത് ടൂണിക് സ്റ്റൈലില് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ ഇങ്ങനെ വേണ്ട ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് പിള്ളേർക്ക് ടീനേജ് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസും അവൈലബിൾ ആണ്. കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാം സൈസ് ഒരു സൈസ് 4 കളറായിട്ട് വരും. 4 കളർ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ടൂണിക് സ്റ്റൈൽ. ഓക്കെ, ഇനി അടുത്തേക്ക് പോകാം. പിന്നെ ചെക്കിന്റെ ഷർട്ട് വരും. ചേച്ചിനെ വീടാനുള്ള ഉദ്ദേശമില്ല അടുത്തേക്ക് പോവാന്ന് പറയുമ്പോൾ കേട്ടോ. വേറെ നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഇവിടുന്ന് തീരില്ല പോവില്ല. നമ്മൾ ചെക്കിന്റെ ഷർട്ടുകൾ സൈസ് വൈസ് വരും. സൈസ് ഇത് S തൊട്ട് XL വരെ ഉള്ളു. XXL ഇല്ല. ഇത് കുറച്ച് ടീനേജിന്റെ ഇതായതുകൊണ്ട് XL വരെ വന്നുള്ളൂ. XL വരെ. ഓക്കെ, ഇനി ഞാൻ പോവാട്ടെ. ഇനി ബാക്കിയുള്ളത് അവര് വന്ന് കണ്ടോട്ടെ. അതായിരിക്കും നല്ലത്. കാരണം ഇനിയും കാണിക്കാനുണ്ട് കുറെ. ജെൻസിന്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടില്ല, സാരീസിന്റെ സെക്ഷനിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടേ ഇല്ല. പോവാം. ചേച്ചീനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ നോട്ടെ. ഇത് ഫുള്ള് ഇന്നർ വെയറിന്റെ സെക്ഷൻ. ഇവിടെയും നിങ്ങൾക്ക് ബ്രാൻഡ് ഉണ്ടല്ലോ. ഉണ്ട്, വിവാനോ ഉണ്ട്. ശരി, വിവാനോ ബ്രാൻഡ് ഇന്നർ വെയറിൽ കേട്ടോ. അപ്പൊ വിവാനോയിൽ തന്നെ വേറെ ഉണ്ടല്ലോ. വിവാനോ കുർത്തി ഉണ്ട് നമുക്ക്. കുർത്തി ഉണ്ട്, ഇന്നർ വെയറും ഉണ്ട് അല്ലേ. നൈറ്റി ഉണ്ട്. ഓക്കെ, ഇതിന്റെ സാമ്പിൾ ഒന്ന് നോക്കട്ടെ. എങ്ങനെയാന്ന്. റൗണ്ട് സ്റ്റിച്ച്, സെൻട്രൽ ഇലാസ്റ്റിക്, ഇപ്പൊ നൂഡ് സ്കിൻ. ഇത് നമുക്ക് 2 കളറേ ഉള്ളു. വൈറ്റും സ്കിന്നും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബോക്സിൽ 6 പീസ് വരും. ഓക്കെ, അത് ഇങ്ങനെയായിരിക്കും ബോക്സ് വരുന്നത്. ഇങ്ങനെയാണ് ബോക്സ്. ഓക്കെ, ഇതല്ലാണ്ട് പല ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. ഇതല്ലാണ്ട് പല ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് ലൈക്ക് മീയുടെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈക്ക് മീയാ. ഇത് ലൈക്ക് മീ. പിന്നെ അല്ലാതെ നമുക്ക് ബ്ലോസത്തിന്റെ ഉണ്ട്. ബ്ലോസം മൊത്തം ഇപ്പുറത്തെ സൈഡ്. ഇത് ബ്ലോസം. ഇത് ഫാൻസിയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ കോട്ടണിൽ മാത്രം വരുന്നത്? എല്ലാം ഉണ്ട്. റൗണ്ട് സ്റ്റിച്ചിലുണ്ട്, സാധാ ടൈപ്പിലുണ്ട്, പിന്നെ കപ്പ് സൈസ്, സി കപ്പ് സൈസിൽ വരുന്നുണ്ട്, പിന്നെ ബനിയാൻ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് ബ്രൈഡാ. അപ്പൊ ഇതില് പാന്റീസ് ഈ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ ഇതില് പാന്റീസ് പുറത്ത് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഈ സൈഡിൽ തന്നെ രണ്ടും വരുന്നുണ്ട്. അപ്പൊ മുകളിലേക്ക് അടിയിലേക്കുള്ളതൊക്കെ ഇന്നർ വെയർ ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഏതാ ബ്രാൻഡ് വരുന്നത്? പിന്നെ നമുക്കത് ടീൻസിന്റെ ഉണ്ട്. ടീൻസിന്റെ അല്ലേ. ഓക്കെ, 6 പീസാണ്. പിന്നെ വി സ്റ്റാർ ഉണ്ട്. കേട്ടിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ അല്ലാതെ ഒരു HBയുടെ ഒരു ബ്രാൻഡ് കൂടി ഉണ്ട്. പിന്നെ മെയിൻ എന്ന് പറയാനായിട്ട് ഇവരുടെ വിവാനോ തന്നെയാണ്. അത് ഇവരുടെ ഓൺ മാനുഫാക്ചർ. അതിലൊരു ബോക്സിൽ 6 പീസേ ഉള്ളു. അപ്പൊ നമുക്ക് ഈ ഇതെടുക്കുമ്പോ ഒരു 10 പീസ് എടുക്കണേന് പകരം നമുക്ക് ഇത് 2 ബോക്സ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഇതില് കപ്പ് സൈസ് ഒക്കെ വ്യത്യാസമായിട്ട് അത് കിട്ടില്ല. നമുക്ക് B സൈസും ഉണ്ട്, C സൈസും വരുന്നുണ്ട്. ഇപ്പത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ പാന്റീസിന്റെ. ഇത് നമ്മുടെ വി സ്റ്റാറിന്റെ. പിന്നെ അല്ലാതെ നമുക്ക് HBയുടെ ഉണ്ട്. ഓക്കെ, ഇത് ഫുള്ളും HBയുടെ. ഇത് HBയുടെ എന്ന് പറയുമ്പോ
6 പീസാണ് ഇതിൽ. ഇത് ബ്ലാക്ക് കൂടി ഇതിലുണ്ട്. മിക്സ് ആയിട്ടാ വരുന്നത്. വൈറ്റ് സ്കിൻ കളറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടാ വരുന്നത്. പിന്നെ അല്ലാതെ തന്നെ കോട്ടന്റെ ഇത് പിന്നെ സ്റ്റെഫാ ഇപ്പൊ കാണിച്ചത് അല്ലേ? അത് കോട്ടണിൽ വന്നത്. ഇത് കളർ വന്നത് ഹാഫ് റൗണ്ടില്. അടിയിലെ എലാസ്റ്റിക് വരുന്നത് കേട്ടോ. അത് ഏതുപോലെ തന്നെ റൗണ്ട് സ്റ്റിച്ചിൽ ഫുൾ കളർ വന്നത് ഇതില് അല്ലേ? അടിയില് കോട്ടൺ സെന്റർ എലാസ്റ്റിക്. ഇത് ഫുള്ള് എലാസ്റ്റിക് ഹാഫ് റൗണ്ട്. ഓക്കെ. ഇതാകുമ്പോ ഫുൾ റൗണ്ട് കോട്ടൺ. ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, കുറേ മോഡൽസ് ഉണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പൊ വിൽക്കണവർക്കും അറിയാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് അല്ലാതെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതും ഫുൾ ഇന്നർ വെയർ. ഇതും ഇന്നർ വെയർ തന്നെയല്ലേ? ഇത് ജെന്റ്സിന്റെ. ഇവിടെ ലേഡീസിന്റെ പാന്റീസ്. ഇത് ലേഡീസിന്റെ കഴിഞ്ഞിട്ടില്ല. ലേഡീസിന്റെ പാന്റീസ്. ഇത് നമുക്ക് കുറഞ്ഞ റേഞ്ചിൽ വന്നത് യാൽമോന്റെ ബ്രാൻഡ്. പിന്നെ അല്ലാതെ നമുക്ക് നൂഡേ ഉണ്ട്, വി സ്റ്റാർ ഉണ്ട്, പിന്നെ നമ്മുടെ വിവാനോടെ തന്നെ പാന്റീസ് ഉണ്ട്. ഇതിലൊക്കെ എത്ര പീസ് ഉണ്ട്? ഇതിൽ 12 പീസ് വരും. ഡിഫറെന്റ് കളേഴ്സ്. ഇതിൽ 10 പീസ്, ഇതിൽ 10 പീസ്. അങ്ങനെ. അപ്പൊ അങ്ങനെ പാന്റീസും ഉണ്ട്, അതുപോലെ തന്നെ ബ്രാസും അവൈലബിൾ ആണ് ഇന്നർ വെയർ സെക്ഷനിൽ വരെ. പിന്നെ സ്ലിപ്സും അവൈലബിൾ ആണ് അല്ലേ? സ്ലിപ്സ് ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ കയ്യിൽ വിസ്മയുടെ പാന്റീസും ഉണ്ട്, വിസ്മയുടെ ബ്രായും കൂടി ഉണ്ട്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്ലിപ്സ് എല്ലാം ഇവിടെയാണ് നമ്മുടെ. അതായത് നമ്മുടെ സ്ലിപ്സ് വന്നത് കളറിൽ വന്നിട്ടുണ്ട്. ഇത് കളറിൽ വരും. ഓക്കെ. 6 പീസേ ഉണ്ടാവുള്ളൂ ഒരു ബോക്സിൽ. ഓക്കെ. ഇത് കളറിൽ ആയിരിക്കും 6 പീസ്. ഇത് തന്നെ വൈറ്റും സ്കിന്നും കൂടി വന്നതുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കി. സോറി, ഇതല്ല, ഇത് കളറാണ്. മറ്റേ സ്കിന്നിന്റെ വൈറ്റും സ്കിന്നും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത് വൈറ്റും സ്കിന്നും മാത്രമേ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ, വൈറ്റും സ്കിന്നും. അപ്പൊ അതല്ലാത്തത് വൈറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ, സ്കിൻ മാത്രമാണെങ്കിൽ അങ്ങനെ രണ്ടും കിട്ടും. അതും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുകൊണ്ട്. 2 ടൈപ്പും ഉണ്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്. അതും കോട്ടണിൽ തന്നെ. ഇനി ബാക്കിയുള്ള പിന്നെ ഉള്ളത് നമുക്ക് ജെൻസിന്റെ ജോക്കി ഉണ്ട്, നമുക്ക് നൂഡയുടെ ഉണ്ട്, പിന്നെ ആരോഗ്യയുടെ ഉണ്ട്, ആൽഫ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ജെൻസിന്റെ. അതിനും ബ്രീഫ്സ് പല രീതിയിൽ വരുന്നുണ്ട്. ട്രൗസർ മോഡൽ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ പിള്ളേരുടെ കൂടി കുറച്ചുണ്ട് കേട്ടോ. പിള്ളേരുടെ ഉണ്ട്, ആൽബയുടെ ഉണ്ട്. ഇതൊക്കെ പിള്ളേരുടേതായിട്ട് വരുന്നത്. ഓക്കെ. കുഞ്ഞു കുട്ടികൾക്ക് വരുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് മീൻസ് ഒരു 65 തൊട്ട് 75 വരെ വരുന്നത്. 75 ആ ഒരു സൈസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇന്നർ വെയറിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇന്നർ വെയറിൽ ഇതൊക്കെ അത് മാത്രമല്ല വെസ്റ്റ് ഉണ്ട് നമുക്ക്. നൂഡയുടെ ഉണ്ട്, ആൽബയുടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതായി. ഇനി ബോട്ടം വെയർ കാണിക്കാൻ പോകും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാണിച്ചത് മൊത്തം ഒരു ഫ്ലോർ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അടുത്ത ഫ്ലോറിലേക്ക് കടക്കാൻ പോണേ ഉള്ളൂ. ഒരു ഫ്ലോറിലത്തെ വിശേഷമാണ് ഇപ്പൊ കണ്ടത് മൊത്തം. ഇത് ഫുൾ ലെഗിൻസിന്റെ സെക്ഷനാ വരുന്നത്. ബോട്ടം വെയർസ് മൊത്തം ഇവിടെ. ബോട്ടം വെയർസ് അതില് ലെഗിൻസ്, ജഗിൻസ്. നമ്മുടെ പെൻസിൽ പാന്റ്. ഇത് നമ്മുടെ ബ്രാൻഡ് തന്നെ വിവാനോട. നമുക്ക് സൈസ് വൈസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് XL, XXL, 3XL, 4XL അങ്ങനെ സൈസസും കളേഴ്സും. സൈസ് വൈസ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ളത്, സൈസ് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ആയിട്ട് അങ്ങനെ. അപ്പൊ ഇത് ഫുൾ ബോട്ടം വെയറിന്റെ സെക്ഷൻ ആയി കാണുന്നത് മൊത്തം. അതിലെല്ലാതും പെടും. ഇത് നോക്കിയ അടിപൊളി കളക്ഷൻ. ബോട്ടം വെയറിൽ വരുന്നത് ലൂസ് ബോട്ടം ടൈപ്പ്. ലൂസ് അല്ലേ, വിത്ത് പോക്കറ്റ് അടക്കം അല്ലേ? അതെ, അതിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. അതിന്റെ കളറുകൾ ലൈറ്റ് ചാർട്ടിൽ വരുന്നത്. നമുക്ക് 2 സൈസേ ഉള്ളു, XXL ഉം 3XL ഉം മാത്രം. ഓക്കെ. 3 സൈസിലാണ് വന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ലൈസ് ടൈപ്പ് വന്നത് അടിയിലല്ലേ. അതിന്റെ കളേഴ്സുകളാണ് ഇത്. ഇതെല്ലാം അതിന്റെ കളറുകൾ. കളേഴ്സ് എപ്പോഴും ഇങ്ങനെ എല്ലാം കളേഴ്സ് അവൈലബിൾ. മോഡൽ മാത്രം നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ കളേഴ്സ് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും. ഇത് ലക്നൗ പാന്റ് ആണ്. അടിയില് ചിക്കൻ കാരി വർക്ക്. അടിയില് ചിക്കൻ കാരിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. കാണുമ്പോൾ അറിയാം നമുക്ക് ഇത് മിഷൻ എംബ്രോയിഡറി അല്ല, ചിക്കൻ കറി, പക്ക പ്യുവർ ചിക്കൻ കറി വർക്ക്. ഇത് ലൂസ് ജഗിൻസ് ആണ്. ഈ മറ്റേ ജോഗൊക്കെ പോകുമ്പോഴും ഇതിനൊക്കെ കൂടുതൽ കൊണ്ടുപോകണം. യൂസ് ചെയ്യുന്നത്. ഇത് കോട്ടൺ പാന്റ്. സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇത് സൈസ് തന്നെ നമുക്ക് L തൊട്ട് M തൊട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് വിവാനോട. M തൊട്ട് 3XL വരെ വരുന്നുണ്ട്. 3XL നിങ്ങളുടെ ബ്രാൻഡ് ആകുമ്പോൾ 3XL വരെ വരുന്നത്. ഓക്കെ. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാ, വലിയവർക്കുള്ളതാ? ഇത് നമ്മുടെ ആംഗിൾ ലെഗിൻസാ. ഫ്രീ സൈസ് ആണ്. ഇത് സ്ട്രെച്ചബിൾ ആണ്, ഫുൾ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതും മീഡിയം തൊട്ട്? ഇല്ല, ഇത് ഫ്രീ സൈസിലാണ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ലെഗിൻസ്, നോർമൽ ലെഗിൻസ്. നമുക്ക്
ലാർജ് ഇപ്പൊ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സൈസ് പോകുന്നത് കൊണ്ട് XL, XXL, 3XL ലെഗിൻസ് ഇപ്പൊ ഇത്രയും കുറവായി യൂസ് പാന്റുകള്, കട്ട് പാന്റ്, അങ്ങനെ ലൈസ് വർക്ക്, അങ്ങനെ ഓരോ പാന്റുകൾ വന്നിട്ട് ലെഗിൻസ് പോകുന്നുണ്ട്. മെയിൻ കളേഴ്സ് മാത്രം മെയിൻ കളേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ലെഗിൻസും ഇവിടെ അവൈലബിൾ ആണ്. ലൈക്രയിൽ വരുന്നത് കോട്ടൺ 3XL വരെ വരുന്നുണ്ട്. 3XL നമ്മുടെ ബ്രാൻഡിൽ തന്നെ വിവാനോ. ഓക്കെ, അപ്പൊ ഇത് ഫുൾ നമുക്ക് ആ ഒരു കളർ ലെഗിൻസ് അത് വരുന്നത് നമ്മുടെ ആംഗിൾ ലെഗിൻസിന്റെ കളക്ഷൻസ്. ലെഗിൻസിന്റെ ഓക്കെ, ആംഗിൾ ലെഗിൻസ് പാക്കിംഗ് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇത് ഫുൾ ലെഗിൻസിന്റെ കളർഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി പാട്ടിയാല ഉണ്ട് കേട്ടോ. പാട്ടിയാല ഈ കോട്ടൺ ബനിയാൻ ടൈപ്പ് പട്ടിയാല ഇങ്ങനെ ബനിയാൻ ടൈപ്പില് കുറച്ച് ലൂസ് ആയിട്ട് കാണുക. ഇതൊക്കെ കുറെ പേര് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡല് പണ്ടേ തൊട്ട് ട്രെൻഡ് ഉള്ളതാണ്. പണ്ടേ പറഞ്ഞാൽ പണ്ടേ തൊട്ടുള്ള ട്രെൻഡ്. ചുരി ബോട്ടം. ഇത് നിങ്ങളുടെ ഓൺ മാനുഫാക്ചർ അല്ലേ ചുരിയിലെ? ഇത് ഫ്രീ സൈസ് ആണ്. കളേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. ഇവിടെയാണ് കളേഴ്സ് നോക്കുകയാണെങ്കിൽ ചുരി ബോട്ടത്തിന്റെ ഇതല്ലേ? ഇത് ഫുള്ള് ചുരി ബോട്ടം. അത് നമ്മുടെ നോർമൽ ബോട്ടം. ഈ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി കംഫോർട്ടബിൾ ആയിട്ടുള്ളത് കോട്ടന്റെ നോർമൽ ബോട്ടം. അതിന്റെ കളേഴ്സുകൾ അതല്ല. ഇത് ഫുൾ കോട്ടനില് പ്യൂർ കോട്ടൺ. പ്യൂർ കോട്ടനില് വരുന്നത്. ഓക്കെ, ആയിരുന്നു. അത് ബനിയാൻ ടൈപ്പ്. ഇത് നമ്മുടെ 3/4 പാന്റ് കാപ്രി. അതെ അതെ, വീട്ടിലിടാൻ പറ്റി പറയാനേ പറ്റുള്ള ക്വാളിറ്റി നല്ലതാണ്. അതിന്റെ ഇങ്ങനെ കളർ സൈസ് ആയിരിക്കും ഇങ്ങനെ അല്ലെ? കളർ മിക്സ്. അപ്പൊ 6 സെറ്റ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ ആക്ച്വലി ലുക്ക് ഇങ്ങനെയായിരിക്കും. ആ ഒരു 3/4 പാൻസ് വരുമ്പോ 6 പീസിന്റെ ഒരു സെറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു പാക്കിംഗ് വരുന്നത്. പാന്റ് വരുന്നുണ്ട്. പല പല പ്രിന്റുകളായിരിക്കും. ഇതൊക്കെ ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ടല്ലേ? പ്രിന്റ് ഒക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ്. അതില് പല ഇത് സൈസസ് എങ്ങനെ വരാ? സൈസ് ഫ്രീ സൈസാ വരുന്നത് അല്ലേ? മൾട്ടി പ്രിന്റുകളായിട്ട് വരുമല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഫുൾ ബോട്ടമില് കുറേ ഉണ്ടല്ലോ അല്ലേ? പലാസോ, ചിക്കൻ കറിയുടെ പലാസോ വന്നിട്ടുണ്ട്. പലാസോ അതിന്റെ നമുക്ക് XL, XXL വന്നത്. അതിന്റെ മെയിൻ കളറുകൾ ഇതൊക്കെ എല്ലാത്തിന്നും ഉണ്ട്. അതാ 2 ഫ്ലോർ മൊത്തം ഗോഡൗൺ ആണ്. അപ്പൊ ഇത് ഇവിടെ കഴിഞ്ഞതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിന്റഡ് പലാസോ. പ്രിന്റഡില് അതിന്റെ ഇങ്ങനെ പല പല പ്രിന്റുകളായിരിക്കും. ഇതെല്ലാം ഇങ്ങനെ. അപ്പൊ എത്ര കിട്ടും വരും അതില്? ഇതില് 6 കളർ ഉണ്ടാവും. ഒരു പ്രിന്റിൽ 6 കളർ വെച്ചിട്ട് വരും. 6 കളർ വെച്ചിട്ട്. അപ്പൊ പല പ്രിന്റ്സ് ആയിരിക്കും. പിന്നെ പ്രശ്നമില്ല, മേടിക്കുന്നവർക്കും വിൽക്കണവർക്കും മേടിക്കുന്നവർക്കും ഫ്രീ സൈസും ആണ്. അപ്പൊ എല്ലാം കൊണ്ടും മൊത്തത്തിൽ മെച്ചാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ജീൻസ് അതൊക്കെ ഇങ്ങനെ മറക്കാൻ പറ്റൂലേ? ജീൻസ് ഉണ്ട്. നമുക്കിപ്പോ കൂടുതൽ നിൽക്കണത് ഇങ്ങനെ ഇതൊരു മോഡലാണല്ലോ, പാരഷൂട്ട് മോഡൽ എന്ന് പറയും. സൈഡ് പോക്കറ്റ് വന്നത്. ഇത് വന്നത് 38 തൊട്ട് 36 വരെ സൈസ് വൈസ് വരും. ഓക്കെ, അങ്ങനെയാണ് സൈസസ് വരുന്നത്. പിന്നെ ഇതിപ്പോ ജെൻസും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ബാഗ് ഇറങ്ങി കഴിഞ്ഞപ്പോ ലേഡീസിന്റെ ജെൻസിന് വിടാം, ലേഡീസിന് വിടാം. യൂണിസെക്സ് ആണെന്ന്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എടുത്ത ആണുങ്ങൾക്ക് ഇടാം, ആണുങ്ങൾക്ക് എടുത്ത പെണ്ണുങ്ങൾക്ക് വിടാന്ന്. ഇത് കോട്ടൺ ബാഗി ടൈപ്പ്, പോക്കറ്റ് ഉള്ള ടൈപ്പ്. റേറ്റ് ഒക്കെ അറിയണേ വിളിച്ചോട്ടോ, നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ ഈ ഇതിൽ കാണിക്കുന്ന ടാഗിലും MRP പ്രൈസ് ആണ്. അത് വിൽക്കാനുള്ള പ്രൈസ് ആണ്. വീണ്ടും പറയാണ്. ഇത് സ്ട്രാച്ച് വന്നതുണ്ട്, പ്ലെയിൻ ഉണ്ട്. അതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് സ്ക്രാച്ച് വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് സ്ക്രാച്ച് ചെയ്യാം അല്ലെ? 2 പ്ലെയിൻ ഇട്ടിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇത് നോർമലി ജീൻസ്. നോർമൽ. അപ്പൊ പാരഷൂട്ട്, നോർമൽ, ബാഗി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. പിന്നെ നമുക്ക് ഹൈ വേസ്റ്റില് ബട്ടൺസ് വൈസ് വരുന്നുണ്ട്. 6 ബട്ടൺ ഉണ്ട്, 3 ബട്ടൺ ഉണ്ട്, നോർമൽ ബട്ടൺ ഉണ്ട്. അങ്ങനെ ബട്ടൺ വൈസ് വരുന്നുണ്ട്. ഇത് ഫോർമൽ ആയിട്ട് ഫോർമൽ പാന്റ് അല്ലേ? ഫോർമൽ. ഇതില് ഫ്രീ സൈസ് വരുന്നത് എങ്ങനെയാ? ഇത് സൈസ് വൈസ് വരും. എല്ലാം നമുക്ക് ജീൻസ് എല്ലാം തന്നെ നമുക്ക് 28 തൊട്ട് 36 വരെ. ഓക്കെ, ഇത് പാരഷൂട്ട് ടൈപ്പ് ആണ്. ജീൻസിന്റെ തന്നെ. ഇതൊക്കെ എല്ലാ സൈസ് എല്ലാം അങ്ങനെ തന്നെയാണ്. 28 to 36 കളേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ കുറച്ച് പാറ്റേൺസ് എടുത്ത് കാണിക്കുന്നത് മാത്രമല്ല, ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ പാൻസിൽ വരുമ്പോ. കേട്ടോ, പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് മെഡി വരുന്നുണ്ട്. അതും ബോട്ടമില് പെടും. ബോട്ടത്തിന്റെ അകത്താണ് മെഡി. ഇപ്പൊ ഇങ്ങനെ കുറച്ച് തിളങ്ങുണ്ടല്ലോ, ചെറിയൊരു തിളക്കണ്ടോ. ഫുള്ളും ഉണ്ട്, ഹാഫും ഉണ്ട്. അതിന്റെ കളേഴ്സ് ഇതിന്റെ അല്ലേ? ഇങ്ങനെ പ്ലവളാന്ന് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള മിഡീസ് ആണ് കേട്ടത്. അപ്പൊ ഇത് ഫുൾ മിഡീസും ഈ ഒരു സെക്ഷനിൽ തന്നെ പെടുന്നത്. ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വേറൊരു മോഡൽ അല്ലേ? അല്ല, അതിന്റെ സെയിം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ചെറുതും വലുതായിട്ട് ഹാഫും ഉണ്ട്, ഫുള്ളും ഉണ്ട്, മീഡിയം ഉണ്ട്. ഇത് ഹാഫ് മെഡി. ഇത് ഫ്രില്ല് ടൈപ്പ് ആയിട്ട് ഫ്രില്ല് ടൈപ്പ് ഉണ്ട്, ടീനേജ് കാർക്കുള്ളത്.
പിന്നെ ജീൻസിന്റെ ഞാൻ ഇത് നോക്കിയിരിക്കായിരുന്നു, ഇത് എവിടെ പോയി ഇപ്പൊ എവിടെ നോക്കിയാലും കാണുന്നത് ഡെനിമിന്റെ സ്കേർട്സ് ആണ് കേട്ടോ. അപ്പൊ ഡെനിമിന്റെ സ്കേർട്സും അവൈലബിൾ ആണ്. പിന്നെ വെൽവെറ്റിന്റെ ഉണ്ട്. ആ വെൽവെറ്റിനെയോ? വെൽവെറ്റ് അതും അംബ്രേലയിലോട്ടോ വരുന്നത് കണ്ടോ. ഇതിനൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി അറിയാം. ഇത് ഫുൾ ഫ്ലയർ ആയിട്ട് വരുന്നത്. ഫുൾ ഫ്ലയർ മീൻസ് ഒരു ഫുൾ ഫ്ലയർ തന്നെ കണ്ടോ. ഒക്കെ ടീനേജുകാർക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ ടോപ്സിന്റെ കൂടെ പോകാനായിട്ട് പ്രിന്റഡ് പാന്റുകളുണ്ട്. ഇത് പാന്റുകള് നോർമലായിട്ട് നമുക്ക് നോർമലായിട്ട് അത് സൈസ് വൈസ് വരുന്നുണ്ട് കേട്ടോ. ഇത് XXL വരെ വരുന്നുണ്ട്. ഇതിപ്പോ M, L, XL അങ്ങനെ സൈസ് വൈസ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഫുൾ അപ്പൊ പ്രിന്റ്സുകൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രിന്റുകൾ ഇങ്ങനെ മാറും പല. അതും ഇതിന്റെ റേറ്റ് വന്നു നോക്കിക്കോ, നല്ല റേറ്റ് കുറവുണ്ട്. വിൽക്കാനുള്ള പ്രൈസാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. റേറ്റ് പറയാൻ പാടില്ല, സോറി അല്ലേ. ഹോൾസെയിൽ ആയതുകൊണ്ട് ഇത് നിങ്ങൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാം. ഞങ്ങൾക്ക് എന്തിനാ റേറ്റ് പറഞ്ഞ ഇങ്ങനെ. അപ്പൊ കളക്ഷൻസ് കൂടുതൽ എടുക്കാൻ പറ്റും. അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് വന്ന് നോക്കിക്കോ. അപ്പൊ ഇനി നമുക്ക് അടുത്തേക്ക് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, മുറിക്കുന്നതുണ്ട് മുറിക്കാത്തതുണ്ട്, രണ്ടും ഉണ്ട്. അത് ഫുൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഐറ്റംസ് ആണ്. ഫുൾ എന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ഫാബ്രിക് വരുന്നുണ്ട്, അതുപോലെ ലൈനിങ്ങും ഉണ്ട്. ലൈനിങ് താഴത്ത് വേറെ സെപ്പറേറ്റ് ഫ്ലോർ ഉണ്ട് നമുക്ക്. ഇത് ഫുൾ മെയിൻ ഫാബ്രിക്, ഫാൻസിയും പിന്നെ അതിന്റെ അങ്ങനെ സംബന്ധ പ്രിന്റുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. ഇത് കാണിച്ചെന്താ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്നും. നമുക്ക് വരുന്നത് ജോർജറ്റില് ബാട്ടിക്ക്, പിന്നെ വെൽവെറ്റുകള്. ഇത് വെൽവെറ്റുകള്, പിന്നെ നെറ്റ് കോട്ടയിൽ കുറച്ച് ഫാൻസി പ്രിന്റുകളുണ്ട്. പിന്നെ റോസ് സിൽക്ക്. ഇതിപ്പോ ധാവണിക്കൊക്കെ നന്നായിട്ട് പോണ സാധനങ്ങളാണ്. പിന്നെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. മൾട്ടിപർപ്പസ് ആണ്. സാരിക്കും പോകും. ഇത് ഇത്ര ഫുൾ ബോർഡർ വരുന്നുണ്ട്. അപ്പൊ ഇത് ഫുൾ സാരി ആയിട്ട് യൂസ് ചെയ്യാം, ധാവണി ആയിട്ട് യൂസ് ചെയ്യാം, സ്കേർട്ടിന്. പിന്നെ ഹക്കോബിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഹോൾ ഉള്ളത്, ഹോൾ ഇല്ലാത്തത്, ഫുട്ബോൾ വരുന്നുണ്ട്, റൗണ്ട് അങ്ങനെ. ജോർജറ്റില് ഹക്കോബ, അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ട്. അത് സാധാരണ എല്ലായിടത്തും ഇല്ല, കോട്ടണിലെ കൂടുതൽ വരുന്നത് അല്ലേ. അതിലും ഹോൾ ഉള്ളതുണ്ട്. ഉണ്ടല്ലേ. ഇത് ജോർജറ്റില് ഹക്കോബ, അത് കുറച്ച് സ്പെഷ്യലാണ്. സാധാരണ കോട്ടണിലാണ് വരാറ്. അപ്പൊ ഇത് മീറ്റർ ഒക്കെ എത്ര മീറ്റർ ഉണ്ടാവും? 25 മീറ്റർ. ആ മീറ്റർ അങ്ങനെ തന്നെ എടുക്കണം. അതൊന്നും മുറിച്ച് തരില്ല, അതറിയാം എടുക്കണവർക്ക്, പറയേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഇപ്പോഴിത് ഇത്തിരി ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് ഇത് ധാവണിക്കൊക്കെ ഷോളായിട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കളറുകൾ ഇപ്പൊ തീർന്നിരിക്കുവാണ്. 18 കളറും വരും. 18 കളർ, ഒരു 5-6 ഡിസൈൻ ഉണ്ട്. ഈ ലൈനിന്റെ ലെങ്ത് അനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. ചെറിയ വീതി കൂടിയത്, കുറഞ്ഞതും, ഗ്യാപ്പ് ഉള്ളത്, അങ്ങനെ. ഇത് ചെറിയ ലൈൻസിലല്ലേ. പക്ഷെ കളർ ഔട്ടാണ്, സ്റ്റോക്ക് ഔട്ട് ആണ്. പക്ഷെ എപ്പോഴും വന്നും പോയി നിൽക്കണം. ഇതിനു വേണ്ടി ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് നിക്കണില്ല, പെരലും പോലും ഒപ്പാണ്, അങ്ങനെയാണ്. പിന്നെ ഇത് സ്പെഷ്യൽ കുറച്ച് ബുട്ടാസ് അങ്ങനെ കാര്യങ്ങളൊക്കെ. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കുർത്തീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പോകുന്ന കളക്ഷൻ. റെഗുലർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് അതാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റം മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ഫുൾക്കാരി, ജക്കാർഡ് ഐറ്റംസ്, പിന്നെ ഓർഗൻസിൽ വർക്കുകള്, പിന്നെ ഓർഗൻസ് വർക്ക് കഴിഞ്ഞു. പിന്നെ ഇതിങ്ങനെ ഡൈയബിൾ ഐറ്റംസ് ആണ് കുറച്ച്. ഇതൊക്കെ ഡൈബിൾ ഉണ്ട് കുറച്ച് അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ യൂണിക് ആയിട്ട് നമ്മുടെ ഹാൻഡ് പ്രിന്റഡ് സാധനങ്ങളാണ്. മോഡലില് അതെ. വെച്ചാൽ നമ്മുടെ സാധാരണ അജ്രക്ക് പ്രിന്റുകൾക്ക് എല്ലായിടത്തും കാണാറുള്ളൂ. ഇതിപ്പോ കുറച്ച് യൂണിക് ആയിട്ട് കുറച്ച് പീസുകളുണ്ട്. നല്ല ഫുൾ മോഡലിൽ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്കിൽ ഹാൻഡിൽ ചെയ്യണ വർക്കുകളാണ്. ഇങ്ങനെ നമ്മുടെ ഈ വെജിറ്റബിൾ പ്രിന്റ്സ് എന്നൊക്കെ പറയൂലേ, അതേപോലെ തന്നെ ഇതൊരു പീസ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ ചെയ്യുമ്പോ വേറെ ഇപ്പൊ അങ്ങനെ പീസുകളാണ്. അപ്പൊ ഇതിന്റെ വേറെ പീസ് ചോദിച്ചാൽ കിട്ടില്ല. കൈക്ക് ചെയ്യണതാണ് പ്യൂർ. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ പ്യുവർ മോഡലിൽ വരുന്ന കളക്ഷൻസ് കേട്ടോ. അപ്പൊ അത് ഫുൾ വെജിറ്റബിൾ അത് കണ്ട് മടുത്തു എല്ലാവരും. ഇപ്പൊ കുറച്ച് വെറൈറ്റി തപ്പണ മോഡലില് വെറൈറ്റി വേണതാനോ. ഇത് ഫുൾ മോഡൽ ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ മോഡലിൽ വരുന്നത്, പ്ലെയിൻ വരുന്നത്, പക്ക പ്ലെയിനില്. ഇതൊക്കെ പിടിക്കുമ്പോ പിന്നെ ഒരു സോഫ്റ്റ്നെസ്, എന്താ രസം. ഡെയിലി പിടിക്കുമ്പോ അറിയാം എങ്ങനെയാന്നുള്ളത്. പിന്നെ നമ്മുടെ റെഗുലർ ഐറ്റംസ് കോട്ടണില് ബാട്ടിക്ക്, ബാന്തിനി പ്രിന്റ്, പിന്നെ സോഫ്റ്റ് സിൽക്കിൽ കുറച്ച് ജക്കാർഡ് പ്രീമിയം ഐറ്റംസ്. ഇതൊക്കെ എത്ര മീറ്റർ വരെ ഏകദേശം? ഇതൊക്കെ ഒരു 10 മീറ്റർ കൂടുതൽ ഉണ്ടാവില്ല.
ഈ ഒറിജിനൽ എല്ലാം അങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുള്ളൂ. ഓക്കെ. 10-12 ചെറിയ 6 മീറ്റർ കട്ട് മുതൽ 10-12 വരെ വരുള്ളൂ ഒറിജിനൽ എല്ലാം. ശരിക്കും എത്ര വരെ പോകും? 50 വരെ പോകും. അങ്ങനെ പോകില്ല. ഇതല്ല മൊത്തത്തിൽ ഇവിടെ വലുത് 50 വരെ ഉണ്ടാവും. വലുത് 50 വരെ പോകില്ല. അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. അത് യൂണിറ്റുകാരൊക്കെ അങ്ങനെ കൊണ്ടുപോകാറുള്ളൂ. ഷോപ്പുകാർക്ക് ഒരു 20-25 അങ്ങനെ മതി. ശരി. പിന്നെ സാധാരണ ഇത് നമ്മുടെ ഫാൻസി നെറ്റുകളിൽ ഫാൻസി നെറ്റിലൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക്. ഒരു ഐറ്റത്തിന് ഒരു 6-7 കളർ എന്തായാലും എപ്പോഴും ഉണ്ടാവും നമുക്ക് റെഡി. ഇതല്ലേ ഇത് ഫുൾ ഫാൻസി നെറ്റിൽ വരുന്നത് നെറ്റുകളാണ്. ഇനിയിപ്പോ കുർബാനകളപ്പാടിന്റെ സീസൺ തുടങ്ങണം. ഇനി 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പള്ളികൾ മൊത്തം അതായിരിക്കും. അപ്പൊ അതിന് വൈറ്റിന് വേണമെങ്കിൽ വൈറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. വൈറ്റിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ തന്നെ റെഡിയാക്കി വെച്ചോ. വരുമ്പോഴേക്കും സാധനം കഴിയുക അമ്മാര് ഐറ്റംസ് ഇരിക്കണത് അല്ലേ. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് ജാം സാറ്റിൻ എന്ന് പറയും. സാറ്റിൻ കോട്ടൺ ഫിനിഷ്ഡ്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളത്. അതായത് ഇത് മൾട്ടിപർപ്പസ് ആണ്. ബോട്ടത്തിന് പോവും, ടോപ്പിന് പോവും, ഷർട്ടിന് പോവും. ഇത് വേറെ കളർ കംപ്ലൈന്റും ഇല്ല. ഫേഡ് ആവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. കളേഴ്സ് ആണ്. അപ്പൊ അത് കുറച്ച് മൂവിങ് കൂടുതലാണ്. എന്താണ് മെറ്റീരിയൽ? ജാം സാറ്റിൻ കോട്ടൺ സാറ്റിൻ ഫിനിഷ്ഡ്. ഓക്കെ. അതിൽ ഷൈനിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ഹാൻഡ് വർക്ക് എന്തുകൊണ്ടും ചെയ്യാം നമുക്ക്. കംപ്ലൈന്റ് വരില്ല ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ. സാധാരണ ഹാൻഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യണം. അപ്പൊ ഇത് ജാം സാറ്റിൻ കോട്ടൺ ആണ്. സാറ്റിൻ ഫിനിഷ്ഡ് വരും. അതാണ് ആ ഒരു ഷൈനിങ് വന്നത്. ആ ഷൈനിങ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ചില കളേഴ്സിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഡാർക്കിലാണ് കൂടുതൽ പെട്ടെന്ന് അറിയാൻ പറ്റുക. അപ്പൊ ജാം സാറ്റിൻ മെറ്റീരിയൽ പുതിയതാണ് മാർക്കറ്റില്. ഇതിലൊക്കെ ആ ഒരു ഷൈനിങ് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണാം. ഒരുപാട് കളേഴ്സ് കിട്ടും നമുക്ക്. കറക്റ്റ് ആ ഒരു ഷൈനിങ് ഇങ്ങനെ തിളക്കം ചെറുതായിട്ടല്ല നന്നായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നെറ്റിൽ തന്നെ വന്ന ഇത് പറഞ്ഞു പോവാണെങ്കിൽ കുറെ പറഞ്ഞു പോകേണ്ടി വരും. കുറെ ഉണ്ട് കളക്ഷൻസ്. മെയിൻ ഫാബ്രിക്സും ഉണ്ട്, എല്ലാ ഐറ്റംസും. ഇതൊക്കെ ഗൗണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡയബിൾ ആണോ? ഇത് കുറച്ചവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ. പ്രീമിയം റേഞ്ച് ആണ്. അതൊക്കെ നല്ല പ്രീമിയം ഉണ്ട്, അല്ലാത്തതുമില്ലേ. രണ്ടുപേർക്കും ഒരേപോലെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. പ്രീമിയം അല്ലാത്തതും രണ്ടും ഉണ്ട്. ഇത് ഫുൾ ഡയബിൾ കേട്ടോ. അതിൽ ഗോൾഡ് ഈ കാണുന്നത് മൊത്തം ഡയബിളാ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഇത് ഫുൾ ഓക്കെ. ഫുൾ അൺസ്റ്റിച്ചഡ് അല്ല റണ്ണിങ് മെറ്റീരിയൽസ്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരു പുതിയ ഐറ്റം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ബ്രാസോ സാധാരണ ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. റണ്ണിങ് മെറ്റീരിയൽസ് ഇപ്പൊ അത് വന്നു തുടങ്ങി. അപ്പൊ ബ്രാസോയുടെ റണ്ണിങ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതും നമ്മുടെ നോവൽറ്റിയില് എറണാകുളത്തേക്ക് വന്നാൽ ഇത് ഫുൾ കേട്ടോ. ആ ഒരു കളക്ഷൻ ഒന്ന് നോക്കിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇപ്പൊ നോക്കിയിട്ടും കാര്യമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ വന്നതാവില്ല. നാളെ വേറെ ആയിരിക്കും. ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഫുൾ ഇപ്പൊ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാ. പിന്നെ ചെറിയ നെറ്റുകൾ അല്ലേ. അതില് ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. അതില് ഫുൾ സീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ആണ്. ഷോള്, കുട്ടിയുടുപ്പുകള്, അതെ എന്ത് വേണമെങ്കിലും തയ്ക്കാം. തയ്ക്കാൻ അറിയണവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കാണിച്ചു കൊടുക്കാതെ എത്തിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പറയണ കള ഇനി ഇവിടെ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അത് എത്തിച്ചു തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് ഫുൾ അപ്പൊ റണ്ണിങ്ങിന്റെ തന്നെ ഒരു ലോകം തന്നെയാണ്. നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ടുള്ള. ഇനിയും കാണിക്കാനുണ്ട് നമുക്ക് നൈറ്റീസിലേ. പിന്നെ പ്രിന്റുകളുണ്ട്. പ്രിന്റുകളൊക്കെ റെഗുലർ ആണ്. എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൂടിയതും അങ്ങനെയല്ല മിക്സും. അതെ ഈ പ്രിന്റ് എനിക്ക് നമുക്ക് കാണുന്നത് തന്നെയാണ്. എന്നാലും ഇതും ഇവിടെ ഒരുപാട് മൂവിങ് ആയിരിക്കും ഇല്ലേ. കേട്ടോ ഈ പ്രിന്റും ഇവിടെ അവൈലബിൾ ആണ്. സാധാരണ എല്ലായിടത്തും ഈ പ്രിന്റ് കിട്ടില്ല, കുറവാണ് ആൾക്കാർ. അതെ, പക്ഷെ ഈ പ്രിന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ പല പ്രിന്റ്സുകളുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുൾ നമുക്ക് കോട്ടണിൽ വരുന്ന കളക്ഷൻ. കോട്ടൺ മിക്സ് എല്ലാം ഉണ്ട്. ആ അറ്റം വരെ നോക്കുകയാണെങ്കിൽ പ്രീമിയം ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. ഒറിജിനൽ കൈക്ക് ചെയ്യണ ഹാൻഡ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഫുള്ളായി. ഇനിയിപ്പോ നൈറ്റി എവിടെയാ? നൈറ്റി ഇതുപോലെ തന്നെ നമുക്ക് റെഗുലർ കുറച്ച് ഐറ്റം മാത്രം പെട്ടെന്ന് കാണിച്ചിട്ട് നിർത്താം. പെട്ടെന്ന് കാണിച്ചിട്ട് ആ കാണുന്നത് മൊത്തം നൈറ്റീസ്. അത് ജസ്റ്റ് ഇങ്ങോട്ട് തിരിയാണല്ലേ ഈ കാണുന്ന റാക്ക്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഈ നിലത്ത് മൊത്തം ആൾക്കാർ വലിച്ചു വാരി ഇട്ടേക്കണത് മൊത്തം നൈറ്റീസ് ആണ്. ഇതെല്ലാം കാണിക്കാൻ നമുക്ക് പോസിബിൾ അല്ല. എന്നാലും നൈറ്റീസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതിൽ പല പല രീതിയിലാണ്. അപ്പൊ ഇതിന് ഫീഡിംഗ് ഓപ്ഷൻ ഫീഡിംഗ് വെച്ചിട്ടുണ്ട്. ഫ്ലാപ്പ് ടൈപ്പ് ഉണ്ട്, നമുക്ക് ഇല്ലാണ്ട് കാണാത്ത ഇൻവിസിബിൾ രണ്ടും വരുന്നുണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഫ്രോക്കാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നൈറ്റി. ഇപ്പൊ ഫ്രോക്ക് നൈറ്റി, ഫീഡിംഗ് ഓപ്ഷൻ. ഇതും
ഫ്രോക്കിൽ വരുന്ന ഫ്രോക്ക് അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പൊ ലോങ് ചുടിദാർ കട്ട് ഇതിപ്പോ ഫ്രോക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഏറ്റവും നല്ല പ്രീമിയം റേഞ്ചും ഉണ്ട്, കുറഞ്ഞതുണ്ട്, കോട്ടണും മിക്സ് അങ്ങനെ അല്ലാണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, രണ്ടുപേർക്കും ഒരേപോലെ ഇങ്ങോട്ട് കയറി വരാവുന്ന ഒരു സ്ഥലമാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. അത് കോട്ടൺ നല്ലത്. 5 ഫ്ലോർ 60,000 സ്ക്വയർ ഫീറ്റ് കേൾക്കുമ്പോ പേടിക്കണ്ട, എല്ലാ റേഞ്ചിന്റെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ സ്പെഷ്യൽ വിത്ത് ദുപ്പട്ട നൈറ്റി. ആ അത് അതിന്റെ കൂടെ ജോയിന്റാ വിത്ത് ദുപ്പട്ട അടക്കം വരുന്നത് ഹാൻഡ്. ഇത് പെരുന്നാൾ സീസണിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത്. പുതിയൊരു പാച്ച് വർക്ക് സാധനങ്ങളുണ്ട്. ഇത് ഫുള്ളല്ലേ ചുടിദാർ കട്ട് വരുന്നത് കേട്ടോ. ഇത് അതിലെ പ്രിന്റുകളൊക്കെ ഇപ്പൊ ഇന്ന് കണ്ടത് കാരണം എന്നും കസ്റ്റമേഴ്സ് കയറി ഇറങ്ങല്ലേ. അപ്പൊ അവരെടുത്ത് പോയ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും നല്ല നല്ല കളക്ഷൻ. അപ്പൊ വേഗം വന്നോ, നല്ല നല്ല കളക്ഷൻസാ. എപ്പോഴും നല്ല തന്നെയാ ഇരിക്കണത്, അത് വേറെ കേസാ. എന്നാലും അവര് ഷോപ്പിൽ വെക്കുന്നേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വെക്കണ്ടേ. അപ്പൊ വേഗം വരണ്ടേ? എടുക്ക്. ഇതൊക്കെ ഫുൾ കളക്ഷൻ. നമുക്ക് റെഗുലർ സാധനങ്ങൾ കണ്ട് സമയം കളയണ്ട. ഞാൻ ചോദിക്കണപ്പോ ഇത് എടുക്കുമ്പോ ഈ നൈറ്റീസ് ഒക്കെ എത്ര പീസ് എടുക്കണം? ഇവിടെ സ്റ്റാർട്ടിങ് ഒരാള് വന്നെയാണെങ്കിൽ 40 രൂപ തുടങ്ങാൻ പറ്റും. അല്ലാണ്ട് വേറെ റേറ്റ് എടുക്കണം, അതിന്റെ കൂടെ എടുക്കാം. സെറ്റ് വൈസ് എടുക്കണം നിർബന്ധമില്ല. ഫസ്റ്റ് വൺ ടൈം നമുക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യം പറയണത്, റെഗുലർ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ആൾക്കാരായി, നിങ്ങൾ നമ്മുടെ ആൾക്കാരായി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് നിങ്ങൾ കച്ചവടം ചെയ്യണ ആൾക്കാരാണോ, നിങ്ങൾ എന്താ സംഭവം അറിയില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചാൽ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓൺലൈൻ ടീമായിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. ബാക്കി ഇനി വിശേഷങ്ങള് അവരായിട്ട്. ഇനി ബാക്കി നമ്മൾ അടുത്ത സ്ഥലത്ത് പിന്നെ അൺസ്റ്റിച്ചഡ് ബിറ്റുകളുള്ളൂ. അത് മെറ്റീരിയൽ ഇത് നൈറ്റീസിന്റെ കേട്ടോ. 3 മീറ്ററിന്റെ 3, 3.25, 2.70 കൗണ്ടറിൽ വെക്കാറില്ല. 3.20 വരെ. 3, 3.20 അങ്ങനെയാണ്. 3.20. അത് കൂടുതൽ ഈ ഫെസ്റ്റിവൽ സമയത്ത് കൈ കൂടുതൽ ഷോളിനൊക്കെ അങ്ങനത്തെ വരുമ്പോ അങ്ങനത്തെ യൂസ്. അതൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇത് ഫുൾ മീൻസ് ബിറ്റുകളാണ്, നൈറ്റി ബിറ്റുകൾ. പ്രിന്റ് തന്നെയല്ല മെറ്റീരിയൽ. എന്ന് വെച്ചാൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഡെയിലി വാഷ് ചെയ്യുമ്പോൾ അതിന് കംപ്ലൈന്റുകൾ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കൂടുതൽ കാലം ഈട് നിൽക്കും. അതെ, ഇപ്പൊ പറയണ്ട. അതൊക്കെ ഒരു ടിപ്പായിട്ട് എടുത്തോട്ടാ. പോവാം നമുക്ക്. ഇനി അടുത്തേക്ക് വേറെ ആളാവൂലേ? ഇത് ചില്ലിങ്കൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ. ഒക്കെ എക്സ്ക്ലൂസീവ് സാരി കളക്ഷൻസ് എന്ന് വെച്ചാൽ ബ്രൈഡൽ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന സാരി കളക്ഷൻസ് ആണ്. പ്രീമിയം ബ്രൈഡൽ വെയർ ആ ഒരു ടൈപ്പ് ഒക്കെ അത്യാവശ്യം നല്ല ഒരു സിൽക്കി ടൈപ്പ്, പ്യുവർ സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ കണ്ടില്ലല്ലോ. ഇല്ല, നമുക്കുണ്ടായിരുന്നു. നമ്മൾ അന്ന് അത്രയും ഒരു വലിയ വീഡിയോയിലേക്ക് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ അവിടെ പറ്റിയിട്ടില്ല. ഞാനിത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ വിട്ടുപോയി. ഈ പ്രാവശ്യം കുറച്ച് എന്താ പറയാ എക്സ്ക്ലൂസീവ് കളക്ഷൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല കളേഴ്സും അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് വരുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതും ഫുൾ ട്രെൻഡി ആയിട്ട് വരുന്ന കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. സാരീസില് ചാർക്കോളില് അല്ലേ? ചാർക്കോളില് സാരീസ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിൽ തന്നെ ഡിഫറെൻറ്റ് ബൂട്ടാ വർക്ക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ചാർക്കോളിലാണെങ്കിൽ ചാർക്കോളിൽ മാത്രമായിട്ട് അങ്ങനെ വരുന്ന കളക്ഷൻസ്. ഇത് ഫുൾ അതിൽ വരുന്ന പല കളേഴ്സ് അല്ലേ? അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? എന്നാൽ ബ്രൈഡലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, ചേച്ചിക്ക്, അമ്മയ്ക്ക് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ചില്ലിങ്കൂട്ടിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി അല്ലാത്ത കുറേ സാരീസ് അവൈലബിൾ ആണ്. സാരി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് ഭംഗി വരുള്ളൂ. അതെ, പക്ഷെ നമുക്ക് നിവർത്തി കാണിക്കാന്നുള്ള വീഡിയോ അതുപോലെ ലെങ്ത് ആയി പോകും. അതെ. അപ്പൊ ഇത് സോഫ്റ്റ് സിൽക്ക്, ചന്തേരി, ബനാറസി അങ്ങനെ എല്ലാ മെറ്റീരിയൽസ്, ഈവൻ കാഞ്ചിപുരം വരെ ഇവിടെ. നമുക്ക് പ്യൂർ ഇല്ല, അത്ര പ്യൂർ ആയിട്ടില്ല. എന്നാ ഒരു കാഞ്ചിപുരം എന്ന് പറയുമ്പോ ഒരു വേറെ എന്നുവെച്ചാൽ എന്നാലും ഉണ്ട്. ആ ഒരു സെമിയില് വരുന്ന ഐറ്റംസ് ഒക്കെ അല്ല അത് ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി നമുക്ക് അടുത്തേക്ക് പോവാം അല്ലെ? എപ്പോഴും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഇത് പോച്ചമ്പള്ളി എപ്പോഴും ട്രെൻഡ് ആണ് കേട്ടോ. അത് പണ്ടേ തൊട്ട് ട്രെൻഡി കളക്ഷൻസ് വരുന്നത്. അത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. പോച്ചമ്പള്ളിയിൽ വരുന്ന അതിൽ പല കളേഴ്സ് ഉണ്ട്. ഇതിന്റെ ശരിക്കുള്ള ഉള്ളിലത്തെ പോർഷൻ ഇതാണ്. ഇതിന്റെ ദാമന്റെ പോർഷൻ ഇത് എന്ന് വെച്ചാൽ പല്ലുവിന്റെ പോർഷൻ വരുന്നത് ഇതാണ്. ഇതൊക്കെ നോക്കിയാൽ നല്ല, ഇതൊക്കെ തൊടുമ്പോ തന്നെ ഇങ്ങനെ ഒഴുകി പോവാ. അതെ, ഏറ്റവും കംഫർട്ട് ആയിരിക്കും ഇത് വെയർ ചെയ്യാനായിട്ട്. ഇത് തൊടുമ്പോ തന്നെ ഒഴുകി പോവാണ്. ആ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അല്ലാത്ത കുറേ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് പലതരം മെറ്റീരിയൽസ് അല്ല, പലതരം വർക്കിൽ വരുന്നുണ്ട്. ഇപ്പൊ സെറീന റോസ് ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. ഇത് ഫുൾ കാണുന്നത് കളക്ഷൻസ് ആണ് കേട്ടോ.
ഇനി നമുക്ക് മെയിൻ സാരീസ് ഇതിലേക്കാണ് സാരീസിന്റെ ഒരു വലിയ ലോകം താഴെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുണ്ട്. ഉണ്ട്. നമുക്ക് അവിടെ പോവാം. അവിടേക്ക്. ഇത് ഫുൾ കോട്ടന്റെ സെക്ഷനാണ് വരുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ ഫുൾ കോട്ടൺ മാത്രമേ കിട്ടുള്ളൂ. കോട്ടന് വേണ്ടിയിട്ട് മാത്രം ഒരു കൗണ്ടർ. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചേ. ഇത് കോട്ടണില് അതെ ഇങ്ങനെ തന്നെ വെച്ചോ. ഇത് കോട്ടണില് പക്ക ക്രോഷ്യ വർക്ക്. അതില് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഈ 5 കളർ കാണിക്കണത് മൊത്തം എടുക്കണം നിർബന്ധം. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. യൂണിഫോം പോലെ അവൈലബിൾ ആണ്, നമുക്ക് യൂണിഫോം ആയിട്ടും കിട്ടുമല്ലോ. ഏത് കളറിൽ നമുക്ക് അപ്പൊ ഒരു കളറിൽ തന്നെ നമ്മൾ 50 പീസ് 100 പീസ് കിട്ടും. അതുപോലെ തന്നെ കിട്ടും. അപ്പൊ ഇത് ഫുൾ കോട്ടന്റെ കൗണ്ടർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്താ സംഭവം? ഈസ്റ്ററിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് വന്നേക്കണാണ്. വൈറ്റ് സാരിയില് വൈറ്റില് ബ്ലൗസ് വർക്ക് ആയിട്ട് വരും. ഇത് കാണുന്നത് ബ്ലൗസ് പീസ് ആണ് അല്ലേ? ഇത് ഫുള്ള് എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്ക് ആണ്. ഒരു പീസ് ഓപ്പൺ ചെയ്താലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ബ്ലൗസ് പീസാണ് വരുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്കില്. അപ്പൊ ഇത് വൈറ്റ് പ്ലെയിൻ വേണമെന്ന് പറയുകയാണെങ്കിൽ പ്ലെയിൻ മാത്രമായിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇതാ അതിൽ പല വർക്ക്സ്. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ അല്ലേ? അതെ ശരിക്കും ഈസ്റ്ററിനല്ല ഗുഡ് ഫ്രൈഡേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. പിന്നെ ഇതെന്താ സംഭവം? അത് ഗ്രേ കോട്ടൺ തന്നെയാണ്. ഗ്രേയിൽ വരുന്നത്. ഗ്രേയുടെ മാച്ചിങ് സിംഗിൾ മാച്ചിങ് ആണല്ലോ. ഇതില് പല ഇതായിരിക്കും പ്രിന്റുകൾ പല ഡിഫറെന്റ് പ്രിന്റുകൾ. അപ്പൊ ഇതില് ഇത് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഇത് ഇഷ്ടമായി ചെയ്ത് മാത്രമായിട്ട് ചെയ്യാല്ലേ. പക്ഷെ കച്ചവടക്കാർക്ക് മാത്രമല്ല ഒരെണ്ണായിട്ട് വരരുത്, സിംഗിൾ പീസ് ചോദിച്ചു വരരുത്. പിന്നെയും ഇതിന്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വൈറ്റിന്റെ തന്നെ കളറില് ഇത് ബ്ലൗസ് എംബ്രോയിഡറി ആയിട്ട് വരും. അതെ ഇത് എംബ്രോയിഡറി ഇങ്ങനെ സെപ്പറേറ്റ് പീസ് ആയിട്ട് വരുന്നത്. വൈറ്റിന്റെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇത് ഫുൾ വൈറ്റിൽ തന്നെ. വൈറ്റിന്റെ നല്ല നല്ല കളക്ഷൻസ് കണ്ടോ. അതെടുത്ത ക്രോസ് സ്റ്റിച്ചില് കണ്ടോ. വൈറ്റിൽ ക്രോസ് സ്റ്റിച്ച് വേണമെങ്കിൽ അത്. അതുപോലെ ഇത് സെയിം ടോൺ ടു ടോണിൽ വരുന്നത്. ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണിക്കാൻ നിൽക്കണം. ഇതൊക്കെ എന്തിന്റെയാ? ഇത് ഫുൾ ലിനല്ലേ. ഓക്കെ ഇതിനും എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. അത് ഫുൾ പല പല പ്രിന്റ്സ് ആണ് അല്ലേ വരുന്നത്? ഓക്കെ അപ്പൊ ഇത് കളറിൽ ഏത് കളർ ഏത് മോഡൽ 50 പീസ് 100 യൂണിഫോം സാരീസ് ആയിട്ടും വേറെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ കോട്ടന്റെ കളക്ഷൻസ്. എനിക്ക് ആ ഉടുപ്പിച്ച സാരി ഭയങ്കര ഇഷ്ടമായി. ഈ സാരിയൊക്കെ നമ്മള് എവിടെയാ കിട്ടാ? ഇത് ഫാൻസിയിൽ വരുന്നതാണ്. ജോർജറ്റിൽ സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്നത്. അതെ ഇത് ഏത് ഭാഗത്തായിരിക്കണത്? താഴത്താണ് ഇതിന്റെ കളക്ഷൻസ് വരുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു മോഡൽ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ ഇല്ലേ? ഇത് അതുപോലെ അത് മോഡൽ അല്ല ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഞാനും ഈ സാരി ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ബ്ലാക്കിൽ നല്ല പക്ഷെ ഉടുപ്പിച്ചിരിക്കണ രീതിയും നല്ല രീതി. ആരോ ഉടുപ്പിച്ചേ? ഡെലീഷ കുട്ടി വേം വാ, ഒരു കൈ കൊടുക്കാനോ വേം ഓടി വാ. ഓടിച്ചാടി വാ. അവിടെ ഒരു സാരി ഉടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സാരി ഉടുപ്പിച്ചില്ലേ അതിന് ഒരു അടിപൊളിയെ പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഉടുത്ത പോലെ ഇതുപോലെ ഉടുക്കാൻ പറ്റില്ല. ഇതിന്റെ ശരിക്കുള്ള പാക്കിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പൊ ഇത് കോട്ടൺ അല്ലാത്തത് ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? അപ്പൊ ഇത് കളേഴ്സ് ഇങ്ങനെ 3 കളേഴ്സ് എടുക്കണം നിർബന്ധം? സിംഗിൾ ആയിട്ട് എടുക്കാം. ഓക്കെ ഇത് പിന്നെ മോഡലിലോ നോക്കിയേ. മോഡലിന്റെ ജസ്റ്റ് ഉടുപ്പിച്ചിരിക്കണത് ആ ഒരു ഭംഗി കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ നിന്ന് പോയത് കേട്ടോ. പക്ഷെ ഇത് ഫുൾ കോട്ടന്റെ സെക്ഷനാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് മെയിൻ സാരീസിന്റെ സെക്ഷനിലേക്ക് കിടക്കാം അല്ലെ? ഒരു ഫ്ലോർ മൊത്തം സാരീസ് മാത്രമേ ഉള്ളൂ. വെറൈറ്റി സാരീസ്. എന്തോരം വെറൈറ്റീസ് ഇരിക്കണേ സാരീസ് നോക്കണേ. ഇതൊക്കെ സാരീസിന്റെ റെഡി ടു വെയർ ആണ്. വെറുതെ കൊടുത്താൽ മതി. 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞാൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ സാരീസ് ഉടുപ്പിച്ചിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് എങ്ങനെയാ ഉടുത്ത് വരുമ്പോഴുള്ള ലുക്ക്. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ അല്ലെ എങ്ങനെയാ ഉടുത്ത് വരാന്നുള്ളത്. അപ്പൊ കുറച്ച് എക്സ്ക്ലൂസീവ് നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചാലോ? ഇവിടെ തന്നെ തുടങ്ങാം നമുക്ക്. പറഞ്ഞതിനെ കുറിച്ച് ചന്തേരിയിലാണ്. പ്രിസൺ ടൈപ്പിലാണ് സീക്വൻസ് വർക്ക്. അതില് കളേഴ്സ് അവൈലബിൾ ആണ് സെറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് അതെല്ലാം. ഓക്കെ പിന്നെ ക്രഷ് ടൈപ്പിലുണ്ട്. ഇത് കട്ട് വർക്ക് ആയിട്ട് മൾട്ടി കട്ട് വർക്ക്. ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ കാണുന്നത്. ഇതിന്റെ കളർ ചാർട്ട്. അപ്പൊ ഈ കളേഴ്സ് എടുക്കണം അല്ലേ? അതെ. ഓക്കെ പിന്നെ വരുന്നത് സാൻഡി ഷിഫോണില് സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്നത്. ഇതിന്റെ കളേഴ്സ് അല്ലേ? ഇത് നിങ്ങളുടെ ബ്രാൻഡ് അല്ലേ? വെറൈറ്റി. അതില് കളേഴ്സ് വരുന്നത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ക്രഷില് ഇതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. ഇതല്ലേ ബ്ലൗസ്? അതെ. ഇതല്ലേ ബ്ലൗസ് വരുന്നത്? ബ്ലൗസ് വരുന്നത് എംബ്രോയിഡറി. പിന്നെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് നോക്കണമെങ്കിൽ നല്ല നല്ല കളേഴ്സ് ആണ്. വെറൈറ്റി പേരിലുള്ളത് തന്നെയാണ്. ഓക്കെ പിന്നെ ഇത് കോൺട്രാസ്റ്റ് വരുന്നത് ഇതല്ലേ? പല്ലു വരുമ്പോഴും ഇത് മിറർ വർക്ക് ഉണ്ടല്ലേ? മിറർ വർക്ക് വരുന്നുണ്ട് വെറൈറ്റിയിൽ കേട്ടോ. ഇങ്ങനെയായിരിക്കും കോൺട്രാസ്റ്റിൽ വരുന്നത്. പിന്നെ വെറൈറ്റിയിലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് വന്നാണ് ജോർജറ്റില്. ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാനായിട്ട് ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇഷ്ടംപോലെ ബോർഡർ കസിന്റെ ബോർഡറിലൊക്കെ വരുന്നത് അല്ലേ? അത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ?
ഇതിന്റെ പല പല കളേഴ്സ് അല്ല പ്രിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റി എന്നുള്ള ബ്രാൻഡിൽ. അപ്പൊ ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത്. ജസ്റ്റ് കുറച്ച് കാണിച്ചിട്ടുള്ള. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരൊറ്റ ഇതിൽ തന്നെ ഇത് നോക്കിയേ, ഒരൊറ്റ ഡിസൈനിൽ തന്നെ നമുക്ക് 4-5 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? 5 ഷെയ്ഡ്. ഇത് ഏതാ മെറ്റീരിയൽ? സെമി ടെസറിൽ വിത്തൗട്ട് ബോർഡർ. എന്നാൽ ബോർഡർ ഉണ്ടെന്നുള്ള ഫീലിംഗും തോന്നുട്ടോ. അത് ഫുൾ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും സാരീസ് അല്ലേ? അപ്പുറത്ത് നോക്കിയാൽ. ഇനി അടുത്ത ഒരു സെക്ഷനിൽ പോയാലോ? ഇത് ഏതാ സെക്ഷൻ? ഫാൻസി. അപ്പൊ ഓരോരോ സെക്ഷൻ ആയിട്ടാണ്. ഒക്കെയും ഡമ്മിയിൽ ഇങ്ങനെ ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? കേട്ടോ. ഇതും ആ നേരത്തെ കണ്ടതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ജോർജറ്റിൽ കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ. ബ്രാസോ ആണ് അല്ലേ? ബ്രാസോയിൽ ഇപ്പൊ ഇത്തിരി കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. റണ്ണിങ് മെറ്റീരിയൽസിലും സാരീസിലും വന്നു തുടങ്ങി. മറ്റേത് ദുപ്പട്ടാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസും അല്ലാത്തത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലെയിനിൽ ഡിസൈനർ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഫുൾ നമുക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല. പ്ലെയിനിൽ തന്നെ നമുക്ക് 2D 3D ഒക്കെ വരുന്നുണ്ട്. 2D സ്റ്റൈലില് അല്ലേ? 0-100 പാഡിംഗ് ടൈപ്പ്. ഓക്കെ. രംഗോലിയിലാണത്. ഓക്കെ. പ്ലെയിനിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതൊക്കെ ഇവിടെ കിട്ടും. വിചിത്ര, റംഗോലി, കോട്ടൺ, അങ്ങനെ എല്ലാം മിക്സ് ആയിട്ട് വരുന്നതാണ്. എല്ലാം പ്ലെയിനിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിലോ വിചിത്രയിലാണ്. വിചിത്രയിൽ തന്നെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആ? അതെ. ഓക്കെ. പിന്നെ അതിന്റെ ബ്ലൂമിംഗ് ചാർട്ട് ഉണ്ട്. ഡാർക്ക് മാച്ചിങ് ആയിരിക്കും വരുന്നത് കൂടുതലായിട്ട്. ഈ സൈഡ് വരുന്നത് ഇത് ബ്ലൂമിങ്ങിൽ വരുന്നത് കേട്ടോ. വിചിത്രയില് തന്നെ. അപ്പൊ പ്ലെയിനിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി പ്ലെയിനിൽ തന്നെ ഇത് വേറെ ആരും എടുത്ത് വെച്ചിട്ടുള്ളതാണ് കുറച്ച് നിലത്ത് ഇരിക്കുന്നത്. അതിൽ പ്രിന്റ് ആയിട്ട് വരുന്നത് ഡിജിറ്റൽ പ്രിന്റില് ഇതാരും സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അതങ്ങനെ ഇരിക്കുന്നത് റാക്കിൽ ഇരുന്നതിന്. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലെയിനിൽ വരുന്നത്. ഇതില് ഡിജിറ്റൽ വരുന്നത് അല്ലേ? ഇതും സിംഗിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ? അത് സെറ്റ് വൈസ് വരുന്നതാണ്. ഇതിവിടെ എടുത്തേ പെട്ടെന്ന് എടുത്തേ. ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ? നല്ലൊരു ചെറിയ ഷൈനിങ് ഒക്കെ വന്നിട്ടുള്ളത് ഡിജിറ്റലില്. അതില് പ്രിന്റുകൾ മാറൂല്ലേ? ഓ ഇത് അടിപൊളിയാണ്. അതിങ്ങനെ എന്താ പറയാ, ടൈ ആ ഒരു ഇതില് വരുന്നത് കേട്ടോ. അതിന് കളേഴ്സും അവൈലബിൾ ആണ്. കാണിക്കാന്നൊക്കെയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ കാണുന്നത് മൊത്തം. അപ്പൊ പ്ലെയിൻ ഫാബ്രിക്കില് നമുക്ക് സാരീസിന്റെ ആ ഒരു നീളം കാര്യങ്ങളൊക്കെ വരും അതിലേക്ക്. അപ്പൊ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. സാരീസ്. ഇവിടെയും സാരീസ്. നമുക്ക് ഇതിപ്പോ ജ്യോതിക സാരീസിൽ പ്രിന്റുകൾ വന്നിട്ട്. എന്ത് സാരീസ്? ജ്യോതിക. പുതിയ പ്രിന്റുകൾ വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കെല്ലാം സിംഗിൾ മാച്ചിങ്ങിലായിരിക്കും കളേഴ്സുകൾ. ഇതിന്റെ തന്നെ സെയിം ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആണ് പ്രിന്റിന്റെ കളേഴ്സ്. ഇതിൽ ഫുള്ള് പിങ്ക് ചെറി വരും. അപ്പൊ 4-5 പീസ് എന്തായാലും ഉണ്ടാവും. സാരീസ് ഉണ്ടാവും. ആ സാരീസ് അങ്ങനെ തന്നെ എടുക്കണം. അതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി വരും. അതിന്റെ പ്രിന്റുകൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ജ്യോതിക സാരി അതിന് കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാരീസ് ആണ് കേട്ടോ ഈ കാണുന്ന സാരീസ്. അതുപോലെ തന്നെ നമുക്ക് ലിനനിലും വന്നിട്ടുണ്ട്. ലിനൻ സാരീസില് പ്യുർ ലിനനില് പ്യുർ ലിനനില് വരുന്ന സാരീസ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? നമുക്ക് ലിനനിൽ ഇഷ്ടം പോലെ പേസ്റ്റൽ കളേഴ്സ് ഈസ്റ്ററിന്റെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കാം. 2 പീസ് 3 പീസ് സെറ്റ് വരുന്നത്. അങ്ങനെ എടുക്കണം അല്ലേ? ഇതൊക്കെ ലിനനില് വരുന്നത് അല്ലേ? ഇതും ലിനനില്. എന്തോരം വേണം, ഏത് മോഡൽ വേണം ഒക്കെ ഡാർക്ക് ഷെയ്ഡുകളുണ്ട്. ലിനനിൽ തന്നെ. ഓക്കെ. പ്യുവറിലാണ് കേട്ടോ ഈ കാണിക്കണല്ലേ? എല്ലാം പ്യുവറിലല്ലേ? പ്യുവർ. പക്ഷെ എല്ലാ സ്റ്റേറ്റിലത്തെ സാരീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് വേറെ കേസ് അല്ലേ? ഒരുവിധം എല്ലാം അത് ഇവിടെ കിട്ടും. ഇതും പ്യുവർ ലിനനിൽ വരുന്ന സാരീസ്. അതിന് എന്തൊക്കെ വെറൈറ്റീസ് വേണമെന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടെന്ന്. അതുപോലെ നമുക്ക് ടെസറിലും വരുന്നുണ്ട്. ഓക്കെ. ഇതും പ്യുവർ തന്നെയാ? ഇത് സെമി. പ്യുവറിനും വരുന്നില്ലേ? പ്യുവർ ഉണ്ട്. പ്യുവർ കാണിച്ചുതരാം. ബാംബു ടെസർ. അതിന്റെ കളേഴ്സുകളല്ലേ ഇത് ഫുള്ള്? ഒക്കെ നല്ല നല്ല ഷെയ്ഡ്സുകളാണ്. നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കളേഴ്സുകൾ. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ. പിന്നെ വരുന്നത് പ്യുവറിനകത്തുണ്ട്. പ്യുവർ ടെസറില്. ഇത് ഫുൾ പ്യുവറില് അല്ലേ? ഫുൾ പ്യുവറിലുണ്ട്. പ്യുവറിൽ. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് വന്നാൽ മതി. നല്ല ഡാർക്ക് ചാർട്ടില് പ്യുവർ ടെസറിൽ വരുന്ന കളക്ഷൻസ് സാരീസില്. കളേഴ്സ് ഒരു 2 ഷെയ്ഡ് 3 ഷെയ്ഡ് പിക്ക് ചെയ്യാം. എത്ര പീസ് വേണമെങ്കിലും 16ന്റെ ചാർട്ടാണുള്ളത്. 16 കളേഴ്സിന്റെ ചാർട്ടാണുള്ളത്. അപ്പൊ ഇത് സാരീസായി. സാരീസിൽ തന്നെ ഇത് പ്യുവർ ടെസറില് ഡിജിറ്റൽ പ്രിന്റ് ഷിബോരി പ്രിന്റ്. അതിലെ കളേഴ്സുകൾ കണ്ടോ? കളേഴ്സ് സൂപ്പർ കളറുകളാ ഫുൾ. ഇതൊരു കളറ് ലൈറ്റ് ഷെയ്ഡാ വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ്. പേസ്റ്റൽ ഷെയ്ഡ്സ്.
ഇത് കുറച്ച് ഒക്കെ പേസ്റ്റൽ ഡാർക്ക് ആയിട്ട് അങ്ങനെ കുറെ മിക്സിംഗ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സാരീസ് നോക്കുകയാണെങ്കിൽ ഇതെന്താ സംഭവം? അത് നമുക്ക് സൂപ്പർ നെറ്റ് സാരീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി പോവാം. ഇത് ഇങ്ങനെ 5 പീസിന്റെ കെട്ട് അല്ലേ? 4 പീസ് 5 പീസിന്റെ സെറ്റ് ആണ്. ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്കിൽ വരുന്നത് അല്ലേ? വീവിംഗ് ആണ് ഫുള്ള്. ബനാറസി വീവിംഗ്. എന്താ മെറ്റീരിയൽ വരുന്നത്? സൂപ്പർ നെറ്റില്. അപ്പൊ ഇത് ഫുൾ ആ ഒരു സാരീസിന്റെ ഡാർക്ക് ചാർട്ടിൽ വരുന്ന സാരി കളക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ കുറേ നടന്ന് കാണാനുണ്ട്. നമുക്കിനി അപ്പുറത്തെ കൗണ്ടറിലേക്ക് പോവാം. ഓരോരോ കൗണ്ടർ ഓരോരോ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കണതല്ലേ. അപ്പുറത്തെ കൗണ്ടറിലേക്ക് ഓടിയാലോ ഇനി നമുക്ക്? ഇത് ഫുൾ നമുക്ക് പ്യുവറിലായി, സെമിയിലായി, അങ്ങനെ. ഇനി ഇപ്പുറത്തെ സൈഡും സാരീസ് തന്നെയാണ്. ഈ ഫ്ലോർ നോക്കുകയാണെങ്കിൽ മൊത്തം സാരീസാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിലത്തെ സാരീസ് എന്താ വരുന്നത്? ഫുള്ള് യൂണിഫോം സാരിയുടെ സെക്ഷൻ ആണ്. യൂണിഫോം സാരീസ്. ഓക്കെ, ഇത് ഫുൾ യൂണിഫോം സെക്ഷൻ. അപ്പൊ ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും എടുക്കാം. എല്ലാത്തിന്റെ സാമ്പിളുകളാണ് നമ്മൾ എല്ലാത്തിന്റെ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ പല മോഡൽസ് പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്. കാണുന്ന പ്രിന്റ്സ് അല്ല, ആക്ച്വലി ഇത് ഫുൾ വീവിംഗ് ആണ് വരുന്നത്. എംബ്രോയിഡറിയിലും വരുന്നുണ്ട്, വീവിംഗ് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇതിനെല്ലാം ഫുള്ള് നമ്മൾ ഓൾറെഡി ഇത്രയും അധികം സ്റ്റോക്സ് നോക്കിയാൽ നിറച്ച് സ്റ്റോക്ക് ആയിരിക്കണത് കേട്ടോ. അപ്പൊ 50 പീസ് 100 പീസ് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നോരോന്നിന്റെയും സാമ്പിളാ വെച്ചിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി പോവാ നമുക്ക് സാമ്പിൾസ്. ഇപ്പൊ ഇന്ന് കണ്ടത് നാളെ ഉണ്ടാവുക അങ്ങനെ പറയാൻ പറ്റില്ല. പുതിയ പുതിയ മോഡൽസ് വന്നോണ്ടിരിക്കും അല്ലേ? വലിയ വലിയ ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, ചെറിയ ബൂട്ടാസ് ആയിട്ട് വരുന്നുണ്ട്, ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്, അതുപോലെ കോപ്പർ സെറിയിൽ വരുന്നുണ്ട്, പിന്നെ ബനാറസി സ്റ്റൈലിൽ വരുന്നുണ്ട്, സ്വീക്വൻസ് വർക്കിൽ വരുന്നുണ്ട് ഇല്ലേ? കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതൊക്കെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു സിൽക്ക് മെറ്റീരിയൽ, സിൽക്ക് ഉണ്ട്, ടെസർ ഉണ്ട്, അങ്ങനെ. അപ്പൊ ഇതിന്റെ ഒക്കെ മോഡൽസ് ഓർഗൻസയിലും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ സാരീസിന്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ സാരീസ് തന്നെയാണ്. എല്ലാം എടുക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാട്ടോ. ഈ സാരീസ് അടിപൊളിയായില്ലോ. ഇത് കോട്ടണില് ചെക്ക് കണ്ടാ? കോട്ടൺ. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെയാ വരാം അല്ലേ? 3 പീസിന്റെ സെറ്റ്, 3 അല്ല 5 എണ്ണം ഉണ്ടാവും. 1 2 3 4 5 അങ്ങനെ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ടിഷ്യൂല് പുതിയതായിട്ട് പറയണ ഫുൾ വിവിങ്ങില് ടിഷ്യൂല് ഇങ്ങനെ. ഇതൊക്കെ ശരിക്കും ബ്രൈഡൽ ആയിട്ട് നമുക്ക് വേറെ കേട്ടോ, നല്ലൊരു ഡിസൈനർ ഒക്കെ ആയിട്ട് നല്ല വലിയ ബോർഡറിൽ വരുന്നതാ. അടിപൊളി. അപ്പൊ ഈ സാരി കളക്ഷൻസ് ആയി. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തൊക്കെ സാരീസ് തന്നെയാ. ചേട്ടാ പറയൂ, ചേട്ടൻ സാരിയില് പുതിയ ആയില്ലേ? പറയൂ. ഇത് നമ്മൾ കോട്ടണിൽ കാണിച്ചപ്പോ ഇതിനകത്ത് സിൽവറില്, ഇത് നമ്മൾ സിന്തറ്റിക്കില് സിൽവറില് അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബ്രൊക്കേഡില് വരുന്നുണ്ട് ഇതല്ലേ? എല്ലാം ബ്രൊക്കേഡിൽ ഇത്രയും കളേഴ്സ് വരും. അത് കോൺട്രാസ്റ്റിലാ വരുന്നത്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അത് പ്രിന്റ് വരുന്നതാ. ഇത് പ്രിന്റ് അല്ലേ? ശരിക്കും എനിക്ക് ഇവിടുന്ന് ത്രെഡ് വർക്ക് ആയിട്ട് ഫീൽ ചെയ്താട്ടോ. പ്രിന്റ് ആണെങ്കിൽ പ്രിന്റ് നമ്മൾ പറയും. ഇത് നോക്കിയ കോൺട്രാസ്റ്റില് വീവിങ് വരുന്നത് കേട്ടോ. കോൺട്രാസ്റ്റില് സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുറേ കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഫെസ്റ്റിവലായിട്ട് കുറച്ചുകൂടി കൂടുതൽ കൂട്ടിയിട്ടുണ്ട് നമുക്ക് കളക്ഷൻസ്. ഇതൊക്കെ ഫുൾ സാരീസ് അല്ലേ? ഫുൾ സാരീസിന്റെ സെക്ഷനാ വരുന്നത്. സാരീസ് നോക്കുകയാണെങ്കിൽ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നോക്കുകയാണെങ്കിൽ ഫുൾ സാരീസ്. നമ്മളെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട് പോയാലോ നമുക്ക്? അടുത്ത സാരീസിലേക്ക് എത്തി. സാരീസ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തപ്പുറത്ത് തന്നെയാണ്. ഇത് നമുക്ക് ടെസറിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ്. ഹാൻഡ് വർക്ക് ഇത് ഫുൾ ഹാൻഡ് വർക്ക്, കാന്ത വർക്കാണ്. ഹാൻഡ് വർക്ക് ഫുൾ കാന്ത വർക്ക്. ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ ഇതിന്റെ കളേഴ്സ് ആട്ടോ. 18 കളേഴ്സ് ഉണ്ട് അതിനകത്ത്. അത് പ്യുവർ ടെസറിലല്ലേ? അതിന്റെ കളേഴ്സ് ഫുൾ കാന്ത വർക്കാണ് വരുന്നത്. കയ്യോണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അത്യാവശ്യം സമയം എടുത്ത് ചെയ്തത്. ബംഗ്ലാദേശ് ഐറ്റത്തില് ജെറി വരുന്നത് പുതിയ കൺസെപ്റ്റ് ആണ്. ഇതിന്റെ കളേഴ്സ് 4 കളേഴ്സിന്റെ സെറ്റുകളാണ് വരുന്നത്. പിന്നെ റേറ്റ് അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോള് അത്രേ ഉള്ളൂ. ബാക്കി അതും കച്ചവടക്കാർക്ക് മാത്രം റേറ്റ് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇത് ഫുള്ള് നമ്മള് ബാഗൽപൂരി ഐറ്റംസ് ആണ്. ബാഗൽപൂരി എല്ലാ സ്റ്റേറ്റിലത്തെ ഐറ്റംസ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ബാഗൽപൂരി സാരി അതിന്റെ ഒരു സാമ്പിൾ. നമുക്ക് ബാട്ടിക് വരുന്നത് കോൺട്രാസ്റ്റിലല്ലേ? കോൺട്രാസ്റ്റ് ബാട്ടിക് നിവർത്തം നിൽക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് കാണിക്കാം അല്ലേ? ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ബാട്ടിക്കിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു 100 ഡിസൈൻസ് അവൈലബിൾ ആണ്. അതെ, അത് കോൺട്രാസ്റ്റിലും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. സെൽഫിലും കോൺട്രാസ്റ്റ് ആണ്. സെൽഫിലും വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ കാണിക്കുന്നത് സെൽഫ്. ഇതിനകത്തും നമുക്ക് ഒരു 100 ഡിസൈൻ ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, റെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അടുത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മള് ജോർജറ്റ് മെറ്റീരിയല് കോൺട്രാസ്റ്റ്. ജോർജറ്റിൽ കോൺട്രാസ്റ്റ് അതിൽ ഫുൾ ബ്ലാക്ക് ആണ് ഇത് വന്നത്.
ബ്ലാക്കിൽ കോൺട്രാസ്റ്റ്. ബ്ലാക്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക്. അതായത് ഇത് ഫുൾ അതിന്റെ കളേഴ്സ്. ഫുൾ കളേഴ്സ് തന്നെ. ഇത്രയും കളേഴ്സ് ഉണ്ട്. ഇത്രയും കളേഴ്സ്. ഇനി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ്. സാരികൾ ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡിൽ. ശരിക്കും ഇവിടെ വെച്ചാൽ അറിയുള്ളൂ അതിന്റെ കറക്റ്റ്. നമ്മുടെ ഡൈയബിൾ ഐറ്റംസ് ആണ്. ഇത് ഡൈ ചെയ്യാൻ പറ്റുമോ? ഡൈ ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം ഡൈയബിൾ. അത് ഡയബിൾ സാരി. ഡൈയബിൾ സാരീസ് ആണ്. വാവ്. ഇത് നമുക്കിപ്പോ ഒരു 50 ഡിസൈൻ ഇപ്പൊ അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റി ഒരു ഡിസൈനിൽ നമുക്കൊരു 500-600 പീസ് റെഡി സ്റ്റോക്ക് ഉണ്ട് ഒരു ഡിസൈനിൽ. അപ്പൊ എല്ലാം ഡൈയബിൾ ആണ്. ഇത് ഡയബിൾ സാരീസ് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഡയബിൾ മെറ്റീരിയൽസ് അല്ലേ കേട്ടോ ഡയബിൾ സാരീസ്. ഇതൊക്കെ അതിന്റെ സ്റ്റോക്ക് വെച്ചാണ്. ഇത് ഫുൾ സ്റ്റോക്കാണ് കേട്ടോ. ഡയബിളുടെ സ്റ്റോക്കാണ് ഫുൾ ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ആ മെറ്റീരിയൽ ഡൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ അതിനകത്ത്. ഓ, നിങ്ങൾ ഡൈ ചെയ്തിട്ട് എങ്ങനെയാവും എന്നുള്ളതുള്ള ഒരു ജോർജറ്റിലുണ്ട്, സെൽഫിലുണ്ട്. ഓക്കെ, ഇത് ഡൈ ചെയ്തതാ ഫുൾ. ഡൈ ചെയ്ത്. ഓക്കെ, ഇതാ ഇത് ഫുൾ ഡൈ ചെയ്ത് എടുത്തിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അതിന് കോൺട്രാസ്റ്റിലും ഉണ്ട്, സെൽഫിലും വരുന്നുണ്ട്. ഒക്കെ വീവിങ്ങിലാണ് വരുന്നത്. ഇത് ഫുൾ. ഇനി മാമ്പഴ കളർ എല്ലാവരും വീക്ക്നെസ് അല്ലേ? മാമ്പഴ കളർ നല്ലോണം വിൽക്കണ കളറുകളാ. അതാണ് നമ്മൾ ലിനനില് കോൺട്രാസ്റ്റ്. സെമി ലിനനില് കോൺട്രാസ്റ്റ് വരുന്നത്. അതൊരു കൺസെപ്റ്റ് ആണ്. ഇതിൽ തന്നെ വൈറ്റും വരുന്നുണ്ട്. വൈറ്റിനകത്തും വരുന്നുണ്ട്. സീക്വൻസ് വർക്ക് ഉണ്ടല്ലേ ഇടയില് ത്രെഡ് വർക്ക് പോയിട്ട്. സീക്വൻസ് ഉണ്ട്. ഇത് ശരിക്കും ബോഡിയാണ്. ശരിക്കുള്ള ലുക്ക് കാണുകയാണെങ്കിൽ ഇതാണ് വരുന്നത് കേട്ടോ. പല്ലു പോർഷൻ അതെ ഇങ്ങനെ ഇടണം, എന്നാലാണ് കറക്റ്റ് ആ ലുക്ക് കിട്ടുള്ളൂ. ബ്ലൗസ് വരുന്നത് നമുക്ക് ബുട്ടി സ്റ്റൈൽ തന്നെ പല്ലു റിച്ച്, ബോഡി ഫുൾ ഓൾ ഓവർ സീക്വൻസ് വരും. സീക്വൻസ് വർക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെയും ഇത് ഫുൾ കളർ, അതിന്റെ കളേഴ്സ് ഈ സൈഡ് മൊത്തം ഇരിക്കണത് ഇപ്പൊ നമ്മൾ കാണിച്ചത് കളേഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ സാരീസ് പറയുമ്പോ 1-1.5 സാരീസ് ആണ്. എല്ലാം കാണിക്കാൻ ആഗ്രഹമുണ്ട്. സമയം നമ്മുടെ കയ്യിൽ കുറവാണ്, ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഈ സാരീസിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇത് സിൽക്ക് ഐറ്റമാണിത്. സിൽക്ക് ഐറ്റംസ് നമ്മള് സൗത്ത് സൈഡിൽ തന്നെ സേലം, കുത്താമ്പള്ളി, ഏലമ്പള്ളി സൈഡിൽ നിന്ന് സാരികളാണ്. അതിനകത്ത് നമുക്ക് ഡിസൈൻസ് എല്ലാം റെഡി നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഫ്ലോർ മൊത്തം സാരീസ് മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോണേക്കാൾ മുന്നേ ഇവിടെയും സാരീസ് ഉണ്ടല്ലേ? ഇതാരാ കാണിക്കാ? ഇതും കാണിക്കാനുണ്ട്. ഇത് കോട്ടനിലാ? കോട്ടനില്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ഫുൾ കൗണ്ടർ കോട്ടൺ മാത്രം. ബംഗാൾ കോട്ടൺ, ഇത് ഹാൻഡ്ലൂം കോട്ടൺ. ഇതിനകത്തെല്ലാം ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഡിസൈൻസ് ഉണ്ട്. നമ്മളെല്ലാം റെഡി സ്റ്റോക്ക് വെച്ചേക്കണത്. ഇത് ഫുള്ള് പല ഫുള്ള് കോട്ടൺ സാരീസ് ആണിത്. ഓക്കെ, ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നത് അല്ലേ? ഇത് ഫുൾ വീവിംഗിൽ വരുന്നത് ബംഗാൾ കോട്ടൺ, ഇത് ഹാൻഡ്ലൂം കോട്ടൺ. നേരത്തെ ഫസ്റ്റ് കാണിച്ചത് നമ്മൾ ഇതായിരുന്നു. അത് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. എക്സ്ക്ലൂസീവ് മീൻസ് ബംഗാൾ കോട്ടന്റെ ഫുൾ കളക്ഷൻസ് ആയിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഹാൻഡ്ലൂമിൽ വരുന്നത്. ഫുൾ ഹാൻഡ്ലൂം കോട്ടണില് കുറെ പേര് നോക്കി വലിച്ചു വരി ഇട്ടിട്ടുള്ളതുണ്ട്. അതിൽ പണ്ടത്തെ ആ ഒരു ടെമ്പിൾ ഡിസൈൻസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അല്ലാത്ത പ്ലെയിനും വരെ ഉണ്ട്. ടെമ്പിളിൽ വരണമെങ്കിൽ ടെമ്പിളിൽ വരെ ഉണ്ട്. ഇതാ ടെമ്പിളിൽ വേണോ, മാങ്ങയിൽ വേണോ, അങ്ങനെ അവൈലബിൾ ആണ്. അതെ, അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ പോകാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്ന് പോകും നമ്മള്. ഇനി നമുക്ക് നമ്മുടെ പുടവയിലേക്ക് പോവാം. അവരുടെ ഓൺ ബ്രാൻഡിലേക്ക് പോവാം. ഇനിയാണ് മെയിൻ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള പൊടുവ ബ്രാൻഡിന്റെ ഫുൾ കൗണ്ടർ വരുന്നത് അല്ലെ? ഇതില് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. സെറ്റ് സാരി ഉണ്ട്, സെറ്റ് മുണ്ട് വരുന്നുണ്ട്, ധോത്തികൾ ആണുങ്ങൾക്ക് മെയിൻ ആയിട്ട് ധോത്തികൾ വരുന്നുണ്ട്. അതെല്ലാം പൊടുവ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് വരുന്നത്. വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. നമുക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഇതുപോലെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഷോപ്പിലേക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ് വന്ന് നമുക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് മാത്രമാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അതില് പല പ്രിന്റ്സിലുണ്ട്. അജ്രക്കിന്റെ പ്രിന്റിലുണ്ട്, ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യൽ കണിക്കൊന്ന, അത് ഫുൾ നിറഞ്ഞിരിക്കണ കണിക്കൊന്ന അല്ലേ? അത് ശരിക്കും നിവർത്തിയാലേ അറിയുള്ളൂ. എന്താ നിവർത്തണമെന്നുണ്ട്, സമയമില്ല, അതാണ് പ്രശ്നം. ഫുള്ളുണ്ട് കേട്ടോ. അതില് ഓഫ് വൈറ്റിലും ഉണ്ട്, നമുക്ക് വൈറ്റ് കളക്ഷൻസിലും വരുന്നുണ്ട്, നമുക്ക് ടിഷ്യൂലും വരുന്നുണ്ട്, കോട്ടണിലും വരുന്നുണ്ട്. അപ്പൊ അതുപോലെ പ്രിന്റുകൾ ഇപ്പൊ ഈ ഉണ്ണിക്കണ്ണന്റെ തന്നെ ത്രെഡ് വർക്കാണ്. ത്രെഡ് വർക്കൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാ സംഭവം. ഇതും എപ്പോഴും കാണുന്നതാ. പക്ഷെ ഇത് ശരിക്കും ഒരു എക്സ്ക്ലൂസീവ് ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ മിസ്സായി പോട്ടോ. കണ്ടോ, ഇത് വിട്ടേ. കണ്ടോ, കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണണം. ആ ഉണ്ണിക്കണ്ണനൊക്കെ ഇരിക്കുന്ന ഒരു രംഗം സാരീസിലൊക്കെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഒരു ഇതിൽ തന്നെ പല പ്രിന്റ്സ് അവൈലബിൾ ആയിരിക്കും അല്ലേ?
പല പ്രിന്റ്സ് ആയിരിക്കും കേട്ടോ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പൊ ഇത് പാറ്റേൺസ് കുറച്ച് ഒരുപാട് മാറി വരും. ആക്ച്വലി ഇത് ഞാൻ വിചാരിച്ചത് പല്ലുവിന്റെ പോർഷൻ മാത്രം ഉണ്ടാവുള്ളൂ, അല്ല, ഫുൾ ഓവറോൾ ബോഡിയിൽ ഈ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഉടുക്കുമ്പോൾ ഒരു ലുക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത് മാത്രമല്ല, അങ്ങനെ കുറേ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഇനി വരാണെങ്കിൽ നമുക്ക് ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് അല്ലേ. ത്രെഡ് വരുന്നുണ്ട്, പ്രിന്റഡിൽ വരുന്നുണ്ട്. അപ്പൊ ത്രെഡിന്റെ വർക്കൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടില്ലേ, പാറ്റേൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും ഇതാ ഇങ്ങനെ ഒക്കെ ടിഷ്യൂലാണെന്ന് മാത്രം. ടിഷ്യൂല് പിന്നെ സിൽവറിന്റെ എടുത്തത് ഇത് സിൽവറില് കട്ട് വർക്ക് വരുന്ന ടൈപ്പ് പാറ്റേൺ ആണ്. ഇത് കട്ട് വർക്കില് അല്ലേ. എംബ്രോയിഡറിയിലും കട്ട് വർക്കിലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പൊ സിൽവറിലുണ്ട്, ടിഷ്യൂലുണ്ട്, വൈറ്റില് വരുന്നുണ്ട്. പിന്നെ വരുമ്പോ നമുക്ക് കളർ സാരീസും വരുന്നുണ്ട് അല്ലേ. കളർ നോർമൽ നമ്മൾ കാണുന്ന ഒരു മോഡൽ തന്നെ അതും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഹോൾസെയിൽ റേറ്റ് ആണെന്ന് മാത്രം. ഇത് സാരീസ് ആണ് വരുന്നത് കേട്ടോ. ഇതാ അതില് ശരിക്കും 2 എണ്ണം കാണിക്കാം, ബാക്കിയുള്ള കളേഴ്സ് വന്ന് നോക്കിക്കോട്ടെ. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലിപ്പോൾ ബ്ലാക്ക്, ഗ്രീൻ, പിങ്ക്, ബ്ലൂ അങ്ങനെ കളേഴ്സ് വരും കേട്ടോ. നടുക്കിൽ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഇതായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഫുൾ നമുക്ക് സാരീസിന്റെ സെക്ഷനായി. സെറ്റ് മുണ്ട് വരുമ്പോൾ ഇത് பார்த்தா സെറ്റ് മുണ്ട് ഇപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ എൻക്വയറി ഉള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇത് പെട്ടെന്ന് പോണ സാധനം അല്ലേ. പെട്ടെന്ന് പോണത് ചെക്കില്, സ്ട്രൈപ്പില് ഇതൊക്കെയാണ് വരുന്നത് മെയിൻ ആയിട്ട് പോകുന്നത്. ഇത് കുറച്ച് നാളായിട്ടാ കളിക്കുന്നു. ചെക്ക് വരും അതിന് ഡബിൾ ഷെയ്ഡാണ് അല്ലേ. ഡബിൾ ഷെയ്ഡാ വരുന്നത്. ഇത് കുറച്ച് നാളായിട്ടാ ഈ ഒരു സംഭവം കളിക്കാൻ തുടങ്ങിയിട്ട്. നല്ലപോലെ എൻക്വയറി ഉള്ള ഐറ്റംസ് ആണ് ഇതല്ലേ. സ്ട്രൈപ്പ് വരുന്നത് ഇപ്പൊ പല പാറ്റേൺസ് ടിഷ്യൂല് വരുന്നുണ്ട്, കോട്ടണില് വരുന്നുണ്ട്. അങ്ങനെ ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് അല്ല, ടിഷ്യൂല് തന്നെ ടൈണ്ടേ. ഓക്കെ. ഇത് ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള മോഡലൊക്കെ തന്നെ ഇത്രയും ബോർഡർ വരുന്നുണ്ട് കേട്ടോ. കളേഴ്സ് ഒരുപാടുണ്ട്. പകുതിക്ക് വരുന്നുണ്ട്, ഫുള്ളിൽ വരുന്നുണ്ട്, അങ്ങനെ ഹാഫിൽ വരുന്നുണ്ട്, ബോർഡർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ചോദിച്ചു വരുന്ന മോഡൽ ഇതല്ലേ. മോഡൽ ഇതാണ്. അപ്പൊ സമയമുണ്ട്, എന്നാലും ആൾക്കാർ ഇപ്പോഴേ ഡബിൾ സെറ്റ് മുണ്ട് വരുന്നുണ്ട്. ഡബിൾ സെറ്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് മുണ്ടിന്റെ ഒന്നിലും കൂടുതൽ വരും. 2 ഡബിൾ ആയിട്ട് വരുന്നത് വരുന്നുണ്ട്. ആ പിന്നെ വരുന്നത് യൂണിഫോം സെറ്റ് മുണ്ടുകൾ അവൈലബിൾ ആണ്. യൂണിഫോം കളേഴ്സ് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്തോണ്ടിരിക്കും. നമുക്ക് തിരുവാതിര കളി കളിക്കാൻ അങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസിന് വേണമെന്ന് വെച്ചാൽ ഫുൾ പറഞ്ഞോളൂ പ്രോഗ്രാംസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഇത്ര ക്വാണ്ടിറ്റി വേണം, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുണ്ട്, നമുക്ക് ഒരു ടീം തിരുവാതിര അങ്ങനെയുള്ള പരിപാടികൾക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ ടിഷ്യൂല് സെറ്റുമുണ്ട്. നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണും. എന്നുവെച്ചാൽ ഒരുപാട് ഉണ്ട്. വരുന്ന ടൈപ്പ് പാറ്റേൺ ഉണ്ട് ഇതിൽ തന്നെ അല്ലേ. നമ്മൾ നേരത്തെ സാരീസിൽ കാണിച്ചത് ഇതാ തന്നെയാണല്ലോ. ഇതാ സാരീസിൽ കണ്ടില്ലേ, അതിന്റെ സെയിം സെറ്റ് മുണ്ടിൽ കേട്ടോ. സെറ്റ് മുണ്ടിൽ വരുന്നത്. അപ്പൊ ഇത് എല്ലാം തന്നെ സെറ്റ് മുണ്ട് വരുന്നതാണ്. സിൽവറിൽ വരുന്നുണ്ട്, പ്രിന്റുകൾ വരുന്നുണ്ട്. ഇത് ഫുള്ള് അല്ലേ. സിൽവർ വേണോ, വൈറ്റിൽ വേണോ, ഓഫ് വൈറ്റിൽ വേണോ, ചേഞ്ച് വന്നോണ്ടിരിക്കും. പിന്നെ പ്രിന്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഓരോന്നോരോന്ന് കാണുന്നതൊക്കെ ആവില്ല. ചിലപ്പോൾ നാളെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ചാൻസ് വേറെ അപ്പോഴേക്കും വന്നോണ്ടിരിക്കും. അപ്പൊ ഇത് ഫുൾ ഉണ്ടെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ നമുക്ക് പൊടുവ ബ്രാൻഡിന്റെ ഇവരുടെ ഓൺ ബ്രാൻഡിന്റെ തന്നെ സെറ്റ് സാരി സെറ്റും ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഇതിന്റെ കാര്യം എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട് കണ്ടോ. അതിന് തന്നെ സെപ്പറേറ്റ് ബ്ലൗസ്, അതിന്റെ കളേഴ്സ്. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് ലേഡീസിന്റെ ഐറ്റംസ് ആയി. ഇനി ജെൻസിന്റെ പോയില്ല. ജെൻസിന്റെ ഉള്ളിലേക്ക് തന്നെ പോണം കേട്ടോ. ജെൻസിന്റെ ഇങ്ങനെ ഉള്ളിലായിട്ട് വെച്ചേക്കാം. ഇവിടെ എന്താ ഐറ്റം? ജെൻസിന്റെ ധോത്തീസ് വരുന്നുണ്ട്, ലുങ്കീസ് വരുന്നുണ്ട്, കൈലി വരുന്നുണ്ട്, കാവിമുണ്ടുകൾ, അങ്ങനെയുള്ള കുറച്ച് എല്ലാ ഐറ്റംസും നിലവിൽ അവൈലബിൾ പോടുവാന്നുള്ള ഇതില്. അതിൽ തന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇഷ്ടമനുസരിച്ച് മുറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് സ്കേർട്ടായിട്ട് ധാവണിയായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലും ഡബിൾ ധോത്തി വരുന്നുണ്ട്, സിംഗിൾ ധോത്തിയിൽ നമുക്ക് പുടവ ബ്രാൻഡ് വരുന്നുണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് പൊടുവ. അപ്പൊ അതില് ഡബിൾ, സിംഗിൾ, വീതി കൂടിയത് കുറഞ്ഞത് അതൊക്കെ എല്ലാതും ഇതില് നമുക്ക് സിംഗിൾ ആയിട്ട് അങ്ങനെ ഇഷ്ടമാണെങ്കിലും മേടിക്കാം. അത് കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. സിംഗിൾ കേട്ടിട്ട് ഒരു പീസിന് ഓടി വരായിരിക്കും. ഹോൾസെയിൽ റേറ്റിന് കച്ചവടക്കാർക്ക് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ വരുന്നത്. അപ്പൊ ഇത് ഇവിടെ ആണെങ്കിൽ കളിമുണ്ട്, കാവി, അങ്ങനത്തെ സംഭവമൊക്കെ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോകാം. സെക്ഷൻ നമുക്ക് വേറെ കാര്യം പറയാം. നമ്മുടെ പുടവ ഫെസ്റ്റ്, അതായത് ഇപ്പോൾ ഈ വരുന്ന മാർച്ച് മാസത്തെ നമ്മൾ പുടവ ഫെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു പുടവ ഈ വിഷു പ്രമാണിച്ചുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നമ്മുടെ ഷോപ്പിൽ തന്നെ, അതായത് എറണാകുളം ഷോപ്പിലും ഉണ്ട്, അതുപോലെ കൊല്ലം ഷോപ്പിലും ഉണ്ട്. 2 ഡേറ്റുകളിലായിട്ടായിരിക്കും. എറണാകുളം ഷോപ്പിൽ വരുന്നത് മാർച്ച്
മാർച്ച് ഡേറ്റ് 13-14 ആണ്. അതായത് ഇപ്പൊ നിലവിലുള്ള ഡേറ്റ് കൺഫേം ആക്കുന്ന 13-14 മാർച്ച് 13-14 ഇവിടുത്തെ ഷോപ്പ് വെച്ചാണ്. അപ്പൊ അതിലെന്താ നമുക്ക് ഗുണം? നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങി സംസാരിക്കാം അല്ലെ. അതിലെന്താ നമുക്ക് അങ്ങനെ ഗുണം എന്താ? നമുക്ക് കുറച്ച് കളക്ഷൻ നമുക്ക് നിലവിൽ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഈ ഒരു ഫെസ്റ്റിലേക്ക് നല്ല രീതിയിൽ നമ്മൾ ബൾക്കായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും പുതിയ ഫ്രഷ് ഐറ്റംസും എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വെറൈറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വെറൈറ്റി ഇവിടെ കാണാത്ത ഐറ്റംസ് ആ ഒരു 2 ദിവസം വരാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് രീതിയിൽ നമുക്ക് കാണാം. വന്നിങ്ങനെ കസ്റ്റമർ വരുന്ന പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻ എന്തായാലും നമ്മൾ ആ ഒരു അത് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇവിടെ തന്നെയാണ് നമ്മുടെ താഴത്തെ ഫ്ലോറിലായിരിക്കും. താഴത്തെ ഫ്ലോറിലേക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ 13-14 അപ്പൊ മറക്കണ്ട, മാർച്ച് 13-14 നമുക്ക് എറണാകുളത്താണ്. അപ്പൊ കൊല്ലത്തെ ഏതാ ഡേറ്റ് എന്നുള്ളത്? അത് നിങ്ങൾ 17 ഡേറ്റ് വരുന്നത്. അതായത് തിരുവനന്തപുരം ആ ഏരിയ എന്നൊക്കെ ഉള്ളവർക്ക് ഏറ്റവും അടുത്തുള്ളത് കൊല്ലമായിരിക്കും. അപ്പൊ വിളിച്ചു ചോദിച്ചോ ഒന്നുകൂടി ഡേറ്റ് ഒന്നുകൂടി കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്താൽ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഡീറ്റെയിൽസ് കൊടുക്കാം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അപ്പൊ ജസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെയിലി അപ്ഡേഷൻസ് പ്രോഡക്റ്റ് എല്ലാം തന്നെ ഉണ്ടാവും. അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തോ. അപ്പൊ അതിൽ ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ മറക്കണ്ട, മാർച്ച് 13-14 പൊടുവ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേഗം ഇങ്ങോട്ട് പോകുന്നു. ഇനി ഇങ്ങോട്ട് എത്താൻ പറ്റാത്തവർക്കാണെങ്കിൽ മിസ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് 17-ാം തീയതി നമുക്ക് കൊല്ലത്തേക്കും വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ 13-14 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാന്ന് വെച്ചാൽ വിഷമിക്കണ്ട, അങ്ങോട്ട് പോയാൽ മതി. പോവാൻ അടുത്തേക്ക്. ഈ സെക്ഷൻ മൊത്തം ജെൻസിന്റെ സെക്ഷനാ. ഇവിടെ എന്തൊക്കെയാ കിട്ടണേ? നമ്മുടെ ഷർട്ടിങ് 35 ഷർട്ടിങ് കട്ട് പീസ് ഉണ്ടാവും. 55 വീതി ഷർട്ടിങ് വരുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ദിൽബറിൽ വരുന്നുണ്ട്. ദിൽബറാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ റണ്ണിങ് ഉള്ളത് റെഡിമെയ്ഡ് ഷർട്ട് അടിക്കാനായിട്ടും പോകുന്നുണ്ട്. പുതിയ ഡിസൈൻസ് എല്ലാം അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ ഡിസൈൻസ് എപ്പോഴും വന്നോണ്ടിരിക്കും. കാരണം ദിൽബർ ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ്, ബ്രാൻഡിങ് ആണ്. ഓൺ ബ്രാൻഡ്. അതില് ഇതാണ് ഈ കാണുന്ന ദിൽബർ മുകളിൽ എഴുതിയിട്ടുണ്ട് ഷർട്ടിങ് ആൻഡ് സൂട്ടിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഫുൾ ഷർട്ടിന്റെ റോളിംഗ് ആണ്, റോൾസ്. ഫുൾ ഷർട്ടിന്റെ റോള് ഇതാകുമ്പോ വീതി കുറഞ്ഞ റോള്. അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് ലെങ്തിലും വിഡ്ത്തിലും. ഓക്കെ. പിന്നെ ഇതും നമ്മുടെ ഷർട്ടിങ് ചെയ്യുന്ന ഈ കാണുന്നത് ഇത് നമുക്ക് കട്ട് പീസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. കട്ട് പീസ് ഇതാ, ഇതൊക്കെ കട്ട് പീസ് സിംഗിൾ പീസ് ആയിട്ട് വരും. ഇത് തന്നെ ഓരോ പീസായിട്ട് എടുക്കാനായിട്ട്. ഇത് റണ്ണിങ് ആയിട്ട് വരും, മറ്റേത് ഓരോ പീസായിട്ട് വരും. ഓരോ പീസായിട്ട് വരും. ഒരു ഷർട്ടിന്റെ അളവ് മാത്രം, ഷർട്ടിന്റെ അളവായിട്ട്. അതേപോലെ സൂട്ടിങ്ങും വരുന്നുണ്ട്. ഇത് സൂട്ടിങ്. ഇത് പാന്റിന്റെ പീസായിട്ട്. ഇതിപ്പോ കട്ട് പീസായിട്ട് ഒരു 1.30 കട്ട് ഉണ്ടാവും. അതിന്റെ തന്നെ റണ്ണിങ് അവിടെ ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. അതിലും ദിൽബർ തന്നെ നമുക്ക് മെയിൻ ബ്രാൻഡായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, ദിൽബർ ആണ് മെയിൻ ബ്രാൻഡ്. ഇവർക്ക് ജെൻസിന്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ദിൽബർ ബ്രാൻഡിന്റെ ദിൽബർ. ഞങ്ങളുടെ ദിൽബർ ഒന്ന് എടുത്തോളാൻ ഈ ദിൽബറിനെ. അപ്പൊ ദിൽബറിൽ ഷർട്ടിങ് ആൻഡ് സൂട്ടിങ് എന്ന് വെച്ചാൽ മൊത്തം ജെൻസിന്റെ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ എല്ലാ കളേഴ്സ്, എല്ലാ മോഡൽസ്, എന്താന്ന് വെച്ചാൽ മോഡൽസ് മീൻസ് ഷർട്ടിന്റെ റെഡിമെയ്ഡും ഇല്ലേ? റെഡിമെയ്ഡ് നമ്മൾ താഴ്ത്താണ്. ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നമുക്ക് തയ്ക്കാൻ പറ്റും മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. റണ്ണിങ് മെറ്റീരിയൽ കട്ട് പീസ്. ഓക്കെ. അപ്പൊ ഇനി മറ്റേ സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ഷർട്ട് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇവിടെ റെഡിമെയ്ഡും ഉണ്ട്, നമുക്ക് തയ്ക്കാൻ പറ്റിയ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തേക്ക് പോവാം. നമുക്ക് അതേ സമയമില്ല, ഇനിയും കുറെ കാണിക്കാനുണ്ട്. മെൻസിന്റെ റെഡിമെയ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്താ ബ്രാൻഡ്? ബ്രാൻഡ് ലിയോ മാർട്ടിൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ലിയോ മാർട്ടിൻ. ഓക്കെ. അത് ഷർട്ടിങ്ങിൽ മാത്രം? ഷർട്ടിൽ മാത്രമാണ്. ഷർട്ടിങ് അല്ല, ഷർട്ടില്. ഷർട്ടിൽ വരുന്നത്. ഷർട്ടിലാകുമ്പോ സൈസസ് അവൈലബിൾ ആണ്. 38 മുതൽ 42 വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പ്രിന്റുകൾ മാറി വരും. അല്ല പ്ലെയിൻ വരുന്നുണ്ട്. മെറ്റീരിയൽസ് പല മെറ്റീരിയൽസിലും ഉണ്ടാവും. കോട്ടണിലുണ്ടാവും, അതുപോലെ പോപ്കോൺ വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഓൺ ബ്രാൻഡിങ് ആണ് വരുന്നത്. അപ്പൊ ബ്രാൻഡിന്റെ പേര് ലിയോ മാർട്ടിൻ. ലിയോ മാർട്ടിൻ. ഇതാണ് ശരിക്കും ഷർട്ടിൽ വരുന്നത്. ഓക്കെ. അപ്പൊ അതുകൂടെ നോൺ ബ്രാൻഡായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഓട്ടോ ചേട്ടന്മാർക്ക് അല്ലെങ്കിൽ കാക്കിയൊക്കെ ഓട്ടോ അല്ല, ഡ്രൈവർ ചേട്ടന്മാര്, ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരല്ലേ, അവർക്ക് ബൾക്കായിട്ട് ഇതുപോലെ എടുക്കാതെ അതിന്റെ കാദീര ഫുള്ള് വരുന്നത് പല സൈസിൽ അവൈലബിൾ ആണ്. 38 മുതൽ 42 വരെ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇത് ഫുൾ ഖാദീര. അത് കളേഴ്സും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഖാദീര ഡാർക്ക്, ലൈറ്റ് ആയിട്ട് അങ്ങനെ ചെറിയ മാറ്റങ്ങള് അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഫുൾ ഖാദിയായി. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇതല്ലേ. അതുകൂടാതെ വൈറ്റ് ഷർട്ട് ചോദിച്ചു വരുന്നവരുണ്ട്. അത് മാത്രം ബൾക്കായിട്ട് 10 പീസ് 50 പീസ് ഒക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അവർക്കും ഉണ്ട് കേട്ടോ. സൈസസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കാണുന്നത് മൊത്തം ട്രാക്ക് പാൻസും ഉണ്ട്. ഇതൊക്കെ സിംഗിൾ ആയിട്ട് അങ്ങനെ എടുക്കാം അല്ലെ. സിംഗിൾ ആയിട്ട് വരുന്നത് ഇത് ഫുൾ. അപ്പൊ ഫുൾ ഇത്രയും ബണ്ടൽ ഇങ്ങനെ എടുക്കണം കേട്ടോ. അങ്ങനെ. അപ്പൊ ട്രാക്ക് പാൻസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ഷർട്ട്സ് ആ ബ്രാൻഡ് അല്ലാത്ത ബ്രാൻഡ്സും അവൈലബിൾ ആണ്. നമുക്ക് ഷർട്ട്സ് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ടീഷർട്ട്സും അവൈലബിൾ ആണ്. ഓക്കെ. നിങ്ങളുടെ ബ്രാൻഡിൽ ഇവരുടെ യൂണിഫോം ആയിട്ട് ഇപ്പൊ ഒരു ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി വേണം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്.
ഇതൊരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ്, അങ്ങനെ. അപ്പൊ ചുരുങ്ങിയത് ഒരു 10-12 കളേഴ്സെങ്കിലും അവൈലബിൾ ആയിരിക്കും അല്ലേ? കളേഴ്സുകളാണ് നല്ല മൂവിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതൊക്കെ വരുന്നത് അല്ലേ? അപ്പൊ ഇത് ഇവരുടെ ഓൺ ബ്രാൻഡിംഗിൽ വരുന്നതാണ്. അല്ലാതെ ബ്രാൻഡുകൾ വേറെ ഉണ്ട്. എല്ലാ ടൈപ്പ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയാലും ചെക്ക് ആയാലും പ്രിന്റുകളായാലും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വരുന്നത് നമുക്ക് സിംഗിൾ ആയിട്ട് ചൂസ് ചെയ്യാം. പക്ഷെ ഹോൾസെയിൽ ആണെന്ന് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണത്തിന് മാത്രമായിട്ട് സെറ്റ് വൈസ് വരുന്ന ഷർട്ട് സെറ്റ് വൈസ് വരുന്നുണ്ട് ഷർട്ടിന്. 3 സൈസസ് വരും. ഓക്കെ. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ സൈസസ് ഡിഫറെന്റ് ആയിരിക്കും, കളർ സെയിം ആയിരിക്കും. അങ്ങനെയാണ് എടുക്കേണ്ടത്. അതിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ കളേഴ്സുകൾ സെറ്റിൽ എടുക്കണത് അല്ലേ? ഈ സെറ്റിൽ എത്ര സൈസ് ഉണ്ടാവും? സൈസ് 38 മുതൽ 42 ആ സൈസ് വരെ. 3 സൈസ് വരുന്നുണ്ട്, 4 സൈസ് വരുന്ന സെറ്റുകൾ. ഓക്കെ അങ്ങനെ. ഓക്കെ. അപ്പൊ ഇത് ഫുൾ ഷർട്ട്സിൽ അതിൽ പ്രിന്റ് വരുന്നത് ഇപ്പൊ മൂവിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ. ഇമ്പോർട്ടഡ് ഫാബ്രിക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ളത് അല്ലേ? എന്നുവെച്ചാൽ അങ്ങനത്തെ ഫോർമൽ അല്ലാത്ത മോഡലും അവൈലബിൾ ആണ് ഷർട്ടിൽ. അതിന് കളേഴ്സുകൾ. ഇതാണ് കളേഴ്സ് വരുന്നത്. പിന്നെ വൈറ്റ്, ഇത് ഫുൾ വൈറ്റ് മാത്രം അല്ലേ? ടീഷർട്ട്. നേരത്തെ കാണിച്ചത് ഷർട്ട് ആയിരുന്നു. ഇത് ഫുൾ ടീഷർട്ടുകൾ. സൈസസും അവൈലബിൾ ആണ്. മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ. ഡബിൾ എക്സൽ സൈസസ്. പിന്നെ പാൻസ് ഈ സെക്ഷനിൽ വരുന്നത് അല്ലേ? നമുക്ക് സെറ്റ് വൈസ് ആണ് വരുന്നത്. ഒരു സെറ്റിൽ സൈസസ് ഉണ്ടാവും. 4 സൈസ് ഉണ്ട്. 4 സൈസ് ഒരേ സെയിം കളറിൽ. 30 മുതലാണെങ്കിൽ അത് 4 സൈസ്. അതിലെല്ലാം മോഡലുണ്ട്. പാരഷൂട്ട്, ബാഗി, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഫുൾ പാൻസ്. അതും ജെൻസിന്റെ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം കേട്ടോ. പിന്നെ നമുക്ക് നമുക്ക് പ്ലെയിൻ ഷർട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നേരത്തെ കണ്ടത് നമ്മള് പ്രിന്റിലൊക്കെ ചൗക്ക അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കുറെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ജെൻസിന്റെ നേരത്തെ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ട്രാക്ക് പാൻസ്, അതുപോലെ ഷർട്ട്സ് എല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഗോഡൌൺ ആണെങ്കിൽ 2 ഫ്ലോർ വേണമെങ്കിൽ പോലും നമുക്ക് കൊണ്ടുവന്നുള്ളതാണ്. ജെൻസിനായാലും ലേഡീസിനായാലും രണ്ടുണ്ട്. ഇതിന് എത്ര പീസ് വരും? അപ്പൊ 10 പീസ്. 12 പീസിന്റെ ഒരു സെറ്റ് ആണ്. 12 പീസ് 6 ഒരു ഇതായിട്ട് പല രീതിയിലുള്ള കളക്ഷൻസ് ഇതല്ലേ? വൈറ്റ് ആണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് പോകുന്നത് വൈറ്റ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ. ഇതൊക്കെ ജെൻസിന്റെ ടവൽസ് മാത്രമല്ല, A to Z ഹാൻഡ്കർച്ചീഫ് തൊട്ട് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല. എല്ലാം കൂടെ പക്ഷേ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. മണിക്കൂർ കുറെ പോകും. ഇപ്പൊ ഓൾറെഡി 1 മണിക്കൂർ. അത് വേറെ കേസ്. 60,000 സ്ക്വയർ ഫീറ്റ് മൊത്തം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ ഇത് വരുന്നത്. എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ ടീഷർട്സിന്റെ സാമ്പിൾസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് ഫുൾ. ഇപ്പൊ ഇവിടെ വന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നേരിട്ടതാ. ഇത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ. കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് മാത്രമല്ല ഫർണിഷിങ്ങും ഉണ്ട്. കിഡ്സിന്റെ എത്തിയിട്ടില്ല. അപ്പൊ കിഡ്സിന്റെ ഒന്ന് പോവാം നമുക്ക്. ഇതിപ്പോ എല്ലാം തന്നെ ടീഷർട്ടുകളും ട്രാക്ക് പാന്റുകളും ഇതൊക്കെ അല്ലേ? ഹുഡീസ്, ട്രാക്ക് പാൻസ്, അങ്ങനത്തെ കോട്ടണിലുണ്ട്, ലൈക്രയിലുണ്ട്, ബനിയൻ സ്റ്റഫിലും, അങ്ങനെ പല മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് കേട്ടോ. ജോഗർ, ബർഗർ, അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ജെൻസിന്റെ ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി കിഡ്സിലേക്ക് കടന്നിട്ട് നമുക്ക് ഫർണിഷിംഗ് കൂടി കാണാം. ഇഷ്ടം പോലെ ഉണ്ട് കാണിക്കാൻ. ഇത് ഫുൾ കിഡ്സിന്റെ സെക്ഷനാണ് വരുന്നത് കേട്ടോ. കിഡ്സിന്റെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ന്യൂ ബോൺസ് ഒക്കെ ഇവിടെ തന്നെയാ. ഒക്കെ ഇവിടെ തന്നെയാണ്. ആൺകുട്ടികളുടെ ഇല്ല, നമുക്ക് പെൺകുട്ടികളെ മാത്രം. പെൺകുട്ടികളുടെ മാത്രം. ആൺകുട്ടികൾ വരുന്നില്ല? ഇല്ലില്ല. ആൺകുട്ടികൾ ചെയ്യുന്നില്ല. പെൺകുട്ടികൾ മാത്രം ചെത്തി നടന്നാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ പെൺകുട്ടികൾക്കുള്ള ന്യൂ ബോൺ ബേബീസ് തൊട്ടുണ്ട്. അതിന്റെ കുറച്ച് വെറൈറ്റീസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു കേട്ടോ. ഇത് ഒരേ മോഡൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ഇതിൽ കളക്ഷൻ എങ്ങനെ വരാം? കെട്ടില് ഈ കളർ മൊത്തം എടുക്കണോ? എങ്ങനെയാ? ഈ കളറിൽ ഡിഫറെന്റ് സൈസ് വരും. ഡിഫറെന്റ് സൈസ് എന്ന് വെച്ചാൽ ഒരു കെട്ടില് ഡിഫറെന്റ്. ഇപ്പൊ ഈ കെട്ടാണെങ്കിൽ ഇതിൽ എങ്ങനെ വരാം? അതില് സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് കളർ ചേഞ്ച് ഇല്ല. അങ്ങനെ 5 പീസിന്റെ ഒരു കെട്ടാണ് എടുക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു ഹാങ്കർ പാക്കിംഗിൽ വേണമെന്ന് വെച്ചാൽ ഹാങ്കർ പാക്കിംഗ് അവൈലബിൾ ആണ്. ഇത് പക്ക കോട്ടന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആയിട്ട് വരുന്നത് അല്ലേ? ചേച്ചി ഒന്നും പറയണില്ലല്ലോ. ചേച്ചിക്ക് മിണ്ടാട്ടം ഇല്ല. ഇതാ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് ന്യൂ ബോൺ തൊട്ട് എത്ര വയസ്സ് വരെ ഉണ്ട്? 10 വയസ്സ് വരെ. 10 വയസ്സ് വരെ. അതെ, ഇത് വേറൊരു വെറൈറ്റി ഫാൻസിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിന്റെയും ഡിഫറെന്റ് കളേഴ്സ് കണ്ടോ? നെറ്റ് ഫ്രോക്കില് അല്ലേ? ഇത് ഹക്കോബയില് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ 3 സൈസ് എടുക്കണം. 4 സൈസ് വരും. 1, 2, 3, 4 സൈസ് വരും കേട്ടോ. അപ്പൊ ഇത് കളക്ഷനായി. ഈ ബോക്സിൽ എന്തായിരിക്കണം? ഇത് ഡെയിലി യൂസിന് പറ്റിയത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഈ ബോക്സിലിരിക്കുന്ന ഐറ്റം എന്താ? ഇതാണ്. ഓക്കെ. ഇതാണ് സാമ്പിൾ. ഇത് ആക്ച്വലി ഇങ്ങനെ ബോക്സ് പാക്കിങ്ങിലെ വരാം. 5 എണ്ണത്തിന്റെ പീസ് വരാം. അതിൽ തോരന നമ്മൾ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ സെയിം സൈസ് ഡിഫറെന്റ് ഇതിൽ വരുന്നത് അതിൽ വരും. ഓക്കെ. പിന്നെ അതിന് ഡിഫറെന്റ് ഇത് ഫ്രോക്ക് ഉണ്ടോ? ഫിഷ് ഫ്രോക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ ശരിക്കും ആക്ച്വലി ഇത് ഫ്രോക്ക് അല്ല, ആക്ച്വലി ഇത് പാന്റ് ആണ്.
പാന്റ് അല്ല ശരിക്കും എന്താ പറയാ ട്രൗസർ പോലെ നമുക്ക് ഇടണം, പക്ഷെ കാണുമ്പോൾ ഉടുപ്പ് പോലെ ഫീൽ ചെയ്യും അല്ലേ? ചേച്ചി അതെ അതെ, അതായത് കാണുമ്പോൾ ഫ്രോക്ക് അല്ലേ, പക്ഷെ ഇടുമ്പോൾ നമുക്ക് ട്രൗസർ ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി സേഫ്റ്റി കൂടും കേട്ടോ. അതിന്റെ കളേഴ്സ് കളക്ഷൻസ് ഡിഫറെന്റ്. ഇനി ഇത് നോക്കിയാൽ കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയിട്ട്, അപ്പൊ പെൺകുട്ടികളുടെ നല്ല നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, വരാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ ബോക്സ് പാക്കിങ്. ഇത് ടീഷർട്ട് മാത്രം, ഉടുപ്പാണല്ലോ ഇത്, ഉടുപ്പ് മാത്രം. ഇതിന് പാൻറ്റീസ് അടക്കം വരുന്നത് അല്ലേ? ഇത് ഉടുപ്പ്, അതിന്റെ കൂടെ ചെറിയൊരു പാൻറ്റീസ്. എത്ര പൈസ വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ? അത് 1 വയസ്സ് 2 വയസ്സ് 3 അല്ല ഇതല്ല, മൊത്തത്തിൽ നമുക്ക് 10 വയസ്സ് വരെ, 1 തുടങ്ങി 10 വയസ്സ് വരെയാണ് ഇവിടെ അവൈലബിൾ വരുന്നത്. പിന്നെ ഇത് നോക്കിയേ, ഇത് ഫാൻസിയിൽ വരുന്നത് അല്ലേ? ഇത് നോക്കിയേ, ഇതൊരു നല്ലൊരു അടിപൊളി ടോപ്പ്, അതിന്റെ കൂടെ വരുന്ന പാൻറ് 3/4 പാൻറ് വരുന്നതാണ്. അതിന് കളേഴ്സ് മാറും കേട്ടോ. അങ്ങനെ 3 പീസിന്റെ ഒരു സെറ്റ് ഫുള്ള് ബോക്സ് ആയിട്ട് തന്നെ എടുക്കണം. ഇത് ഫുൾ വരുന്നത് നമുക്ക് കുട്ടികളുടെ കളക്ഷൻസ് ആണ് വരുന്നത്. ഇതെല്ലാം കോട്ടൺ ഫ്രോക്ക്, യെസ്, സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടന്റെ ഫ്രോക്കുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണിച്ചു കേട്ടോ. ഇതാ വലിയ സൈസ് ഫ്രോക്കുകൾ. ഇതൊരു ഫാൻസി ടോപ്പ് വിത്ത് പാൻറ്, ജീൻസ് പാൻറ്, ബാഗി. അപ്പൊ അങ്ങനെ കളക്ഷൻസിന് ഒരു കുറവില്ല. കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കാണുന്നത് മൊത്തം നമുക്ക് കിഡ്സ് വെയറിന്റെ കളക്ഷൻസ് ആണ്. ഇനി നമുക്ക് ന്യൂ ബോണിന്റെ ഉണ്ടല്ലേ? ന്യൂ ബോണിന്റെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയുണ്ട്. പിന്നെ പോപ്പീസ് ബ്രാൻഡ് ഉണ്ട്, ബോൺബി പോപ്പീസ്. ന്യൂ ബോണിൽ കേട്ടോ, പെൺകുട്ടികളുടെ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഇത് നോക്കിയാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, ചെറിയ ടീഷർട്ട് അല്ലേ? ഓ കണ്ടോ, ഇതൊക്കെ ന്യൂ ബോൺ ബേബീസിന് അല്ലേ? ഇത് ന്യൂ ബോൺ ബേബീസിന് വരുന്ന കളക്ഷൻസ്. ഇതും അതിൻ്റെ കളേഴ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഒക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇത് ഫുൾ നമുക്ക് ന്യൂ ബോൺ ബേബീസിൻ്റെ ബോക്സ് പാക്കിങ്ങിൽ വരുന്ന കളക്ഷൻസ്. അല്ലാണ്ടുള്ള കളക്ഷൻസും ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡെയിലി വെയറിൻ്റെ കളക്ഷൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഫർണിഷിംഗ് ഐറ്റംസിലേക്ക് പോവാം. ഫുൾ ഫർണിഷിങ്ങിൻ്റെ ഐറ്റംസ് ഇവിടെ എന്തായിട്ടായിരിക്കുന്നത്? ഇവിടെ ഫർണിഷിംഗ് ബ്ലാങ്കറ്റ് ഐറ്റംസ് ഒക്കെയാണ്. ബ്ലാങ്കറ്റ്, കംഫർട്ടർ, പിന്നെ മാറ്റ്, കാർപ്പറ്റ്, സോഫ ബാഗ്, ഇതൊക്കെ. ഇപ്പുറത്താണെങ്കിൽ സോഫ ബാഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ചേട്ടൻ കിടന്നോ? ഇവിടെ സോഫയുടെ കവേഴ്സ്, അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ഷോൾസ് ഉണ്ട്. എന്തുണ്ടെന്ന്? ഷോളുകള്, പൊന്നാട അണീക്കില്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് അല്ലേ? ഓക്കെ, അതും ഒരു പീസായിട്ട് കിട്ടില്ലല്ലോ, സെറ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഇതെന്താ? ബെഡ്ഷീറ്റ്സ്. ഏതാണ്? എലൻ ബ്യൂട്ടി. ഇത് ഇവിടെ ഉണ്ട്, എലൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. എലൻ ബ്യൂട്ടി നിങ്ങളുടെ ബ്രാൻഡ് അല്ലേ? നമ്മുടെ ബ്രാൻഡ്. ആഹാ, എലൻ ബ്യൂട്ടി. അതിലൊരു 15 ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ബ്രാൻഡാണ് എലൻ ബ്യൂട്ടി. അത് ഫർണിഷിംഗിൽ വരുമ്പോൾ എല്ലാ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരെണ്ണം പെട്ടെന്ന് കാണിച്ചു പോകണം കേട്ടോ. ഫാമിലി, കിങ്, ക്യൂണും മറ്റത് സിംഗിൾ, അത് ഇതെല്ലാം. അതും ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. അതും എലൻ ബ്യൂട്ടി എന്നുള്ള ബ്രാൻഡ്, ഇവരുടെ ഓൺ ബ്രാൻഡ്. അപ്പൊ ഇത് ഫുൾ പ്രീമിയം ആയിട്ട് പ്രീമിയം അല്ലാത്തതും അവൈലബിൾ ആണ്. ഇതും പ്രീമിയം അല്ലാത്ത നോർമൽ സാധാ ടൈപ്പ്. ഇതും കോട്ടന്റെ വരുന്നുണ്ട്, കോട്ടൺ മിക്സ് ആയിട്ടും വരുന്നുണ്ട്, എല്ലാതും ഉണ്ട്. പിന്നെ ജയ്പൂർ ഐറ്റംസ്, ജയ്പൂർ ബെഡ്ഷീറ്റ്സ്, ജയ്പൂർ സ്റ്റൈലിലുള്ള പക്ക കോട്ടന്റെ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സെയിം തന്നെയാണ് എലൻ ബ്യൂട്ടി ആ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ബെഡ്ഷീറ്റ്സ്. ഇത് കാണുന്നത് ഫുള്ള് മഫത്ലാലിന്റെ ബെഡ്ഷീറ്റുകൾ കേട്ടോ. ഈ ഫുള്ള് അതിന്റെ അടിപൊളി കളക്ഷൻ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? പിന്നെ എല്ലാം സൈസസ് അവൈലബിൾ ആണ് അല്ലേ? പിന്നെ ഇപ്പുറത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്താ ഇരിക്കുന്നത്? ടവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാത്റൂം ടവൽ തൊട്ട് എല്ലാ ടവലുകളുണ്ട്. തോർത്ത്, ടവൽസ്, അങ്ങനത്തെ എല്ലാതും ഈ ഐറ്റംസ് ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങി പോവാം. എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ഹിന്റ് തരുന്നുള്ളൂ കേട്ടോ, കാരണം വീഡിയോ ഓൾറെഡി ലെങ്തി ആയി. ഇത് സിന്തറ്റിക് ടൈപ്പ് ബെഡ്ഷീറ്റ്, കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന കോട്ടന്റെ അതിന്റെ ബെഡ്ഷീറ്റുകളാണ് അല്ലേ ഈ ഫുൾ കാണുന്നത്. അപ്പൊ ഇത് ഫുൾ അതിന്റെ കളക്ഷൻസ്. അതിൽ സിംഗിൾ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ജയ്പൂരിൽ തന്നെ ഫാമിലി സൈസ്, കിങ് സൈസ്. ഇത് അപ്പൊ അപ്പുറത്തും ജയ്പൂർ തന്നെയല്ലേ? കുറഞ്ഞ ടൈപ്പ്. ഇത് കുറച്ച് കൂടിയ ടൈപ്പ്, കുറച്ച് പ്രീമിയം കളക്ഷൻസ് കേട്ടോ, കോട്ടണിൽ വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങി അടുത്തേക്ക് പോവാം നമുക്ക്. അടുത്തത് ഇപ്പുറത്തെ സൈഡ് ഈ സൈഡ് ഫുൾ വരുന്നത് കർട്ടൻസും അതുപോലെ തന്നെ വിൻഡോസും ഡോറും രണ്ടും കൂടി മിക്സ് ആണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ.
ഇത് നമ്മുടെ ലൈനിങ്. ലൈനിങ് ലൈനിങ്ങില് ഏത് മെറ്റീരിയൽ മെയിൻ ആയിട്ട് വരുന്നത്? കോട്ടൺ പക്ക കോട്ടണില്. അതില് 2x1 2x2 രണ്ടും ഉണ്ട്, ക്രേപ്പ് ടൈപ്പ് ഉണ്ട്. ഇത് 2x1 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? കോട്ടൺ 2x2 അപ്പുറത്താ, അത് ബ്ലൗസിനുള്ളത്. അത് ബ്ലൗസിനുള്ളത്. പിന്നെ ക്രേപ്പ് ലൈനിങ്ങിന്. അതിലെല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. അതിന് തന്നെ ഒരു ഭയങ്കര സ്പേസ് അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ലൈനിങ്ങിന് വേണ്ടി മാത്രം. നോക്കിയ ലൈനിങ് ഈ കാണുന്നത് ഇപ്പുറത്തും ഇപ്പുറത്തും എവിടെ നോക്കിയാലും ലൈനിങ്. ചേട്ടൻ വാ കൂടെ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥലം അറിയില്ലല്ലോ വരാനായിട്ടിട്ട്. എന്നോട് പറയാ നോക്കിക്കോളാനായിട്ട്. ഇനി ഇവിടത്തെ ആള് ശരിക്കും പറഞ്ഞാലേ ഇങ്ങോരാണ്. ഭക്ഷണം കഴിക്കാൻ പോയ കാരണം കിട്ടിയില്ല. ഞങ്ങളിവിടെ വിശന്നിരിക്കാണ് മോനെ. ഇവിടെ ഈ സൈഡ് എന്താ ഇരിക്കണേ? അല്ല, ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 24 മീറ്ററിന്റെ ബണ്ടിൽ. ആ ബണ്ടിൽ അങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമാണ്. പിന്നെ കോട്ടൺ ലൈനിങ്. ഇത് കോട്ടൺ. ഇതെല്ലാം കോട്ടൺ ലൈനിങ്. കാണുന്നത് മൊത്തം കോട്ടൺ. ഓക്കെ, കോട്ടന്റെ ആണ് കേട്ടോ ഈ മൊത്തം വരുന്നത്. അപ്പൊ ഈ കാണുന്നത് എന്താ ഇങ്ങനെ കട്ട് പീസ് ആണ്, 2x2 കട്ട് പീസ്. അത് അപ്പുറത്തെ സൈഡ് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല ആ കട്ട് പീസ് വരുന്നത്. അപ്പൊ ഇത് റോൾ ആയിട്ട് വരുന്നില്ലേ? റോൾ ആയിട്ടുണ്ട്, ബിറ്റ് ആയിട്ടുണ്ട്, രണ്ടും ഉണ്ട്. 2x1 ഉണ്ട്, 2x2 ഉണ്ട്, ക്രേപ്പ് ഉണ്ട്. അത് മൊത്തം സെക്ഷൻ വരുന്നത് ഇപ്പുറത്തെ സൈഡ്. ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോയല്ലോ, അവിടെ ഗോഡൗൺ ആണ്. അപ്പൊ അങ്ങോട്ട് പോവാം. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇവിടെ ഈ സൈഡാണോ? ഇത് പോളി കോട്ടൺ. ഒരു മിനിറ്റ്, ഞങ്ങൾ എത്തട്ടൊന്ന്. ഓടിച്ചാടി എത്തണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. പറയും. ഇത് പോളി കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ കോട്ടൺ ബ്രൊക്കേഡ്. ഇതൊക്കെ ബ്ലൗസിന്, അതുപോലെ പാവാടയുടെ മുകളിലേക്ക് ബ്ലൗസുകൾ തയ്ക്കാനായിട്ട് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടിഷ്യൂ. പിന്നെ ഇതൊക്കെ അതിന്റെ ഇത് എത്ര മീറ്റർ ഉണ്ടാവും? ഇത് 12 മീറ്ററിന്റെ കട്ടാണ് വരുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ 16 മീറ്റർ തന്നെ. ഇത് ഫുൾ ടിഷ്യൂല് തന്നെ. ടിഷ്യൂല് പലതരം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ കോപ്പറിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ കളേഴ്സും ഉണ്ട് അല്ലേ? സിൽവർ ഉണ്ട്, ടിഷ്യൂല് ഗോൾഡ് ടിഷ്യൂ, അത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാ കളേഴ്സും ഉണ്ട്. അതൊക്കെ നമുക്ക് ബ്ലൗസിനും യൂസ് ചെയ്യാം. ഇത് 2x2 ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2x2 മെറ്റീരിയൽസ്. ഇത് ഫുള്ള് കാണുന്നത് അല്ലേ? ഇത് ഫുൾ അവിടെ വരയ്ക്ക്. പിന്നെ വരുന്നത് ഇത് പോളിക്കോട്ടന്റെ ബിറ്റാണ്, കോട്ടൺ സിൽക്ക്. നേരത്തെ നമ്മൾ ഇവിടെ കണ്ടത് 2 ചാർട്ട് വരും. ഇത് 2 ചാർട്ട് ഡാർക്ക്. അതില് 1 മീറ്ററും 1 മീറ്ററിന്റെ ഫോൾഡ് ആണ്. അതിന് 25 പീസിന്റെ ബണ്ടിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഷിമ്മി കുട്ടികൾക്ക് അതുണ്ട് കേട്ടോ. മെറ്റീരിയൽ എന്ന് പറയുമ്പോ അതും അതിൽ പെട്ടു. നമുക്ക് അത് ഉണ്ട് അല്ലേ? മല്ല് നമുക്ക് കുട്ടികൾക്ക് ഷിമ്മിയൊക്കെ തയ്ക്കാം. ഇപ്പൊ സ്കൂൾ സമയം പൂട്ടി ഇനി തുറക്കുമ്പോഴേക്കും ഇതൊക്കെ ആവശ്യം വരും. പിന്നെ സമ്മർ സീസണിന് കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. പിന്നെ സാറ്റിന്റെ അല്ലേ? സാറ്റിന്റെ ഇത് 2-3 ടൈപ്പ് വരുന്നുണ്ട് അല്ലേ? 24 മീറ്ററിന്റെ കട്ട്, പിന്നെ 20 മീറ്ററിന്റെ കട്ട്. ഇത് ഇപ്പൊ കാണിക്കണത് കുറച്ച് ലോ റേഞ്ചിന്റെ, അതിന്റെ തന്നെ കുറച്ച് നല്ല റേഞ്ചിൽ വരുന്നത്. അത് രണ്ടും കണ്ടാൽ നമുക്ക് ഏകദേശം പിടി കിട്ടും കേട്ടോ. നമുക്കപ്പോൾ ഇത് മെയിൻ ഫാബ്രിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സാറ്റനിൽ വരുന്നുണ്ട്. അങ്ങനെ കളക്ഷൻസിന്റെ ഒരു കൂമ്പാരാണ് കിടക്കുന്നത്. പിന്നെ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. അത് എത്ര പാനൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങടെ അണ്ടർസ്കേർട്ട് തയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ അജറക്കിന്റെ കട്ട് പീസ് കോട്ടണില്. ഇത് എത്ര പീസിന്റെ? 10 പീസിന്റെ. ഇത് 10 പീസുള്ളൂ? 10 പീസുള്ളൂ. കണ്ട കുറെ പീസുള്ള പോലെ. ഇത് അജ്രക്കിന്റെ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഫുള്ള് ബിറ്റിന്റെ ഈ ഒരു ഇത് അങ്ങനെ തന്നെ എടുക്കണം. അത് ഐറ്റംസ് അത് 15 പീസിന്റെ കട്ടാണ്. 15ന്റെ 10ന്റെ വരുന്നുണ്ട്, 25ന്റെ ഉണ്ട്, 50ന്റെ ഉണ്ട്, 100ന്റെ ഉണ്ട്. അപ്പൊ അത് ഏതാ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയെടുക്കാം. 50 പീസിന്റെ നമ്മൾ നേരത്തെ അവിടെ ഞാൻ ചോദിച്ചില്ല അതന്നെ. അതിന്റെ ഡാർക്ക് ലൈറ്റ് ചാർട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ കളക്ഷൻസ് ഇവിടെ തീരുന്നില്ല. പക്ഷെ ഞങ്ങള് മതിയായി ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം മണിക്കൂർ. അപ്പോൾ നമ്മുടെ ഹരി ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം കണ്ടാലും തീരില്ല, അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ലൊക്കേഷൻ പറയാം. അതുപോലെ തന്നെ എന്തൊക്കെ ഫീസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. എറണാകുളം മാർക്കറ്റ് റോഡിൽ മേനായിക്ക് അടുത്താണ്. പിന്നെ അതുകൂടെ നമുക്ക് കൊല്ലത്ത് ഒരു ഷോപ്പുണ്ട്. 60,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഷോപ്പ് തന്നെയാണ് കൊല്ലത്തുള്ളത്. കൊല്ലത്ത് പള്ളിത്തോട്ടം കല്ലുപാലത്തിനടുത്ത്. അപ്പോൾ നമ്മുടെ ഫെസ്റ്റ് രണ്ടിടത്ത്, അതായത് പുടവ ഫെസ്റ്റ് ഈ സീസൺ പ്രമാണിച്ച്, വിഷു പ്രമാണിച്ചുള്ള പുടവ ഫെസ്റ്റ് രണ്ടിടത്ത് നടക്കുന്നുണ്ട്.
മാർച്ച് 13, 14 എറണാകുളത്തും അതേപോലെ കൊല്ലത്ത് 17-ാം തീയതിയാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ടുള്ള കുറേ അധികം കളക്ഷൻസ് നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഷോപ്പിലേക്ക് തന്നെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്, എന്നാൽ പോലും നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഓൺലൈനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പോസിബിൾ അല്ല. ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഷോപ്പിൽ ഇപ്പൊ തന്നെ നമുക്ക് വീഡിയോ തന്നെ മണിക്കൂറായാലും നമുക്ക് ഇത്രയും എല്ലാതും ഉൾപ്പെടുത്തി, കാരണം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമാണ് പറ്റിയിട്ട്. അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഊഹിക്കാം, നമുക്ക് എല്ലാം കളക്ഷൻസ് വീഡിയോ കോൾ ത്രൂ കാണിക്കാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ടൈം എടുത്തിട്ട് നിങ്ങൾ ഒരു ഫുൾ ഡേ എടുക്കേണ്ടി വരും, ഒന്ന് വന്ന് നോക്കാം. പിന്നെ എറണാകുളം നമുക്ക് മേനക ബസ് സ്റ്റോപ്പും അതുപോലെ കോൺവെന്റ് ജംഗ്ഷന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മീൻസ് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാലും മതി. വരുന്നവർക്ക് അതിനും അടുത്ത് എറണാകുളം ടൗൺ ഉണ്ട്, എറണാകുളം സൗത്ത് ഉണ്ട്. അപ്പൊ എവിടെ നമുക്ക് ഏറ്റവും റോഡ് വന്നിട്ട് അവിടെ നിന്നാലും നമുക്ക് വരാൻ എളുപ്പമാണ്. അപ്പൊ എവിടെ നിന്ന് ഇറങ്ങിയാലും നമുക്ക് നടുക്കിലാണ് നിൽക്കുന്നത്. എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ ഓട്ടോക്കാരനോട് പറഞ്ഞാൽ മതി മാർക്കറ്റ് റോഡിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ മതി, നോവൽറ്റി എന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അതും പറയുന്നത്? കാരണം നോവൽറ്റി വൺ ഓഫ് ദി ഫേമസ് ഷോപ്പാണ്, അതും 60,000 സ്ക്വയർ ഫീറ്റിൽ വരുന്നത്. അത് ഇവിടെ മാത്രമല്ല കൊല്ലത്തും ഉണ്ട് കേട്ടോ. അപ്പൊ ലൊക്കേഷന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരു സംഭവം എന്ന് പറയുന്നത് സെന്റർ, എക്സ്പീരിയൻസ് സെന്റർ. അതായത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഫീൽ ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് അത് പ്രീ ബുക്കിംഗ് ആണ്. നോർമൽ ഉള്ളതിനൊക്കെ പുതിയ കുറെ കളക്ഷൻസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ടച്ച് ആൻഡ് ഫീൽ, അത് ഭയങ്കര ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് വന്ന് നോക്കുക. അപ്പൊ ഷോപ്പിന്റെ സമയം വരുന്നത് രാവിലെ 9:30 തൊട്ട് 7:30 വരെയാണ്. 7:30 വരെയാണ്. 7 മണിക്കാകുമ്പോഴത്തെ നമ്മുടെ ബില്ലിംഗ് കാര്യങ്ങളെല്ലാം ക്ലോസ് ആവും. അതിനുശേഷം ബാക്കി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏഴരക്കുള്ളിൽ ഫുള്ള് ക്ലോസ് ആവും. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഫെസ്റ്റിവൽ സമയം അല്ലെങ്കിൽ സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ സൺഡേ ഓപ്പൺ ആണ്. ഈ ഒരു സൺഡേ, അതായത് 16-ാം തീയതി പോലെ നമ്മൾ സൺഡേ ഓപ്പൺ ആണ്. ഈ സീസൺ പ്രമാണിച്ച് നമ്മൾ 16 ബാക്കിയുള്ള സൺഡേസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സൺഡേസിന് മാത്രം, അല്ലാത്ത സമയത്ത് സൺഡേ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് ഇവിടെ തീരുന്നില്ല. ഇനിയും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ വേഗം അങ്ങോട്ട് പോകുന്ന എറണാകുളം മാർക്കറ്റിലോട്ടോ. അപ്പൊ നോവൽറ്റിയില്ല. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.